ഇന്നലെ നമ്മളെടുത്തത് കൺസൈൻമെൻറ്റ് അക്കൗണ്ടാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് ബ്രാഞ്ച് അക്കൗണ്ട്സ്. ഓക്കെ, ഓൾറെഡി 2 മൊഡ്യൂൾ നമ്മുടെ ചാനലിലുണ്ട്, അതായത് പാർട്ണർഷിപ്പ് അക്കൗണ്ട്സും ജോയിൻറ്റ് വെഞ്ചറും. ഓക്കെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് ബ്രാഞ്ച് അക്കൗണ്ട്സ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ ഓഡിയോ ബ്രേക്ക് ആയാലോ റെസ്പോണ്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബ്രാഞ്ച് അക്കൗണ്ട്സ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. 15 മാർക്ക് ഷുവർ ക്വസ്റ്റ്യൻ ബ്രാഞ്ച് അക്കൗണ്ട്സിൽ നിന്ന് വരാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ ഈസി ടോപ്പിക്കാണ്, നമുക്കിത് എങ്ങനെ ട്രാക്ക് ചെയ്യാം നോക്കാം. ബ്രാഞ്ച് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, കേട്ടുണ്ടായിരിക്കും. ബ്രാഞ്ച് എന്ന പേരോട് നല്ല വേർഡുമായിട്ട് നല്ല ഫെമിലിയർ ആയിരിക്കും അല്ലേ. ഇതിൻ്റെ ബ്രാഞ്ച് കോഴിക്കോടാണ്, ഇതിൻ്റെ ബ്രാഞ്ച് ട്രിവാൻഡ്രത്തുണ്ട്. അങ്ങനെ നമ്മൾ ബ്രാഞ്ച് എന്ന വേർഡുമായിട്ട് നല്ല ഫെമിലിയർ ആണ്. ഇതിൻ്റെ അക്കൗണ്ട്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഡിപ്പാർട്ട്മെൻറ്റ് വെച്ച് എന്തായിരുന്നു? ഡിപ്പാർട്ട്മെൻറ്റ് വെച്ച് എന്തോ ഒരു ഇൻഡിപെൻഡൻറ്റ് ബിസിനസ് ആക്ടിവിറ്റി അല്ലേ. ഡിപ്പാർട്ട്മെൻറ്റ് വെച്ച് എന്താണ്? ഒരു ഇൻഡിപെൻഡൻറ്റ് ബിസിനസ് ആക്ടിവിറ്റിയാണ്. ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നതാണോ വേറൊരു ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നത്? അതായത് ബ്രാഞ്ചിലോട്ട് പോകുന്നതിന് മുമ്പ് വേറൊരു കാര്യം പറയാം. അതായത് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നതാണോ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നത്? അല്ല. സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നതാണോ മാർക്കറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നത്? അല്ല. മാർക്കറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നതാണോ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നത്? അല്ല. ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്ന ആക്ടിവിറ്റി വേറൊരു ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യാറില്ല അല്ല. പക്ഷേ ബ്രാഞ്ചിൻ്റെ കേസിൽ അങ്ങനെയല്ല. ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ ഒരു ഹെഡ് ഓഫീസ് ഉണ്ടായിരിക്കും. ആ ഹെഡ് ഓഫീസിൽ എന്തുവാണോ ചെയ്യുന്നത് അത് തന്നെയായിരിക്കും എന്ത് ചെയ്യുന്നത് എല്ലാ ബ്രാഞ്ചിലും ചെയ്യുന്നത്. ഹെഡ് ഓഫീസ് എന്തുവാണോ ചെയ്യുന്നത് അത് തന്നെയാണ് ബ്രാഞ്ചും ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം, ബാങ്കിൻ്റെ ഒരു എക്സാമ്പിൾ തന്നെ പറയാം. SBI ഹെഡ് ഓഫീസ് മുംബൈ ആണെന്ന് തോന്നും. ആണ്, ഹെഡ് ഓഫീസ് മുംബൈ ആണ്. മുംബൈ ഹെഡ് ഓഫീസ് എന്തുവാണോ ചെയ്യുന്നത് അത് തന്നെയല്ലേ ട്രിവാൻഡ്രം ബ്രാഞ്ച് ചെയ്യുന്നത്. മുംബൈ ഹെഡ് ഓഫീസ് എന്തുവാ ചെയ്യുന്നത്? അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ലെൻഡിങ് മണി അല്ലേ. അത് തന്നെയല്ലേ ട്രിവാൻഡ്രം ബ്രാഞ്ച് SBIയും ചെയ്യണത് അല്ലേ. അപ്പം ഡിപ്പാർട്ട്മെൻറ്റ് കേസ് എന്ന് പറയുമ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഓരോ ആക്ടിവിറ്റിയാണ്. പക്ഷേ ബ്രാഞ്ച് പറയുമ്പോൾ ഹെഡ് ഓഫീസ് എന്തു ചെയ്യുന്നു അത് തന്നെയാണ് എല്ലാ ബ്രാഞ്ചും ചെയ്യുന്നത്. അപ്പം എക്സാമിന് ചിലപ്പം ഡിഫറൻസ് ബിറ്റ്വീൻ ബ്രാഞ്ച് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഉറപ്പായിട്ട് ചോദിക്കാം. ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ വരാം. ഓക്കെ അല്ലേ. അപ്പോൾ ഇത് മേജർ ഡിഫറൻസ് ഇതാണ്. ഇവിടെ ബ്രാഞ്ച് വരുമ്പോൾ ഒരു ഹെഡ് ഓഫീസ് ഉണ്ടായിരിക്കും. ആ ഹെഡ് ഓഫീസ് എന്തുവാണോ ചെയ്യുന്നത് അത് തന്നെയാണ് എല്ലാ ബ്രാഞ്ചും ചെയ്യുന്നത്. ഓക്കെ അല്ലേ. ഇനി ഇതിനകത്ത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഇനി പഠിക്കാൻ പോകുന്ന ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പഠിച്ചാൽ നമുക്ക് ഈ ചാപ്റ്റർ ഫുൾ സെറ്റ് ആവും. ഓക്കെ അല്ലേ. അതായത് ഹെഡ് ഓഫീസിനാണെങ്കിൽ കുറേ ബ്രാഞ്ച് ഉണ്ടായിരിക്കും. കുറേ ബ്രാഞ്ച്. ഈ ബ്രാഞ്ചിനെ നമ്മൾ രണ്ടായി ക്ലാസിഫൈ ചെയ്യും. രണ്ടായി ക്ലാസിഫൈ ചെയ്യും. അതായത് ഇൻലാൻഡ് ബ്രാഞ്ച് എന്നും ഫോറിൻ ബ്രാഞ്ച് എന്നും. ഓക്കെ അല്ലേ. അപ്പോൾ ബ്രാഞ്ചിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും. ഇൻലാൻഡ് ബ്രാഞ്ച് എന്നും ഫോറിൻ ബ്രാഞ്ച് എന്നും. ഫോറിൻ ബ്രാഞ്ച് എവിടെയാണ് ഉള്ളത്? ഔട്ട്സൈഡ് ഇന്ത്യ അല്ലേ. ഔട്ട്സൈഡ് ഇന്ത്യ. ഓക്കെ അല്ലേ. ഫോറിൻ ബ്രാഞ്ചിൻ്റെ അക്കൗണ്ടിങ് AS 11 അനുസരിച്ചാണ്. നിങ്ങൾക്ക് പഠിക്കാനില്ല, നോക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ബ്രാഞ്ച് ആർ ക്ലാസിഫൈഡ് ഇൻ 2, ഇൻലാൻഡ് ബ്രാഞ്ച് എന്നും ഫോറിൻ ബ്രാഞ്ച് എന്നും. ഓക്കെ അല്ലേ. ഫോറിൻ ബ്രാഞ്ച് പറയുമ്പോൾ ഔട്ട്സൈഡ് ഇന്ത്യയാണ്. അപ്പോൾ ഇൻലാൻഡ് ബ്രാഞ്ച് എന്തുവാ? ലൊക്കേറ്റഡ് ഇൻ ഇന്ത്യ അല്ലേ. ഇന്ത്യയിലുള്ള ബ്രാഞ്ച്. ആ ഇൻലാൻഡ് ബ്രാഞ്ചിനെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും. എന്ത്? ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് എന്നും ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച് എന്നും. ഓക്കെ അല്ലേ. ഡിപ്പെൻഡും ഇൻഡിപെൻഡും. ഓക്കെ അല്ലേ. ശ്രദ്ധിക്കുക. ബ്രാഞ്ച് ആർ ക്ലാസിഫൈഡ് ഇൻ 2, ഇൻലാൻഡ് ബ്രാഞ്ചും ഫോറിൻ ബ്രാഞ്ചും. ഫോറിൻ ബ്രാഞ്ചിൻ്റെ അക്കൗണ്ട് നമുക്ക് പഠിക്കാനില്ല, അത് AS 11 അനുസരിച്ചാണ്, അക്കൗണ്ട് സ്റ്റാൻഡേർഡ് 11 അനുസരിച്ചാണ്. നമുക്ക് പഠിക്കാനുള്ള ഇൻലാൻഡ് ബ്രാഞ്ചാണ്. ഈ ഇൻലാൻഡ് ബ്രാഞ്ച് രണ്ടായി ക്ലാസിഫൈ ചെയ്യും. എന്ത്? ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് എന്നും ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച് എന്നും. ഓക്കെ അല്ലേ. ഈ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ ഡിപ്പെൻഡഡ് ആണ്. ആരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക? ഹെഡ് ഓഫീസിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക. ഓക്കെ അല്ലേ. അപ്പോൾ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ ഹെഡ് ഓഫീസിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതൊരു സ്മോൾ സ്കെയിൽ ബ്രാഞ്ച് ആയിരിക്കും. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻഡിപെൻഡൻ്റ് ആണ്, ഹെഡ് ഓഫീസിൽ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊരു ലാർജ് സ്കെയിൽ ആയിരിക്കും. ഓക്കെ അല്ലേ. അപ്പോൾ ആലോചിച്ച് നോക്കിയേ, ഈ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് ഹെഡ് ഓഫീസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയല്ലേ. അപ്പം ഇവിടെ 100% മാനേജ്മെൻറ്റ് കൺട്രോൾ ആരായിരിക്കും? ഹെഡ് ഓഫീസ് ആയിരിക്കും.
100% മാനേജ്മെൻറ്റ് ആൻഡ് കൺട്രോൾ ആരായിരിക്കും? ഹെഡ് ഓഫീസ് ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഹെഡ് ഓഫീസ് കുറച്ച് ഗുഡ്സ് ആർക്ക് അയച്ചു കൊടുക്കും? ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് അയച്ചു കൊടുക്കും. അയച്ചു കൊടുത്തേ പറ്റി, വേറെ ഓപ്ഷൻ ഇല്ല. അയച്ചു കൊടുക്കും. ആ അയച്ചു കൊടുത്ത ഗുഡ്സ് സെയിൽ ചെയ്യും. ആ സെയിൽ ചെയ്ത് കിട്ടിയ ക്യാഷ് അപ്പോഴേ തന്നെ ഹെഡ് ഓഫീസിൻ്റെ ബാങ്ക് അക്കൗണ്ട് എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്യണം. ഇവർക്കത് റീറ്റെയിൻ ചെയ്ത് ഫണ്ട് ഹോൾഡ് ചെയ്ത് വെക്കാനൊന്നും പറ്റത്തില്ല. ഓക്കെ അല്ലേ? ചെറിയ ബ്രാഞ്ച് അല്ലേ, അപ്പോൾ 1-2 സ്റ്റാഫേ അവിടെ കാണത്തുള്ളൂ. മാക്സിമം 3-4 സ്റ്റാഫ് അത്രേ കാണത്തുള്ളൂ. അപ്പം ഇവർക്കൊരു സ്മോൾ സ്കെയിൽ ബ്രാഞ്ച് അല്ലേ, അപ്പോൾ അതുകൊണ്ട് സ്വന്തമായിട്ട് ഒരു അക്കൗണ്ടിന് വെക്കാനുള്ള കപ്പാസിറ്റി ഇവർക്ക് ഉണ്ടായിരിക്കുമോ? ഇല്ല. ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് സ്വന്തമായിട്ട് അക്കൗണ്ടിന് വെക്കാനുള്ള കപ്പാസിറ്റി ഇവർക്ക് ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് ആരായിരിക്കും? ഹെഡ് ഓഫീസ് ആയിരിക്കും. അപ്പോൾ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് ഹെഡ് ഓഫീസ് ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് എന്താണ്? സ്മോൾ സ്കെയിൽ ആണ്. ഓക്കെ. ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചിൻ്റെ 100% കൺട്രോളും മാനേജ്മെൻറ്റും ആരായിരിക്കും? ഹെഡ് ഓഫീസ് ആയിരിക്കും. ഓക്കെ അല്ലേ? പിന്നെ ഇവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന ആരായിരിക്കും? ഹെഡ് ഓഫീസ് ആയിരിക്കും. ഇവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യും, ഏതൊക്കെ മെത്തേഡ് പ്രിപ്പയർ ചെയ്യും എന്നാണ് ഈ ചാപ്റ്റർ നമ്മൾ പഠിക്കാൻ പോണത്. ഓക്കെ. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച് അല്ലേ, ഇൻഡിപെൻഡൻ്റ് അല്ലേ, അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫുള്ളി കൺട്രോളൊന്നുമല്ല. ഇവരുടെ സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? മാനുഫാക്ചർ വേണമെങ്കിൽ ചെയ്യാം. പിന്നെ റോ മെറ്റീരിയൽ വേണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? ഓപ്പൺ മാർക്കറ്റിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും. വിറ്റ് കിട്ടിയ ക്യാഷ് എന്ത് ചെയ്യാൻ പറ്റും? ഹോൾഡ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇവരുടെ ലാർജ് ഒരു 10-30 സ്റ്റാഫ്സ് ഉണ്ടായിരിക്കും. അപ്പം ആ ഒരു കേസ് വരുമ്പോഴത്തേക്ക് ഇവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ആരായിരിക്കും? ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച് തന്നെയായിരിക്കും. ഓക്കെ അല്ലേ? ഇപ്പോൾ കൂടുതൽ നമുക്ക് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചിൻ്റെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ബ്രാഞ്ച് ക്ലാസിഫൈഡ് ഇൻറ്റു 2. എന്ത്? ഇൻലാൻഡ് ബ്രാഞ്ച് എന്നും ഫോറിൻ ബ്രാഞ്ച് എന്നും. ഓക്കെ അല്ലേ? അങ്ങോട്ട് ഫോറിൻ ബ്രാഞ്ചോട്ട് പോകണ്ട, ഇങ്ങോട്ട് വരും. ഇൻലാൻഡ് ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ എന്താ? രണ്ടായി ക്ലാസിഫൈഡ്, ഡിപ്പെൻഡും ഇൻഡിപെൻഡും. ഡിപ്പെൻഡ് എന്ന് പറയുമ്പോൾ 100% കൺട്രോൾ ആരിലായിരിക്കും? ഹെഡ് ഓഫീസിലായിരിക്കും. ഓക്കെ. ഇൻഡിപെൻഡൻറ്റ് എന്താണ്? അവർ സെപ്പറേറ്റ് ആയിരിക്കും. ഓക്കെ അല്ലേ? എങ്കിലും ഒരു പാർട്ട്ലി കൺട്രോൾ ഉണ്ടായിരിക്കും. ഓക്കെ. അവർക്ക് സ്വന്തമായിട്ട് തീരുമാനമൊക്കെ എടുക്കാം. പിന്നെ ഗുഡ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റും. സെയിൽ ചെയ്ത് കിട്ടിയ ഗുഡ്സ് അവർക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ ഓപ്ഷൻസൊക്കെ അവർക്കുണ്ട്. ഓക്കെ. ഇനി ഈ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന ആരാണെന്നാണ് ഞാൻ പറഞ്ഞത്? ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ഹെഡ് ഓഫീസാണ്. അപ്പോൾ ഹെഡ് ഓഫീസ് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ ഒരു 3 മെത്തേഡ് യൂസ് ചെയ്യും. 3 മെത്തേഡ്. ഓക്കെ. ഹെഡ് ഓഫീസ് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ ഒരു 3 മെത്തേഡ് യൂസ് ചെയ്യും. ഓക്കെ അല്ലേ? വെരി ഇമ്പോർട്ടൻറ്റ്. 3 മെത്തേഡ്. ഇതാണ് ഈ ചാപ്റ്ററിലെ മെയിൻ. ഓക്കെ അല്ലേ? 3 മെത്തേഡ്. ഓക്കെ അല്ലേ? ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുമ്പം എന്താണ്? ഡെപ്റ്റേഴ്സ് മെത്തേഡ്. ഓക്കെ അല്ലേ? സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുമ്പം സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് മെത്തേഡ്. ഓക്കെ അല്ലേ? 3 ഫൈനൽ അക്കൗണ്ട്സ് മെത്തേഡ്. ഓക്കെ. അപ്പോൾ അങ്ങനെ ഹെഡ് ഓഫീസ് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ 3 മെത്തേഡ് യൂസ് ചെയ്യും. എന്ത്? ഡെപ്റ്റേഴ്സ് മെത്തേഡ്, സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് മെത്തേഡ്, ഫൈനൽ അക്കൗണ്ട്സ് മെത്തേഡ്. ഓക്കെ അല്ലേ? അതെന്തിനാണ് 3 മെത്തേഡ് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ അല്ലേ, അക്കൗണ്ടിങ്ങിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്? ശ്രദ്ധിക്കടാ. ഇപ്പം ഞാൻ പറഞ്ഞു 3 മെത്തേഡ് യൂസ് ചെയ്യാം. എക്സാമിന് ചിലപ്പോൾ ഏതെങ്കിലും ഒരു മെത്തേഡേ ചോദിക്കത്തുള്ളൂ. ഓക്കെ, ആയിക്കോട്ടെ. അപ്പം ഏത് മെത്തേഡ് ക്വസ്റ്റ്യൻ പറയും. അപ്പോൾ എന്തിനാണ് ഈ 3 മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, വൈ? നമുക്കെല്ലാവർക്കും അറിയാം, ഒരു അക്കൗണ്ടിങ്ങിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്? എല്ലാവർക്കും അറിയാം. മെയിൻ ഒബ്ജക്റ്റീവ് എന്താ? പ്രോഫിറ്റ് ഓർ ലോസ് അല്ലേ, കാൽക്കുലേറ്റ് ചെയ്യണം. പ്രോഫിറ്റ് ഓർ ലോസ്. പിന്നെ ഫിനാൻഷ്യൽ പൊസിഷനും കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. ഒരു അക്കൗണ്ടിങ്ങിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് പ്രോഫിറ്റ് ഓർ ലോസ്, ഫിനാൻഷ്യൽ പൊസിഷനും കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പം ഹെഡ് ഓഫീസിന് ആലോചിച്ച് നോക്കുക. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കുക, പ്രോഫിറ്റ് ഓർ ലോസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ട്രേഡിംഗ് P&L അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടി ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യും അല്ലേ. ഇപ്പോൾ ഒരു ഡെപ്റ്റേഴ്സ് മെത്തേഡിലാണ് ചെയ്യുന്നത്. ഹെഡ് ഓഫീസ് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചിൻ്റെ ബുക്സ് പ്രിപ്പയർ ഡെപ്റ്റേഴ്സ് മെത്തേഡാണ് വിചാരിക്കുക. ഓക്കെ അല്ലേ? ഹെഡ് ഓഫീസിന് എന്ത് അറിഞ്ഞാൽ മതി? പ്രോഫിറ്റ് ഓർ ലോസ് അറിഞ്ഞാൽ മതി. ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാം, വേറെ ഡീറ്റെയിൽസ് ഒന്നും അറിയേണ്ട ആവശ്യമില്ല. ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർക്ക് എന്താ അറിയേണ്ടത്? പ്രോഫിറ്റ് ഓർ ലോസ് അറിയണം, ഫിനാൻഷ്യൽ പൊസിഷനും അറിയണം.
അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾക്കറിയാം പ്രോഫിറ്റ് ഓർ ലോസ് കണ്ടുപിടിക്കാൻ ട്രേഡിംഗ് ചെയ്യാനും ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടി എന്ത് ബാലൻസ് ഷീറ്റ് വേണം. ഈ 2 അക്കൗണ്ടും കൂടി കുത്തിക്കയറ്റി ഒരൊറ്റ അക്കൗണ്ടിൽ ഈ 2 കാര്യങ്ങൾ കാണും. ഒരൊറ്റ അക്കൗണ്ടിൽ ട്രേഡിംഗ് ആൻഡ് ചെയ്യാനും കാണും, ബാലൻസ് ഷീറ്റും കാണും, കുത്തിക്കയറ്റി വെക്കും. അങ്ങനത്തെ അക്കൗണ്ടാണ് എന്ത് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്. അപ്പോൾ അതായത് ഹെഡ് ഓഫീസ് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചിന് വേണ്ടി ബുക്സ് പ്രിപ്പയർ ഡെപ്റ്റേഴ്സ് മെത്തേഡിലാണെങ്കിൽ ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്താൽ മതി, ഒറ്റ അക്കൗണ്ട്. ആ അക്കൗണ്ടിനകത്ത് ട്രേഡിംഗ് ആൻഡ് ചെയ്യാനും കാണും, ബാലൻസ് ഷീറ്റും കാണും. ഓക്കെ അല്ലേ? അതായത് നമുക്ക് ഫിനാൻഷ്യൽ പൊസിഷനും അറിയാൻ പറ്റും, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ അറിയാൻ പറ്റും. അങ്ങനെ ഇത് ചോദിക്കുക, ട്രേഡിംഗ് ആൻഡ് ചെയ്യാൻ അക്കൗണ്ടും കാണും, ബാലൻസ് ഷീറ്റും കാണും, ഒരൊറ്റ അക്കൗണ്ട്. ഓക്കെ അല്ലേ? അപ്പം അതായത് ഹെഡ് ഓഫീസിന് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ അറിയണം, ഫിനാൻഷ്യൽ പൊസിഷനും അറിയണം. വേറെ ഡീറ്റെയിൽസ് ഒന്നും അറിയേണ്ട കാര്യമൊന്നുമില്ല. ബാക്കി എത്രയുണ്ട്, എക്സ്പെൻസ് എത്രയുണ്ട്, അതൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഇത്ര അറിഞ്ഞാൽ മതി. അപ്പോൾ അതിന് വേണ്ടി അവർ ഡെപ്റ്റേഴ്സ് മെത്തേഡാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഒരൊറ്റ അക്കൗണ്ട്. ഓക്കെ അല്ലേ? ഒരു 2 കൂടി കുത്തി കയറ്റിക്കൊണ്ടുള്ള ഒരു അക്കൗണ്ട്, ഒരു അവീല് വരുവ്. ഓക്കെ, ശരി. ഇനി അടുത്തത് സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് മെത്തേഡാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയണം. സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് അറിയണം, അപ്പോൾ സ്റ്റോക്ക് അക്കൗണ്ട് വരയ്ക്കേണ്ടി വരും. ഡെപ്റ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയണം, അപ്പോൾ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് വരയ്ക്കേണ്ടി വരും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അറിയണം, അപ്പോൾ പി ആൻഡ് അക്കൗണ്ട് വരയ്ക്കേണ്ടി വരും. എക്സ്പെൻസ് അറിയണം, അപ്പോൾ എക്സ്പെൻസ് അക്കൗണ്ട് വരയ്ക്കേണ്ടി വരും. ക്യാഷിൻ്റെ മൂവ്മെൻറ്റ്സ് അറിയണം, അപ്പോൾ ക്യാഷ് അക്കൗണ്ട് വരയ്ക്കേണ്ടി വരും. ഒരു 4-5 അക്കൗണ്ട്സ് വരും. ഓക്കെ അല്ലേ? ശ്രദ്ധിക്കടാ, മറ്റേതെല്ലാം കൂടി കുത്തിക്കിരി ഒറ്റ അക്കൗണ്ട് അല്ലേ. ഇവിടെ കുറച്ച് ലെഡ്ജർ അക്കൗണ്ട്സ് വരയ്ക്കേണ്ടി വരും. കുറേ ഡീറ്റെയിൽസ്, സ്റ്റോക്ക് ഡീറ്റെയിൽസ് അറിയാം, സ്റ്റോക്ക് അക്കൗണ്ട് വരയ്ക്കണം. പേര് തന്നെ ഉണ്ടല്ലോ സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് എന്നല്ല, അപ്പോൾ സ്റ്റോക്ക് അക്കൗണ്ടും കാണും, ഡെപ്റ്റേഴ്സ് അക്കൗണ്ടും കാണും. അത് രണ്ടും മാത്രമല്ല, കൂടാതെ എക്സ്ട്രാ 2 അക്കൗണ്ടിൽ കാണും. പി ആൻഡ് അക്കൗണ്ട് എന്തായാലും കാണും, എക്സ്പെൻസ് അക്കൗണ്ടും കാണും. ക്യാഷിൻ്റെ മൂവ്മെൻറ്റ്സ് അറിയാൻ വേണ്ടി ക്യാഷ് അക്കൗണ്ട്സും കാണും. ഇത്രയൊക്കെ വരും. അപ്പോൾ അത്രയും അക്കൗണ്ടോട് ചേരുന്നതാണ് എന്ത് സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് മെത്തേഡ്. കാരണം കുറച്ച് ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് വരയ്ക്കും. ഓക്കെ അല്ലേ? ആദ്യത്തെ വരെ എന്തുവാ, എനിക്ക് പ്രോഫിറ്റ് ആണോ ലോസ് എന്ന് അറിഞ്ഞാൽ മതി, ഫിനാൻഷ്യൽ പൊസിഷൻ അറിഞ്ഞാൽ മതി, വേറെ ഒന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി ഫൈനൽ അക്കൗണ്ട്സ് വരെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു ഫുൾ ഡിസ്ക്ലോഷർ എനിക്ക് ഫുൾ അറിയണം, എല്ലാ ഡീറ്റെയിലും A to Z എനിക്ക് അറിയണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഫൈനൽ അക്കൗണ്ട്സ് വേണ്ടി ചൂസ് ചെയ്യും. ട്രേഡിംഗ് ആൻഡ് ചെയ്യാനിൽ ബാലൻസ് ഷീറ്റ് വരച്ച് നമ്മൾ ചെയ്യും. ഓക്കെ അല്ലേ? ഇത് നമ്മൾ പണ്ടോടെ ചെയ്യുന്നതാണ്, നമുക്ക് ചെയ്യാം. ഇവിടെ ഇപ്പം നമ്മൾ ചവർ കണക്ക് 10-14 പ്രോബ്ലം ഒന്നും ചെയ്യുന്നില്ല. ഒരൊറ്റ പ്രോബ്ലത്തിൽ നമ്മൾ 2-3 പ്രോബ്ലം ചെയ്യും. ആ 3 പ്രോബ്ലത്തിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ 3 മെത്തേഡ് അപ്ലൈ ചെയ്യും. ഓക്കെ അല്ലേ? എക്സാം ഏത് മെത്തേഡാണ് ചോദിക്കുന്നത് നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് ചെയ്യുന്ന പ്രോബ്ലത്തിൽ നമ്മൾ 3 മെത്തേഡ് ചെയ്യും. ഓക്കെ അല്ലേ? ക്ലിയർ? അതായത് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഒരു മെത്തേഡ്, അടുത്ത ക്വസ്റ്റ്യൻ വേറെ മെത്തേഡ്, അങ്ങനെയല്ല. ഒരു ക്വസ്റ്റ്യനിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ആ 3 മെത്തേഡ് അപ്ലൈ ചെയ്ത് ചെയ്യും. എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഡിഫറൻസ് അറിയാം. ഓരോ മെത്തേഡിൻ്റെ ഡിഫറൻസ് നമുക്ക് അറിയാൻ പറ്റും. ഒരു മെത്തേഡിൽ തന്നെ 3 മെത്തേഡ് നമ്മൾ അപ്ലൈ ചെയ്യും. ഓക്കെ അല്ലേ? ക്ലിയർ ആയോ? അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എങ്ങനെ പ്രിപ്പയർ എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ബിസിനസ് എൻട്രി ചെയ്യുന്ന പോലെ ജേണൽ ലെഡ്ജർ, ട്രയൽ ബാലൻസ്, ട്രേഡിംഗ് പി ആൻഡ് അക്കൗണ്ട്. ഓക്കെ അല്ലേ? അതുപോലെ സീനൊന്നുമില്ല, ഇത് ശ്രദ്ധിക്കണം. ഓക്കെ, ഡെപ്റ്റേഴ്സ് മെത്തേഡ്, ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഡെപ്റ്റേഴ്സ് മെത്തേഡ് ആണെങ്കിൽ എങ്ങനെ ചെയ്യും, സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് ആണെങ്കിൽ എങ്ങനെ ചെയ്യും, ഫൈനൽ അക്കൗണ്ട്സ് ആണെങ്കിൽ എങ്ങനെ ചെയ്യും. ഓക്കെ അല്ലേ? ഒരു പ്രോബ്ലത്തിലൂടെ ഇതെല്ലാം പറഞ്ഞുതരാം. ഓക്കെ ആണോ? അതിന് മുൻപ് ഈ ഡെപ്റ്റേഴ്സ് മെത്തേഡിൻ്റെ അതിൻ്റെ ഒരു ഫോർമാറ്റ് എങ്ങനെ കാണിച്ചു തരാം. സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് മെത്തേഡൊക്കെ നമുക്ക് ഓൾമോസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ഇൻകംപ്ലീറ്റ് റെക്കോർഡൊക്കെ പഠിച്ചപ്പം സിംഗിൾ എൻട്രി പഠിച്ച സമയത്ത് നമ്മൾ ഇതൊക്കെ പഠിച്ചതാണ്. ഓക്കെ അല്ലേ? നമുക്ക് ചെയ്യാൻ പറ്റും. ഫൈനൽ അക്കൗണ്ട്സ് മെത്തേഡ് നമുക്ക് എളുപ്പമാണ്, എല്ലാവർക്കും അറിയാം. ട്രേഡിംഗ് ആൻഡ് പി ആൻഡ് അക്കൗണ്ട് അറിയാം. ഇല്ല നമുക്ക് ഇന്ന് പഠിക്കാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ അല്ലേ? അത് നമുക്ക് ഫോർമാറ്റ് നോക്കാം. എന്തിൻ്റെ ഫോർമാറ്റ്? ഡെപ്റ്റേഴ്സ് മെത്തേഡിൻ്റെ ഫോർമാറ്റ് നമുക്ക് നോക്കാം. നോക്കിയോ, ഡെപ്റ്റേഴ്സ് മെത്തേഡ്. ഓക്കെ അല്ലേ? അതിന് മുൻപ് ഇവിടെ വേറെ ഒരു കാര്യം പറയാം. ഇവിടെ നമുക്ക് പഠിക്കാനുള്ള 3 മെത്തേഡാണ്. ഇനി ഹെഡ് ഓഫീസ് എന്തായാലും ബ്രാഞ്ചിന് ഗുഡ്സ് അയക്കണം അല്ലേ? ആ ട്രാൻസ്ഫർ പ്രൈസ് എബോ കോസ്റ്റ് ആണെങ്കിൽ, കോസ്റ്റിനേക്കാളും എബോയിലാണ് അയക്കുന്നതെങ്കിൽ അവിടെ ഒരു അൺറിയലൈസ്ഡ് പ്രോഫിറ്റിൻ്റെ കാൽക്കുലേഷൻ വരും. അൺറിയലൈസ്ഡ് പ്രോഫിറ്റിൻ്റെ അതായത് സ്റ്റോക്ക് റിസർവിൻ്റെ കാൽക്കുലേഷൻ വരും. അത് നമുക്ക് പഠിക്കണം. ഓക്കെ അല്ലേ? അതെങ്ങനെ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. ഓക്കെ അല്ലേ? ഇതേ സാധനം ഡിപ്പാർട്ട്മെൻറ്റിലും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഹെഡ് ഓഫീസ് ആർക്ക് അയക്കുന്നു, ബ്രാഞ്ചിന് ഗുഡ്സ് അയക്കുന്നു. അത് ആ ട്രാൻസ്ഫർ പ്രൈസ് എബോ കോസ്റ്റ് ആണ്, കോസ്റ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ ഇവിടെ ഒരു അൺറിയലൈസ്ഡ് പ്രോഫിറ്റിൻ്റെ കാൽക്കുലേഷൻ വരും. അത് നമ്മൾ പഠിക്കണം. ഓക്കെ അല്ലേ? അത്രേ ഉള്ളൂ. ഈ ചാപ്റ്ററിൽ ഇത്രയാണ് സംഭവം. ഈ ഡെപ്റ്റേഴ്സ് മെത്തേഡ് എങ്ങനെയാണ് ചെയ്യുന്നത്, സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് മെത്തേഡ് എങ്ങനെയാണ് ചെയ്യുന്നത്, ഫൈനൽ അക്കൗണ്ട്സ് മെത്തേഡ് എങ്ങനെയാണ് ചെയ്യുന്നത്, അതിനകത്ത് ഈ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് വരുവാണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും, കമ്പ്യൂട്ട് ചെയ്യും. അത്രേ ഉള്ളൂ പരിപാടി. ഓക്കെ അല്ലേ?
വളരെ സിമ്പിൾ ക്വസ്റ്റ്യനാണ്, നമുക്ക് നോക്കാം. അതിന് മുമ്പ് ഞാൻ എന്താ പറയാൻ പോയത്, ഡെപ്റ്റേഴ്സ് മെത്തേഡിൻ്റെ ഒരു ഫോർമാറ്റിലേ പറയാൻ പോയത്. കണ്ടോ, ഡെപ്റ്റേഴ്സ് മെത്തേഡ് ഞാൻ എന്തോ ഞാൻ പറഞ്ഞേ, ശ്രദ്ധിക്ക്. ഡെപ്റ്റേഴ്സ് മെത്തേഡ് എന്തോ ഞാൻ പറഞ്ഞേ, അതിനകത്ത് നിന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസും കണ്ടുപിടിക്കാൻ പറ്റും, നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷനും കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ബാലൻസ് ഷീറ്റും കാണും, ട്രേഡിംഗ് ആൻഡ് പി ആൻഡ് അക്കൗണ്ടും കാണും, ഇല്ലേ? കണ്ടോ, അപ്പോൾ അസറ്റ് കാണത്തില്ലേ? അപ്പോൾ അസറ്റിൻ്റെ ഓപ്പണിംഗ് നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. കണ്ട, ക്യാഷ്, സ്റ്റോക്ക്, ഡെപ്റ്റർ, പെറ്റി ക്യാഷ്, ഫിക്സഡ് അസറ്റ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, അങ്ങനെ അസറ്റിൻ്റെ ഓപ്പണിംഗ് എല്ലാം നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. അപ്പോൾ അസറ്റിൻ്റെ ക്ലോസിംഗ് നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ ലയബിലിറ്റി ഉണ്ടെങ്കിൽ ലയബിലിറ്റി ഓപ്പണിംഗ് നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. ഇതിൽ ഫോർമാറ്റിൽ പറഞ്ഞിട്ടില്ല. ലയബിലിറ്റി ഇൻ കേസ് ഉണ്ടെങ്കിൽ ബാലൻസ് ബ്രോഡോ എന്ന് പറഞ്ഞുകൊണ്ട്, ഇപ്പോൾ ക്രെഡിറ്റേഴ്സോ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുക. ലയബിലിറ്റിയുടെ ക്ലോസിംഗ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ക്ലോസിംഗ് കൊണ്ട് ഡെബിറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പോൾ അസറ്റിൻ്റെ ഓപ്പണിംഗ് ഡെബിറ്റ് ചെയ്യും, അസറ്റിൻ്റെ ക്ലോസിംഗ് ക്രെഡിറ്റ് ചെയ്യും. ലയബിലിറ്റി ഓപ്പണിംഗ് ക്രെഡിറ്റ് ചെയ്യും, ലയബിലിറ്റി ഓപ്പണിംഗ് ക്ലോസിംഗ് ഡെബിറ്റ് ചെയ്യും. ഓക്കെ അല്ലേ? ക്ലിയർ? ഇനി അപ്പോൾ അസറ്റ് ആൻഡ് ലയബിലിറ്റി കഴിഞ്ഞല്ലേ? അപ്പോൾ ഇനി ഇൻഗോവും എക്സ്പെൻസും കാണത്തില്ലേ? ഇൻഗോവും എക്സ്പെൻസും കാണും. സിമ്പിളാണ്. ഹെഡ് ഓഫീസ് ബ്രാഞ്ചിന് അയക്കുന്നതെല്ലാം ഡെബിറ്റ് ചെയ്യുക. ക്ലിയർ? ബ്രാഞ്ച് ഹെഡ് ഓഫീസിന് അയക്കുന്നില്ല എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക. ഇവിടെ പറയാം, ഹെഡ് ഓഫീസ് ടു ബ്രാഞ്ച് ആണെങ്കിൽ എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യുക. ഹെഡ് ഓഫീസ് ബ്രാഞ്ചിന് അയക്കുന്നില്ല, ഡെബിറ്റ് ചെയ്യുക. അപ്പം തിരിച്ചാണെങ്കിൽ എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക. ഇവിടെ ഈ ഡെപ്റ്റേഴ്സ് മെത്തേഡിൽ എന്താണ്? ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ ഹെഡ് ഓഫീസ് ആൻഡ് ബ്രാഞ്ച് മാത്രമേ റെക്കോർഡ് ചെയ്യൂ. ചെയ്യത്തുള്ളൂ. ഓക്കെ അല്ലേ? എന്ത് റെക്കോർഡ് ചെയ്യത്തില്ല? ഇപ്പം ബ്രാഞ്ച് വിത്ത് ബ്രാഞ്ച് കസ്റ്റമർ, ബ്രാഞ്ച് വിത്ത് ബ്രാഞ്ച് ക്രെഡിറ്റേഴ്സ്, ഇതൊന്നും എന്ത് ചെയ്യത്തില്ല? ഡെപ്റ്റേഴ്സ് മെത്തേഡിൽ റെക്കോർഡ് ചെയ്യൂല. ഓക്കെ ആണോ? ഓൺലി എന്ത് മാത്രം? ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ ഹെഡ് ഓഫീസ് ആൻഡ് ബ്രാഞ്ച്. അവിടെ ഓർത്ത് വെച്ചോ, ഒന്നുമില്ല. ഹെഡ് ഓഫീസ് ബ്രാഞ്ചിന് അയക്കാൻ ഡെബിറ്റ് ചെയ്യുക, ബ്രാഞ്ച് ഹെഡ് ഓഫീസിന് അയക്കുന്നൊക്കെ എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക. അപ്പം ഓൺലി ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ ആരൊക്കെ മാത്രം? ഹെഡ് ഓഫീസും ബ്രാഞ്ചും. ബ്രാഞ്ച് കസ്റ്റമറായിട്ടുള്ളതൊക്കെ എന്ത് റെക്കോർഡ് ചെയ്യത്തില്ല. ഓക്കെ അല്ലേ? ഇനി ഞാൻ കാണിച്ചു തരാം. നോക്ക്, ഫസ്റ്റ് ഗുഡ്സ് ബ്രാഞ്ചിന് അയക്കുന്നു. ഹെഡ് ഓഫീസ് ഗുഡ്സ് ബ്രാഞ്ചിന് അയച്ചല്ലേ പറ്റൂ. അപ്പോൾ ഹെഡ് ഓഫീസ് ബ്രാഞ്ചിന് അയക്കുന്നതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. കണ്ട, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. ഓക്കെ അല്ലേ? ഇനി ഗുഡ്സ് വിറ്റിട്ട് കാശ് എന്ത് ചെയ്യണം? റെമിറ്റ് ചെയ്യണം. ഹെഡ് ഓഫീസിൻ്റെ ബാങ്ക് അക്കൗണ്ട് അയക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ബ്രാഞ്ച് ഹെഡ് ഓഫീസിന് അയക്കുന്നില്ലേ? നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ അല്ലേ? ബ്രാഞ്ചിൻ്റെ എക്സ്പെൻസ് ആര് ബെയർ ചെയ്യണം? ബ്രാഞ്ചിൻ്റെ ഹെഡ് ഓഫീസ് പൈസ കൊടുക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഹെഡ് ഓഫീസ് ബ്രാഞ്ചിന് കൊടുക്കുമല്ലേ? ഡെബിറ്റ് ചെയ്യും. ഓക്കെ അല്ലേ? ഇനി ഹെഡ് ഓഫീസ് ബ്രാഞ്ച് കുറച്ച് ഗുഡ്സ് റിട്ടേൺ ചെയ്യുവാണെങ്കിൽ, ബ്രാഞ്ച് ഹെഡ് ഓഫീസ് തിരിച്ചയക്കുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. ഇനി ക്രെഡിറ്റ് സൈഡ് കൂടി ഡെബിറ്റ് കുറയുവാണെങ്കിൽ പ്രോഫിറ്റും, ഡെബിറ്റ് കൂടി ക്രെഡിറ്റ് കുറയുന്നത് ലോസും. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? വളരെ സിമ്പിളാണ്, ഭയങ്കര സിമ്പിളാണ്. ഓക്കെ അല്ലേ? സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് മെത്തേഡ് ഞാൻ പ്രോബ്ലം ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, ആൻഡ് ഫൈനൽ അക്കൗണ്ട്സ് മെത്തേഡും പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കിയാലോ? സ്റ്റോക്ക്, അപ്പോൾ ഡെപ്റ്റേഴ്സ് മെത്തേഡ് സെറ്റ് അല്ലേ? ഡെപ്റ്റേഴ്സ് മെത്തേഡ് നിങ്ങൾക്ക് ഓക്കെ അല്ലേ? ഓക്കെ, നോക്കിക്കോ. ഓക്കെ, PDF നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ കിട്ടും. ഓക്കെ, അതിൽ അപ്ലോഡ് ചെയ്യും, ശ്രദ്ധിക്കുക. വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ കിട്ടും, ശ്രദ്ധിക്കുക. ഈ ഒറ്റ ക്വസ്റ്റിനകത്ത് 3 മെത്തേഡും പഠിക്കുക. ഈ ഒറ്റ ക്വസ്റ്റ്യൻ നമ്മൾ 3 മെത്തേഡും വർക്കൗട്ട് ചെയ്യും. അതിലൂടെ നിങ്ങൾക്ക് 3 മെത്തേഡ് സെറ്റ് ആവും. ഓക്കെ അല്ലേ? നോക്കിയോ. ദ ബോംബെ ട്രേഡേഴ്സ് ഇൻവോയ്സ്ഡ് ഗുഡ്സ് ടു ഡൽഹി ബ്രാഞ്ച്. ബോംബെ ട്രേഡേഴ്സിന് ഡൽഹിയിലൊരു ബ്രാഞ്ച് ഉണ്ട്. ഓക്കെ അല്ലേ? ബോംബെ ട്രേഡേഴ്സിന് ഡൽഹി ഒരു ബ്രാഞ്ച് ഉണ്ട്. അപ്പോൾ ബോംബെ ട്രേഡേഴ്സ് ഹെഡ് ഓഫീസാണ്, ഡൽഹിയിലുള്ള ഇതെന്താണ്? ബ്രാഞ്ച്. ഓക്കെ, അപ്പോൾ ഡൽഹി ബ്രാഞ്ച്. ഹെഡ് ഓഫീസ് പെയ്ഡ് ഓൾ ദ എക്സ്പെൻസ്. ഹെഡ് ഓഫീസ് എല്ലാ എക്സ്പെൻസും ബെയർ ചെയ്യും, എക്സെപ്റ്റ് പെറ്റി ക്യാഷ് എക്സ്പെൻസ് എല്ലാം ഉണ്ടെങ്കിൽ അതൊഴികെ, ബ്രാഞ്ചിനുണ്ടാകുന്ന ചെറിയ പെറ്റി ക്യാഷ് എക്സ്പെൻസ് വരും, അതൊഴികെ ബാക്കിയുള്ള എല്ലാ എക്സ്പെൻസും ആരെടുക്കും? ടേക്ക് ഓവർ ചെയ്യും, ഹെഡ് ഓഫീസ് ടേക്ക് ഓവർ ചെയ്യും. ഓക്കെ അല്ലേ? അതാണ് വേർ മെറ്റ് ബൈ. ഓക്കെ, ഓൾ ദ ക്യാഷ് കളക്റ്റഡ് ബൈ ദ ബ്രാഞ്ച് വാസ് ബാങ്ക്ഡ് ഓൺ ദ സെയിം ഡേ ആൻഡ് ക്രെഡിറ്റ്സ് അറ്റ് ദ ഹെഡ് ഓഫീസ്.
നമുക്കറിയാലോ ഓൾറെഡി ബ്രാഞ്ച് ഗുഡ്സ് വിൽക്കുന്നു, കാശ് കിട്ടുന്നു, ആ കാശ് അപ്പം തന്നെ എന്ത് ചെയ്യണം, ഹെഡ് ഓഫീസിൻ്റെ ബാങ്ക് അക്കൗണ്ടിലോട്ട് അയച്ചു കൊടുക്കും. ഓക്കെ അല്ലേ, നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നത്. ബ്രാഞ്ച് സാധനം വിൽക്കുന്നു, കാശ് കളക്ട് ചെയ്യുന്നു, അത് ഹോൾഡ് ചെയ്യാനുള്ള റൈറ്റ്സ് ഒന്നുമില്ല, അപ്പോഴും തന്നെ ആ എമൗണ്ട് എന്ത് ചെയ്യണം, ഹെഡ് ഓഫീസിന് അയച്ചു കൊടുക്കണം. ഓക്കെ, ദ ഫോളോയിങ് ഇസ് എ സമ്മറി ഓഫ് ദ ട്രാൻസാക്ഷൻ എൻഡഡ് ഇൻ ദ ബ്രാഞ്ച് ഡ്യൂറിങ് ദ ഇയർ എൻഡഡ് December 31st 11 അല്ലെങ്കിൽ 21. ഓക്കെ നോക്കൂ, ദ ബാലൻസ് ഓൺ തന്നിട്ടുണ്ട്. കുറച്ച് സ്റ്റോക്കിൻ്റെ ബാലൻസ് ഉണ്ട്, ഡെപ്റ്ററിൻ്റെ ബാലൻസ് ഉണ്ട്, പെറ്റി ക്യാഷിൻ്റെ ബാലൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ ഗുഡ്സ് സെൻഡ് ഫ്രം ഹെഡ് ഓഫീസ് അല്ലേ, ഗുഡ്സ് സെൻഡ് ഫ്രം ഹെഡ് ഓഫീസ് കുറച്ച് ഗുഡ്സ് അയക്കുന്നു. ഗുഡ്സ് റിട്ടേൺ ടു ഹെഡ് ഓഫീസ്, ഗുഡ്സ് എന്ത് ചെയ്യുന്നു, റിട്ടേൺ ചെയ്യുന്നു. പിന്നെ ക്യാഷ് സെയിൽ നടക്കുന്നു, ക്രെഡിറ്റ് സെയിൽ നടക്കുന്നു. അലവൻസ് ടു കസ്റ്റമർ, കസ്റ്റമറിന് അലവൻസ് കൊടുക്കുന്നു. ആര്, ബ്രാഞ്ച്. റെക്കോർഡ് ചെയ്യൂ, കസ്റ്റമറിന് അലവൻസ് കൊടുക്കുന്ന റെക്കോർഡ് ചെയ്യൂ, ഇല്ല. കാരണം ഇവിടെ ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ ആരൊക്കെ തമ്മിലുള്ള ട്രാൻസാക്ഷൻ മെത്തേഡ് റെക്കോർഡ് ചെയ്യത്തുള്ളൂ, ഡെപ്റ്റേഴ്സ് മെത്തേഡിൽ ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ ഹെഡ് ഓഫീസ് ആൻഡ് ബ്രാഞ്ച്. അടുത്ത ഡിസ്കൗണ്ട് ടു കസ്റ്റമർ റെക്കോർഡ് ചെയ്യൂ, ഡെപ്റ്റേഴ്സ് മെത്തേഡിൽ. കസ്റ്റമർ ഡിസ്കൗണ്ട് റെക്കോർഡ് ചെയ്യത്തില്ലല്ലോ. ഓക്കെ, ബാഡ് ഡെപ്റ്റ് റെക്കോർഡ് ചെയ്യൂ, ഇല്ല. ഗുഡ്സ് റിട്ടേൺ ബൈ കസ്റ്റമർ റെക്കോർഡ് ചെയ്യൂ, ഇല്ല. സാലറി, റെൻറ്റ്, സൺട്രി എക്സ്പെൻസ്, അപ്പോൾ ഇത്രയും എക്സ്പെൻസ് ബ്രാഞ്ച് വന്നിട്ടില്ലേ, അപ്പോൾ പെറ്റി ക്യാഷ് എക്സ്പെൻസ് ഒഴികെ ബാക്കിയുള്ള എല്ലാ എക്സ്പെൻസും ഹെഡ് ഓഫീസ് ടേക്ക് ഓവർ ചെയ്യൂലേ, അപ്പോൾ ഇതും ആര് ബെയർ ചെയ്യണം, ഹെഡ് ഓഫീസ് ബെയർ ചെയ്യേണ്ടി വരും. ഓക്കെ, ക്യാഷ് റിസീവ്ഡ് ഫ്രം സൺട്രി ഡെപ്റ്റേഴ്സ്, സൺട്രി ഡെപ്റ്റേഴ്സിന് കയ്യിൽ നിന്ന് കാശ് കിട്ടി, ആ കിട്ടിയ ക്യാഷ് ആർക്ക് കൊടുക്കണം, ഹെഡ് ഓഫീസിന് കൊടുക്കണം. അതുപോലെ ക്യാഷ് സെയിൽ നടത്തിയപ്പോഴും കിട്ടി, ആ ക്യാഷ് സെയിലിന് എമൗണ്ടും കൈ കിട്ടിയ ഉടനെ ആർക്ക് അയച്ചു കൊടുക്കണം, ഹെഡ് ഓഫീസിന് ബ്രാഞ്ച് അയച്ചു കൊടുക്കണം. ഇനി കുറേ ക്ലോസിംഗ് ഉണ്ട്, സ്റ്റോക്കിൻ്റെ ക്ലോസിംഗ് ഉണ്ട്, ഡെപ്റ്റേഴ്സിൻ്റെ ക്ലോസിംഗ് ഉണ്ട്, പെറ്റി ക്യാഷിൻ്റെ ക്ലോസിംഗ് ഉണ്ട്. ഓക്കെ അല്ലേ, അപ്പോൾ എല്ലാത്തിൻ്റെയും ഉണ്ട്. അപ്പം ഹെഡ് ഓഫീസ് തീരുമാനിക്കുവാണ്, എന്ത് തീരുമാനിച്ചു, എനിക്ക് ഇവരുടെ പ്രോഫിറ്റ് ആൻഡ് ഈ ഡൽഹി ബ്രാഞ്ചിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അറിഞ്ഞാൽ മതി. എൻ്റെ അടുത്താണ് പറഞ്ഞത്, ഞാനാണ് അവരുടെ അക്കൗണ്ടെന്ന് വിചാരിക്കും, എൻ്റെ അടുത്ത് പറയാം പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ് കണ്ടുപിടിച്ചാൽ മതി, ഫിനാൻഷ്യൽ പൊസിഷനും അറിഞ്ഞാൽ മതി, വേറെ ഒന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, യൂഷ്വലി എന്ത് ചെയ്യൂടാ, ഞാൻ എന്ത് ചെയ്യും, ഡെപ്റ്റേഴ്സ് മെത്തേഡ് പ്രിപ്പയർ ചെയ്യും. ഡെപ്റ്റേഴ്സ് മെത്തേഡ് പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. ഓക്കെ അല്ലേ, ഡെപ്റ്റേഴ്സ് മെത്തേഡ് പ്രിപ്പയർ ചെയ്യുന്നു. ഓക്കെ, ആരുടെ, ഡൽഹി ബ്രാഞ്ച്, ഡേറ്റ് പർട്ടിക്കുലർ എമൗണ്ട്. ഓക്കെ അല്ലേ, ഇനി ഓരോന്ന് വായിക്കുന്നു, പോസ്റ്റ് ചെയ്യുന്നു. ഓക്കെ അല്ലേ, ഓരോ ക്വസ്റ്റ്യനും വായിക്കാം, നമുക്ക് അതെവിടെ കൊണ്ട് ഡെബിറ്റ് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്യുക. ഓക്കെ, ശ്രദ്ധിക്കുക. ഓക്കെ, ഞാൻ ഈ ക്വസ്റ്റ്യൻ ഡെപ്റ്റേഴ്സ് മുതലാണ് ചെയ്യണത്. ഫസ്റ്റ് ഡെപ്റ്റേഴ്സ് മുതൽ വെച്ചാൽ എന്താണ്, അതിനകത്ത് അസറ്റും കാണും, ലയബിലിറ്റിയും കാണും, ഇൻകവും കാണും, എക്സ്പെൻസും കാണും. ഓക്കെ അല്ലേ, അസറ്റിൻ്റെ ഓപ്പണിംഗ് നമ്മൾ എന്ത് ചെയ്യും, ഡെബിറ്റ് ചെയ്യും. അസറ്റിൻ്റെ ക്ലോസിംഗ് നമ്മൾ എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും. ലയബിലിറ്റിയുടെ ഓപ്പണിംഗ് നമ്മൾ എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും. ലയബിലിറ്റിയുടെ ക്ലോസിംഗ് നമ്മൾ എന്ത് ചെയ്യും, ഡെബിറ്റ് ചെയ്യും. ഇനി ഹെഡ് ഓഫീസ് ബ്രാഞ്ചിന് അയക്കുന്നതെല്ലാം ഡെബിറ്റ് ചെയ്യും, ബ്രാഞ്ച് ഹെഡ് ഓഫീസിന് അയക്കുന്നതൊക്കെ എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ അല്ലേ. ഓക്കെ, ഇവിടെ നോക്കുക, ഫസ്റ്റ് ബാലൻസ് ആസ് ഓൺ 1/1/2021. ഓക്കെ അല്ലേ, സ്റ്റോക്ക് ഉണ്ട്, സ്റ്റോക്കിൻ്റെ ഓപ്പണിംഗ്, സ്റ്റോക്ക് അസറ്റ് അല്ലേ, അപ്പോൾ അസറ്റിൻ്റെ ഓപ്പണിംഗ് നമ്മൾ എന്ത് ചെയ്യും, ഡെബിറ്റ് ചെയ്യും. ഇല്ലടാ, കണ്ട ഓപ്പണിംഗ് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റോക്ക് 7,000 rupees ഡെബിറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഇന്നർ എഴുതണമെന്നില്ല, ഔട്ടർ എഴുതാനും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഡെപ്റ്റർ അസറ്റ് അല്ലേ, അസറ്റിൻ്റെ ഓപ്പണിംഗ് നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, ഡെപ്റ്റേഴ്സ് ഡെബിറ്റ് ചെയ്യുന്നു. പിന്നെ പെറ്റി ക്യാഷ് നമുക്ക് അസറ്റ് അല്ലേ, അപ്പോൾ അതിൻ്റെ ഓപ്പണിംഗ് നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. പെറ്റി ക്യാഷ് ഡെബിറ്റ് ചെയ്യുന്നു. അപ്പോൾ ടോട്ടൽ എത്രടാ, 19,800. ഓക്കെ, ഇനി ഗുഡ്സ് സെൻഡ് ഫ്രം ഹെഡ് ഓഫീസിൽ നിന്ന് ഗുഡ്സ് കിട്ടി, അപ്പോൾ ഹെഡ് ഓഫീസ് ഗുഡ്സ് അയച്ചു. ഗുഡ്സ് സെൻഡ് ടു ഹെഡ് ഓഫീസ് ടു ബ്രാഞ്ച്. അപ്പോൾ ഹെഡ് ഓഫീസ് ബ്രാഞ്ചിന് അയക്കുന്നതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഡെബിറ്റ് ചെയ്യും. അപ്പോൾ നമ്മളെന്തോ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് എഴുതിയിട്ട് 26,000. ഓക്കെ അല്ലേ, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് എഴുതുക, 26,000. ദെൻ ഓരോ ട്രാൻസാക്ഷനും വായിക്കുക, ആലോചിക്കുക, ഇത് ബ്രാഞ്ചും ഹെഡ് ഓഫീസ് നമ്മുടെ ട്രാൻസാക്ഷൻ ആണോ നോക്കുക, ആണെങ്കിൽ മാത്രം റെക്കോർഡ് ചെയ്യുക, ഇല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യാതിരിക്കുക. ഓക്കെ അല്ലേ, അപ്പോൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണോ ക്രെഡിറ്റ് ചെയ്യണോ, അങ്ങനെ കൺഫ്യൂഷൻ വരാതിരിക്കാൻ ഞാൻ പറഞ്ഞത്, ഹെഡ് ഓഫീസ് ബ്രാഞ്ചിന് അയക്കുവാണെങ്കിൽ ഡെബിറ്റ് ചെയ്യുക, ബ്രാഞ്ച് ഹെഡ് ഓഫീസിന് അയക്കുകയാണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഗുഡ്സ് റിട്ടേൺ ടു ഹെഡ് ഓഫീസ്, കുറച്ച് ഗുഡ്സ് റിട്ടേൺ ചെയ്തു,
ഹെഡ് ഓഫീസിന് കുറച്ച് ഗുഡ്സ് റിട്ടേൺ ചെയ്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യൂടാ, കുറച്ച് ഗുഡ്സ് ബ്രാഞ്ച് തിരിച്ചയക്കുമല്ലേ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും. കണ്ട, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എത്രയാണ്, ഗുഡ്സ് റിട്ടേൺ ടു ബ്രാഞ്ച്, എത്ര 1000, ഗുഡ്സ് റിട്ടേൺ ടു ബ്രാഞ്ച് 1000. ഓക്കെ, ഗുഡ്സ് റിട്ടേൺ ടു ബ്രാഞ്ച് 1000. ഓക്കെ, ഇനി അടുത്ത ക്യാഷ് സെയിൽ എത്രടാ, 17,500 രൂപ ക്യാഷ് സെയിൽ കിട്ടി. അപ്പോൾ കാശ് കിട്ടിയ എമൗണ്ട് തരാനുള്ള എമൗണ്ട് അല്ലേ, ക്യാഷ് കിട്ടിയ എമൗണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. ക്യാഷ് സെയിൽ എന്ന് പറഞ്ഞൊരു 10,000 രൂപ തരും, ക്യാഷ് സെയിൽ എന്ന് പറഞ്ഞൊരു 10,000 തരും. എന്നിട്ട് ക്യാഷ് റെമിറ്റൻസ് എന്ന് പറഞ്ഞൊരു 50,000 തരും. ആ 50,000-നകത്ത് ഈ 10,000 ഓൾറെഡി ഇൻക്ലൂഡ് ആയിരിക്കും. അപ്പോൾ 50 എഴുതിയാൽ മതി. ഇവിടെ ക്യാഷ് സെയിൽ 17,500 രൂപ ഉണ്ട്. ഓക്കെ അല്ലേ, അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ക്യാഷ് സെയിൽ നടത്തി കാശ് കിട്ടി. ആ കിട്ടിയ കാശ് എനിക്ക് തരാനുള്ള എമൗണ്ട് അല്ലേ, തരാനുള്ള ക്യാഷ് റെമിറ്റൻസ് ഒന്നും കിടപ്പില്ല. അപ്പോൾ കിട്ടിയ എമൗണ്ട് എനിക്ക് തരണം. ഓക്കെ, അപ്പം എന്ത് ചെയ്യണം, ബ്രാഞ്ച് ഹെഡ് ഓഫീസിന് കൊടുക്കുമല്ലേ, അപ്പോൾ ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, ക്യാഷ് തരണ്ടേ, ബാങ്ക് ക്യാഷ് സെയിൽ 17,500. കണ്ട, ബ്രാഞ്ച് ക്യാഷ് സെയിൽ നടത്തി ക്യാഷ് കിട്ടി. ആ കിട്ടിയ കാശ് ഹെഡ് ഓഫീസിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യും. ഇതാണ് ബാങ്ക് ഇട്ടേക്കണത്. ബാങ്ക് അത് കിട്ടിയത് ക്യാഷ് സെയിൽ വഴിയാണ് 17,500. ഓക്കെ അല്ലേ, അവിടെ ഇരിക്കട്ടെ. ഓക്കെ, അടുത്ത ക്രെഡിറ്റ് സെയിൽ നടത്തി. ബ്രാഞ്ചിൻ്റെ കസ്റ്റമേഴ്സിന് ക്രെഡിറ്റിന് സാധനം വിറ്റ്. ഇത് ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ ഹെഡ് ഓഫീസ് ആൻഡ് ബ്രാഞ്ച് അല്ലല്ലോ, അപ്പോൾ ഇവിടെ റെക്കോർഡ് ചെയ്യൂല, ഇവിടെ റെക്കോർഡ് ചെയ്യത്തില്ല. ഓക്കെ അല്ലേ, 28,400 വിറ്റു. ഓക്കെ, അത് ഹെഡ് ഓഫീസും ബ്രാഞ്ചും നമ്മൾ ട്രാൻസാക്ഷൻ അല്ല. ഓക്കെ, ആ വിറ്റ എമൗണ്ടിൽ നിന്ന് കാശ് കിട്ടുവാണെങ്കിൽ റെക്കോർഡ് ചെയ്യും. ഓക്കെ, അലവൻസ് ടു കസ്റ്റമേഴ്സിന് അലവൻസ് കൊടുത്ത് റെക്കോർഡ് ചെയ്യൂ. ബ്രാഞ്ചും ഹെഡ് ഓഫീസും ട്രാൻസാക്ഷൻ അല്ലല്ലോ, റെക്കോർഡ് ചെയ്യൂല. ഡിസ്കൗണ്ട് ടു കസ്റ്റമർ ഡിസ്കൗണ്ട് കൊടുത്ത് റെക്കോർഡ് ചെയ്യൂ, ഇല്ല. ബാഡ് ഡെപ്റ്റ് വന്ന് റെക്കോർഡ് ചെയ്യൂ, ഇല്ല. ഗുഡ്സ് റിട്ടേൺ ബൈ കസ്റ്റമർ കുറച്ച് റിട്ടേൺ ചെയ്ത്, കസ്റ്റമറും ബ്രാഞ്ചും തമ്മിലുള്ള ട്രാൻസാക്ഷൻ അല്ലേ, റെക്കോർഡ് ചെയ്യത്തില്ല. അടുത്ത സാലറി, റെൻറ്റ്, സൺട്രി എക്സ്പെൻസ്. ഇത് 3 എക്സ്പെൻസും ഉണ്ടായി. ആ 3 എക്സ്പെൻസും ബെയർ ചെയ്യണ്ടേ. പെറ്റി ക്യാഷ് എക്സ്പെൻസ് ഒഴികെ ബാക്കിയുള്ള എല്ലാ എക്സ്പെൻസും ബെയർ ചെയ്യുന്നില്ലേ പറഞ്ഞേക്കുന്നത്. അപ്പം സോ ഓക്കെ അല്ലേ, അപ്പോൾ ആ എക്സ്പെൻസ് ബെയർ ചെയ്യാൻ വേണ്ടി ഹെഡ് ഓഫീസ് ബ്രാഞ്ചിന് കാശ് കൊടുക്കണം. അപ്പോൾ ഹെഡ് ഓഫീസ് ബ്രാഞ്ചിന് കൊടുക്കുന്നതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഡെബിറ്റ് ചെയ്യും. ടു ബാങ്ക് എന്ന് എഴുതി ആ ടോട്ടൽ എമൗണ്ട് എഴുതാം, അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാം. സാലറി ആൻഡ് വേസിന് 6,200 രൂപ കൊടുത്തു. റെൻ്റ് ആൻഡ് ടാക്സിന് 1,200 രൂപ കൊടുത്തു. സൺട്രി എക്സ്പെൻസിന് 800 രൂപ കൊടുത്തു. ടോട്ടൽ എത്രയാണ്, 8,200 രൂപ കൊടുത്തു. 8,200 രൂപ കൊടുത്തു. ആർക്ക്, ബ്രാഞ്ചിന്. ആര്, ഹെഡ് ഓഫീസ്. ഓക്കെ, ക്ലിയർ. അടുത്തെന്താ, ക്യാഷ് റിസീവ്ഡ് ഫ്രം സൺട്രി ഡെപ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടി. 28,500 രൂപ കിട്ടി, ബ്രാഞ്ചിന് കിട്ടി. ആ കിട്ടിയ എമൗണ്ട് ഹെഡ് ഓഫീസിൻ്റെ ബാങ്ക് അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യണ്ടേ. ഓൾറെഡി ക്യാഷ് സെയിൽ നടത്തി എത്ര കിട്ടി, ഒരു 17,500 കിട്ടി. അത് ബാങ്ക് അക്കൗണ്ടിൽ അയച്ചു. ഇപ്പം ഡെപ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കാശ് കിട്ടി, 28,500 രൂപ കിട്ടി. ടോട്ടൽ എത്ര കിട്ടി, 46,000 കിട്ടിയില്ലേ. അപ്പോൾ ബ്രാഞ്ച് ഹെഡ് ഓഫീസിന് അയക്കുന്നതല്ലേ. അപ്പോൾ ബ്രാഞ്ച് ഹെഡ് ഓഫീസിന് അയക്കുന്നതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ ടോട്ടൽ 46,000 രൂപ ബ്രാഞ്ച് ഹെഡ് ഓഫീസിന് അയച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത ക്ലോസിംഗ് അല്ലേ, അസറ്റിൻ്റെ ക്ലോസിംഗ് അല്ലേ. അസറ്റിൻ്റെ ഓപ്പണിംഗ് നമ്മൾ എന്ത് ചെയ്യും, ഡെബിറ്റ് ചെയ്യും. അസറ്റിൻ്റെ ക്ലോസിംഗ് എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഓപ്പണിംഗ് ഉള്ള എല്ലാ അസറ്റിനെയും ക്ലോസിംഗ് ഉണ്ട്. സോ അത് പ്രത്യേകം കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നോക്കിയോ, സ്റ്റോക്ക് അല്ലേ, സ്റ്റോക്കിൻ്റെ ക്ലോസിംഗ് എത്രയാണ്, 6,500. ഡെപ്റ്ററിൻ്റെ ക്ലോസിംഗ് 9,800. പെറ്റി ക്യാഷ് 100 രൂപ. ഓക്കെ അല്ലേ, ക്ലോസിംഗ് നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ടോട്ടൽ 16,400 ആണ്. അപ്പോൾ എല്ലാം നമ്മൾ എഴുതി. ഇനി നമ്മൾ ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ എന്താണ്, പ്രോഫിറ്റ് ആണ്. ഡെബിറ്റ് സൈഡാണ് കൂടുതൽ എന്താണ്, ലോസ് ആണ്. ഓക്കെ അല്ലേ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഈ ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റേഴ്സ് മുതൽ ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, ക്രെഡിറ്റ് ബാലൻസ് ആണ്. ക്രെഡിറ്റ് ആണ് കൂടുതൽ, 63,400 ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ 63,400 നിന്ന് ഇത്രയും എക്സ്പെൻസ്, അതായത് എന്താണ്, ഈ ഇത്രയും എക്സ്പെൻസ് ആഡ് ചെയ്തിട്ട് ഈ 63,400 ലെസ്സിയും എത്ര കിട്ടും, 9,400 അല്ലേ, പ്രോഫിറ്റ് കിട്ടും. ഓക്കെ അല്ലേ, നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ക്ലിയർ, 9,400 റുപ്പീസ് നമുക്ക് എന്ത് കിട്ടും, പ്രോഫിറ്റ് കിട്ടും. ഞാൻ പറഞ്ഞില്ലേ, ക്ലിയർ അല്ലേ. അതായത് ട്രേഡിംഗ് ആൻഡ് പി ആൻഡ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഒരുമിച്ചുള്ള ഒരു അക്കൗണ്ട്, ഒരു അവിയിൽ പരുവത്തിൽ. ഇവിടെ ഫിനാൻഷ്യൽ പൊസിഷനും നമുക്കറിയാൻ പറ്റും, പ്രോഫിറ്റും നമുക്കറിയാൻ പറ്റും. ക്ലിയർ.
ഓക്കെ, നമുക്കിനി ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ഫെമിലിയർ ആയ ഫൈനൽ അക്കൗണ്ട്സ് വേണ്ടി ചെയ്ത് നോക്കിയാലോ. സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സിലോട്ട് ഞാൻ വരാം, അതിന് ഫൈനൽ അക്കൗണ്ട്സ് വേണ്ടി ചെയ്ത് നോക്കിയാലോ. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പം ഞാൻ എന്താ പറയുക, എൻ്റെ അടുത്ത് പറഞ്ഞത് പ്രോഫിറ്റ് ആണോ ലോസ് ആണെന്ന് അറിഞ്ഞാൽ മതി, പിന്നെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിഞ്ഞാൽ മതി. അപ്പം ഞാൻ ഒരാൾ എപ്പോഴും എളുപ്പവഴി ചൂസ് ചെയ്യത്തുള്ളൂ. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഡെപ്റ്റേഴ്സ് മുതൽ എടുക്കും. ഓക്കെ അല്ലേ? അപ്പോൾ പിന്നെ പറയാണ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് ഫുൾ എനിക്കറിയണം. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഫൈനൽ അക്കൗണ്ട്സ് മുതൽ പ്രിപ്പയർ ചെയ്തേ പറ്റൂ. ഓക്കെ അല്ലേ? ഫൈനൽ അക്കൗണ്ട്സ് മുതൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇതേ പ്രോഫിറ്റ് കിട്ടുമെന്ന് നോക്കാം. ട്രേഡിംഗ് ആൻഡ് പി ആൻഡ് അക്കൗണ്ട് വരച്ച് ഇതേ പ്രോഫിറ്റ് കിട്ടുമെന്ന് നോക്കാം. ഓക്കെ അല്ലേ? ട്രേഡിംഗ് ആൻഡ് പി ആൻഡ് അക്കൗണ്ട് പ്രത്യേകിച്ചൊരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല, എല്ലാവരും പണ്ടോട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ഇതേ ക്വസ്റ്റ്യൻ, ഈ സെയിം ക്വസ്റ്റ്യൻ ട്രേഡിംഗ് ആൻഡ് പി ആൻഡ് അക്കൗണ്ട് ഞാൻ ചെയ്യാൻ പോവാണ്. ഓക്കെ അല്ലേ? ഇവിടെ സെക്കൻഡ് പറഞ്ഞേക്കുന്നവർ സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് വല്ല ചെയ്യാൻ പറഞ്ഞേക്കണത്. ഞാനിപ്പോൾ എന്ത് ചെയ്യാൻ പോവാണ്, ഫൈനൽ അക്കൗണ്ട്സ് വന്നിട്ട് ചെയ്യാൻ പോവാണ്. നോക്കിയോ? ഓക്കെ, ക്ലിയർ? നോക്കിയോ, ഈ ക്വസ്റ്റ്യൻ നോക്കിയോ. ഫൈനൽ അക്കൗണ്ട് ഞാനൊരു ട്രേഡിംഗ് ആൻഡ് പി ആൻഡ് അക്കൗണ്ട് വരയ്ക്കുന്നു. കണ്ട, തേർഡ് മെത്തേഡ് ഫൈനൽ അക്കൗണ്ട്സ് മെത്തേഡ്. കാരണം നമ്മുടെ സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, ഫൈനൽ അക്കൗണ്ട്സ് മെത്തേഡിനകത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പോവുക, ബ്രാഞ്ച് ട്രേഡിംഗ് പി ആൻഡ് അക്കൗണ്ട് വരയ്ക്കാൻ പോവുക. അപ്പോൾ നമുക്ക് ആ പ്രോഫിറ്റിനെ കിട്ടുമോ നോക്കാം. ഫസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സ്റ്റോക്ക് ട്രേഡിംഗ് ആൻഡ് പി എൽ അക്കൗണ്ട് എന്തൊക്കെ ഓർത്താൽ മതി. സ്റ്റോക്ക് എത്ര, 7,000 രൂപയല്ലേ? ഓപ്പണിംഗ് സ്റ്റോക്ക് അല്ലേ? ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ എന്ത് ചെയ്യണം, ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റിൽ പോസ്റ്റ് ചെയ്യും. ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യും, കണ്ടോ, ട്രേഡിംഗ് അക്കൗണ്ട് എവിടെ, ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് 7,000 rupees. ഓക്കെ, ഇനി പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്, ക്വസ്റ്റ്യൻ ഡെപ്റ്ററിൻ്റെ ഓപ്പണിംഗ്, പെറ്റി ക്യാഷിൻ്റെ ഓപ്പണിംഗ്, അതൊക്കെ വേറെ ഐറ്റം അല്ലേ. അവിടെ നമുക്ക് ട്രേഡിംഗ് ആൻഡ് പി ആൻഡ് അക്കൗണ്ട് പോകേണ്ട ഐറ്റം അല്ലോ. അടുത്ത ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. ഗുഡ്സ് ഞാൻ ബ്രാഞ്ചിൽ ഗുഡ്സ് അയച്ചു കൊടുത്തു, 26,000 ഗുഡ്സ് അയച്ചു കൊടുത്തു. അതിൽ 1,000 രൂപയുടെ ഗുഡ്സ് തിരിച്ചു വന്നു. അതും പർച്ചേസൊക്കെ പോലെ പർച്ചേസ് നമ്മൾ അയച്ചു കൊടുത്തു. ഓക്കെ, അപ്പോൾ 26,000 ഗുഡ്സ് നമ്മൾ അയച്ചു കൊടുത്തു, അതിൽ 1,000 രൂപ ഗുഡ്സ് തിരിച്ചു വന്നു. അപ്പോൾ നമുക്ക് നോക്കിയേ, അപ്പോൾ നെറ്റ് എഫക്റ്റ് എത്രയാടാ, ഗുഡ്സ് സെൻഡ് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന പർച്ചേസ് റിട്ടേൺ കുറയ്ക്കൂലേ, അതുപോലെ തന്നെ 26,000 ഗുഡ്സ് അയച്ചു കൊടുത്തു, അതിൽ 1,000 രൂപയുടെ ഗുഡ്സിന് തിരിച്ചയച്ചു. അപ്പോൾ എത്രയാണ് നെറ്റ് എഫക്റ്റ്, എത്രയാണ് 25,000 രൂപയുടെ ഗുഡ്സ് സെൻഡ് ചെയ്തിട്ടുണ്ട്. 25,000 രൂപ ഗുഡ്സും. ഓക്കെ അല്ലേ? ആലോചിച്ച് നോക്ക്, ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, ഡയറക്റ്റ് എക്സ്പെൻസസ്, ക്രെഡിറ്റിൽ എന്താണ്, സെയിൽസ്, ക്ലോസിംഗ് സ്റ്റോക്ക്, അത് തന്നെ പരിപാടി. ഓക്കെ, ക്ലിയർ? അടുത്തത് ശ്രദ്ധിക്കുക. പിന്നെ ക്യാഷ് സെയിലും ഉണ്ട്, ക്രെഡിറ്റ് സെയിലും ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ സെയിലല്ലേ, സെയിൽ നമ്മൾ എന്ത് ചെയ്യും, സെയിൽ ക്രെഡിറ്റ് ചെയ്യും. കണ്ട, സെയിൽസ് ക്യാഷ് സെയിൽ എത്രയാണ്, 17,500. ക്രെഡിറ്റ് സെയിൽ എത്രയാണ്, 28,400. 28,400. അത് റിട്ടേൺ ഉണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. സെയിൽസ് ക്യാഷ് സെയിൽ 17,500. ക്രെഡിറ്റ് സെയിൽ എത്രയാണ്, 28,400 ഉണ്ട്. പിന്നെ അലവൻസ് ടു കസ്റ്റമേഴ്സിന് അലവൻസ് കൊടുത്തു. നമുക്ക് എക്സ്പെൻസ് അല്ലേ, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് അല്ലേ. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് അവിടെ വരുന്നത് പി ആൻഡ് അക്കൗണ്ട്. ഓക്കെ അല്ലേ? ഏതാടാ, ഇത് രണ്ടും എഴുതണം കേട്ടോ. അലവൻസ് ടു കസ്റ്റമർ 200ഉം ഡിസ്കൗണ്ട് ടു കസ്റ്റമർ ഡിസ്കൗണ്ടും കൊടുത്തു. ഡിസ്കൗണ്ടും നമുക്ക് എക്സ്പെൻസ് അല്ലേ, നമ്മൾ എന്ത് ചെയ്യും, പി ആൻഡ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും. 200ഉം 1,400 പി ആൻഡ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും. നമുക്ക് നോക്കാം. ഓക്കെ, നോക്കിയോ, കണ്ട, എവിടെ അലവൻസ് ടു കസ്റ്റമർ 200 രൂപ കൊടുത്തു, ഡിസ്കൗണ്ട് ഒരു 1,400 രൂപ കൊടുത്തു. ഓക്കെ അല്ലേ? പി ആൻഡ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു. ഓക്കെ, ക്ലിയർ? ഇനി അടുത്ത് എന്ത് വെച്ചാൽ ബാഡ് ഡെപ്റ്റ്. നമുക്കറിയാമല്ലോ, ബാഡ് ഡെപ്റ്റും നമുക്ക് എന്താണ്, എക്സ്പെൻസ് അല്ലേ. ബാഡ് ഡെപ്റ്റും നമുക്ക് എന്താണ്, നമ്മുടെ ലോസ് അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യും, പി ആൻഡ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും. എത്ര, 600 രൂപയല്ലേ. ബാഡ് ഡെപ്റ്റ് 600 രൂപയല്ലേ. കണ്ടോ എവിടെ, ബാഡ് ഡെപ്റ്റ് 600 രൂപ. ഓക്കെ അല്ലേ? ഇനി എടാ ഓരോന്ന് വായിക്കുക, പെറുക്കി നമ്മൾ ആ ഓർഡറിൽ തന്നെ പോകും, അപ്പോൾ ഒന്നും മിസ്സാവില്ല. ഗുഡ്സ് റിട്ടേൺഡ് ബൈ കസ്റ്റമർ. അപ്പോൾ കസ്റ്റമർ കടത്തിന് വിറ്റതാണ്, ഒരു 500 രൂപ സാധനം തിരിച്ചയച്ചു. കസ്റ്റമർ ഗുഡ്സ് തിരിച്ചയച്ചു. ഓക്കെ അല്ലേ? അപ്പോൾ എന്ത് സംഭവിക്കും, സെയിൽസ് റിട്ടേൺ അല്ലേ. സെയിൽസ് റിട്ടേൺ എന്ത് ചെയ്താൽ മതി, കണ്ട,
28,500 രൂപയ്ക്ക് ഞാൻ കടത്തിന് വിറ്റതാണ്, 28,400 കടത്തിന് വിറ്റതാണ്. അതിൽ 500 രൂപയുടെ ഗുഡ്സ് തിരിച്ചയച്ചു. അപ്പോൾ ടോട്ടൽ എൻ്റെ ക്രെഡിറ്റ് സെയിൽ 27,900 ആണ്. അപ്പോൾ ടോട്ടൽ സെയിൽ എന്ന് പറയുന്നത് 45,400 ഓക്കെ അല്ലേ? 17,500 ക്യാഷ് സെയിൽ, 28,400 ക്രെഡിറ്റ് സെയിൽ. അതിൽ കസ്റ്റമർ തിരിച്ചയച്ചു. അപ്പോൾ എൻ്റെ ക്രെഡിറ്റ് സെയിൽ കുറയും. 500 തിരിച്ച് ബാക്കി 27,900 ഉള്ളൂ. അപ്പോൾ ടോട്ടൽ സെയിൽ എത്രയാണ്? 45,400 ടോട്ടൽ സെയിൽ. ഓക്കെ, ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? സാലറി അല്ലേ? സാലറി, റെൻറ്റ്, സൺട്രി എക്സ്പെൻസ്, ഇത് 3 എക്സ്പെൻസ് അല്ലേ? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് അല്ലേ? അപ്പോൾ എവിടെ പോസ്റ്റ് ചെയ്യും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യും. സാലറി, റെൻറ്റ്, സൺട്രി എക്സ്പെൻസ് നമുക്കറിയാം. ഓക്കെ, കണ്ടോ? സാലറി, റെൻറ്റ്, സൺട്രി എക്സ്പെൻസ്. ഓർഡർ തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, കറക്റ്റ് സ്ഥലത്ത് പോസ്റ്റ് ചെയ്താൽ മതി. ഡെബിറ്റ് പോസ്റ്റ് പി ആൻഡ് അക്കൗണ്ടിൽ പോസ്റ്റ് പി ആൻഡ് അക്കൗണ്ടിൽ എഴുതുക. ഡെബിറ്റ് സൈഡിലാണെങ്കിൽ ഡെബിറ്റ് സൈഡിൽ തന്നെ എഴുതുക. അതൊന്നും കുഴപ്പമില്ല. ഓക്കെ, ഇനി ക്യാഷ് റിസീവ് ഓൺ ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സിന് ക്യാഷ് കിട്ടി, അത് പി ആൻഡ് ഐറ്റം അല്ലല്ലോ. പിന്നെ സ്റ്റോക്കിൻ്റെ ക്ലോസിങ്, ലൈക്ക് ക്ലോസിങ് സ്റ്റോക്ക് അല്ലേ? എത്ര? 6,500 ക്ലോസിങ് സ്റ്റോക്ക് അല്ലേ? ക്ലോസ് സ്റ്റോക്ക് നമ്മൾ എന്ത് ചെയ്യും? ക്ലോസിങ് സ്റ്റോക്ക് നമ്മൾ എന്ത് ചെയ്യും? ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റിൽ പോസ്റ്റ് ചെയ്യണ്ടേ? കണ്ടോ? ക്ലോസിങ് സ്റ്റോക്ക് 6,500. ബാക്കി നമ്മൾ എന്തുവാ? ഡെപ്റ്റേഴ്സിൻ്റെ ക്ലോസിങ്ങും പെറ്റി ക്യാഷിൻ്റെ ക്ലോസിങ്, അതൊക്കെ അസറ്റിൽ പോകേണ്ട ഐറ്റം അല്ലേ? റെക്കോർഡ് ചെയ്യേണ്ട. പിന്നൊരു കാര്യം, നമ്മൾ വിട്ടുപോകുന്നൊരു കാര്യമുണ്ട്, എല്ലാവരും തെറ്റിക്കുന്ന ഏരിയ ഞാൻ പറഞ്ഞുതരാം. പെറ്റി ക്യാഷിൻ്റെ ഓപ്പണിംഗ് 200 പെറ്റി ക്യാഷും അസറ്റല്ലേ, അതിൻ്റെ ഓപ്പണിംഗ് 200 പെറ്റി ക്യാഷിൻ്റെ ക്ലോസിങ് 100 മാറി. ആണെന്ന് തോന്നുന്നു. പെറ്റി ക്യാഷ് 200 ക്ലോസിങ് ആയപ്പോൾ 100 മാറിയെങ്കിൽ ഒരു 100 രൂപ പെറ്റി ക്യാഷ് എക്സ്പെൻസ് ആയില്ലേ? 100 രൂപ പെറ്റി ക്യാഷ് എക്സ്പെൻസ് ആയില്ലേ? 100 രൂപ. അത് എക്സ്പെൻസ് അല്ലേ? എടാ, 200 രൂപ പെറ്റി ക്യാഷിൻ്റെ ഓപ്പണിംഗ് ഉണ്ടായിരുന്നു. ക്ലോസിങ് ആയ പെറ്റി ക്യാഷ് എക്സ്പെൻസ് 100 മാറി. അപ്പോൾ 100 രൂപ എക്സ്പെൻസ് ആയിട്ട് മാറി. അപ്പോൾ ആ 100 രൂപ എക്സ്പെൻസ് നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പെൻസ് അല്ലേ? ഇപ്പോൾ പെറ്റി ക്യാഷ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ പോസ്റ്റ് ചെയ്യണം. ഫൈനൽ അക്കൗണ്ടിൽ, ട്രേഡിംഗ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യണം. പി ആൻഡ് അക്കൗണ്ടിൽ എന്ത്? പെറ്റി ക്യാഷ് എക്സ്പെൻസ് എന്ന് പറഞ്ഞുകൊണ്ട് 100 രൂപ പോസ്റ്റ് ചെയ്യുക. മറന്നു പോകരുത്. ഓക്കെ അല്ലേ? ക്ലിയർ? ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇത് ബാലൻസ് ചെയ്യാം. ഇനി നമുക്കിതെല്ലാം ബാലൻസ് ചെയ്യാം. ഒരു ട്രേഡിംഗ് ആൻഡ് പി ആൻഡ് അക്കൗണ്ട് എങ്ങനെയാണ് ക്ലോസ് ചെയ്യുന്നത് അറിയാലോ? ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ എന്ത്? ഗ്രോസ് പ്രോഫിറ്റ് 19,900 ഗ്രോസ് പ്രോഫിറ്റ്. ഓക്കെ അല്ലേ? അത് നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങോട്ട് ബ്രോഡ് ഓൺ ചെയ്യും. ഈ 19,900 നിന്ന് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എല്ലാം കൂടി കൂട്ടി കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 9,400 തന്നെ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് പ്രോഫിറ്റ് കിട്ടും. ഈ ഡെപ്റ്റേഴ്സ് മെത്തേഡ് ചെയ്തപ്പോഴും നമുക്ക് എന്ത് കിട്ടിയത്? 9,400 എന്നല്ലേ കിട്ടിയത്. ഏത് മെത്തേഡ് ചെയ്യുമ്പോഴും ആ പ്രോഫിറ്റിന് കിട്ടും. പക്ഷെ ചെയ്ത രീതി വ്യത്യാസം ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഫൈനൽ അക്കൗണ്ട്സ് മെത്തേഡ് അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ചോദ്യം വരും. ഫൈനൽ അക്കൗണ്ട്സ് ഞങ്ങൾ പണ്ടോട്ടെ പഠിക്കുന്നതല്ലേ, അപ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഇഷ്ടമുള്ള മെത്തേഡ് ചൂസ് ചെയ്യാവുന്നു ക്വസ്റ്റ്യൻ പറയും. ഓക്കെ അല്ലേ? അത്ര സില്ലി ആയിട്ടൊന്നും ക്വസ്റ്റ്യൻ തരൂല. ഡെപ്റ്റേഴ്സ് മെത്തേഡ് അല്ലെങ്കിൽ സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് മെത്തേഡാണ് ചാൻസ് കൂടുതൽ. 15 മാർക്കാണെങ്കിൽ സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് മെത്തേഡ് ഉറപ്പിച്ചാൽ മതി. കാരണം കുറേ അക്കൗണ്ട്സ് വരയ്ക്കേണ്ടി വരും. അപ്പോൾ 15 മാർക്കാണെങ്കിൽ സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് മെത്തേഡ് ആയിരിക്കും മിക്കവാറും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇഷ്ടമുള്ള മെത്തേഡ് ചൂസ് ചെയ്യാൻ പറ്റൂല. പ്രിപ്പയർ ബ്രാഞ്ച് അക്കൗണ്ട് അണ്ടർ ഡെപ്റ്റേഴ്സ് മെത്തേഡ് പറയും, അല്ലെങ്കിൽ സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് മെത്തേഡ് പറയും. ഓക്കെ അല്ലേ? ക്ലിയർ? ഓക്കെ, ഫൈനൽ അക്കൗണ്ട്സ് ആണ് ഭയങ്കര സിമ്പിൾ ആയിരുന്നു അല്ലേ? ഓക്കെ, പ്രതീക്ഷയ്ക്ക് വേണ്ട, ചാൻസ് വളരെ കുറവാണ്. ഇനി നമുക്ക് പുതിയൊരു ടോപ്പിക്, അതായത് ഈ ക്വസ്റ്റ്യൻ സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് മെത്തേഡ് ചെയ്യാം. സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് മെത്തേഡ് നമ്മൾ ചെയ്യാൻ പോവാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, ഭയങ്കര സിമ്പിളാണ്. കുറേ അക്കൗണ്ട് ഉണ്ടെന്നേ ഉള്ളൂ. ആ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യോ ക്രെഡിറ്റ് ചെയ്യോ എന്ന് ആലോചിച്ചാൽ മതി. ഭയങ്കര സിമ്പിളാണ്. നമുക്ക് നോക്കാം. സ്റ്റോക്ക് ക്വസ്റ്റ്യൻ നോക്ക്. ഈ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കണത് ബ്രാഞ്ച് അക്കൗണ്ട് അണ്ടർ ഡെപ്റ്റേഴ്സ് മെത്തേഡ് ചെയ്യാൻ പറഞ്ഞു. നമ്മൾ ചെയ്തു. അവിടെ എക്സാമിന് എല്ലാ മെത്തേഡും വരത്തില്ല കേട്ടോ. ഏലും ഒരു മെത്തേഡ് ചെയ്യാൻ പറയത്തുള്ളൂ. ഇപ്പോൾ പഠിക്കുന്നുണ്ടാണ് എല്ലാ മെത്തേഡ് ചെയ്യാൻ പറഞ്ഞത്. പിന്നെ പറഞ്ഞേക്കുന്ന ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് വരയ്ക്കണം, ഒരു പി ആൻഡ് അക്കൗണ്ട് വരയ്ക്കണം, ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് വരയ്ക്കണം, ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട് വരയ്ക്കണം. അപ്പം അത് വരയ്ക്കുന്നത് ബ്രാഞ്ച് സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് മെത്തേഡ് പ്രകാരം. നമുക്കത് പറയുമ്പോഴേ നമുക്കറിയാമല്ലോ. ബ്രാഞ്ച് സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് മെത്തേഡ് വരയ്ക്കാൻ പറയുമ്പോഴേ ഇത്ര അക്കൗണ്ടൊക്കെ വരച്ചു കൊടുക്കുക. പിന്നെ ബ്രാഞ്ച് ഫൈനൽ അക്കൗണ്ട്സ് വരെ നമ്മൾ ഓൾറെഡി ഇത് കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ ഇനി വരയ്ക്കാനുള്ളത് സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് മെത്തേഡ്. അപ്പോൾ സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് മെത്തേഡിൽ ഏതൊക്കെ അക്കൗണ്ട് വരയ്ക്കണം നിങ്ങൾ കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയാണ് അവർ പറഞ്ഞത്. എന്ത്? ബ്രാഞ്ച് സ്റ്റോക്ക് വരയ്ക്കണം. ഇപ്പോൾ വരയ്ക്കണം. താണ്ടേ
സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് മെത്തേഡ്, ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്. പിന്നെന്താ സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റർ എന്നല്ലേ, അപ്പോൾ ഏത് അക്കൗണ്ടും വരയ്ക്കേണ്ടി വരും? ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് വരയ്ക്കണം. ഓക്കെ അല്ലേ? അറിയാലോ, ഡേറ്റ് പർട്ടിക്കുലർ എമൗണ്ട്, ഡേറ്റ് പർട്ടിക്കുലർ എമൗണ്ട്, അത് വരയ്ക്കാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ഓക്കെ അല്ലേ? സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് മെത്തേഡ് എന്നാണ് മെത്തേഡിൻ്റെ പേര് തന്നെ. അതായത് ഹെഡ് ഓഫീസിന് ഇത്രയും അക്കൗണ്ട് കൊണ്ട് പോരാ, കുറേ അക്കൗണ്ട് വേണം. അതായത് സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ്സ് അറിയണം, ഡെപ്റ്റേഴ്സ് എത്ര ഉണ്ടെന്ന് അറിയണം, പിന്നെ ക്യാഷിൻ്റെ മൂവ്മെൻറ്റ്സ് അറിയണം, പ്രോഫിറ്റ് ആണോ ലോസ് ആണെന്ന് അറിയണം, എക്സ്പെൻസ് എത്രയാണെന്ന് അറിയണം. അപ്പോൾ അതൊക്കെ അറിയണമെങ്കിൽ ആ അക്കൗണ്ട് വരച്ചേ പറ്റൂ. സ്റ്റോക്ക് ആണെങ്കിൽ സ്റ്റോക്ക് അക്കൗണ്ട് വരയ്ക്കണം, ഡെപ്റ്റേഴ്സ് എത്ര എന്ന് പറയും, ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് വരയ്ക്കണം, പ്രോഫിറ്റ് ആണോ ലോസ് ആണെങ്കിൽ പി ആൻഡ് അക്കൗണ്ട് വരയ്ക്കണം, എക്സ്പെൻസ് അറിയണമെങ്കിൽ ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട് വരയ്ക്കണം, ക്യാഷിൻ്റെ മൂവ്മെൻറ്റ്സ് അറിയണമെങ്കിൽ ക്യാഷ് അക്കൗണ്ട് വരയ്ക്കണം. അപ്പോൾ ഏതൊക്കെ അക്കൗണ്ട് വേണോ അതെല്ലാം വരയ്ക്കണം. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് വരച്ചു, ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് വരച്ചു, അതുകൊണ്ട് ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് വരച്ചു. ഓക്കെ അല്ലേ? ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട് വരച്ചു, അവിടെ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. പ്രോഫിറ്റ് അറിയാൻ വേണ്ടി ബ്രാഞ്ച് പി ആൻഡ് അക്കൗണ്ട് വരച്ചു. പിന്നെ മതി. ഇവിടെ ക്യാഷിൻ്റെ വലിയ മൂവ്മെൻറ്റ്സ് ഒന്നുമില്ല, നമുക്ക് നോക്കാം. ഇനി നോക്കുക, ഇനി ക്വസ്റ്റ്യൻ നോക്കുക, ആ മെത്തേഡിൽ പോസ്റ്റ് ചെയ്യുക. അപ്പം നമ്മൾ എന്ത് ചെയ്തേ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മെത്തേഡ് ചൂസ് ചെയ്തു. ആ മെത്തേഡിനകത്ത് ആദ്യം നിങ്ങൾ സ്റ്റോക്ക് അക്കൗണ്ട് വരച്ചിട്ട് സ്റ്റോക്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ട് പിന്നെ ഡെപ്റ്റർ അക്കൗണ്ട്, ആ പരിപാടി നടക്കത്തില്ല. വരയ്ക്കാൻ ഏതൊക്കെയുണ്ടോ അതെല്ലാം വരച്ച് വെക്കുക. ഏതൊക്കെ അക്കൗണ്ട് വരച്ച്? സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ്, സ്റ്റോക്ക് അക്കൗണ്ട്, ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്, പി ആൻഡ് അക്കൗണ്ട്, ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട്, 4 അക്കൗണ്ട് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് പോസ്റ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? ഓരോന്നെടുത്ത് പോസ്റ്റ് ചെയ്യാം. നോക്കിയോ, ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. എടാ, ഈ ക്വസ്റ്റ്യൻ ഞാൻ ഗുഡ്സ് അയച്ചു കൊടുക്കുന്നത് ട്രാൻസ്ഫർ പ്രൈസ് കോസ്റ്റ് തന്നെയാണ്. ഓക്കെ അല്ലേ? എബോ കോസ്റ്റ് ആണെങ്കിൽ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് വന്നേനെ. ഇവിടെ അതില്ല. നമുക്ക് അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ അല്ലേ? ഫസ്റ്റ് ചോദിക്കോ, ഇവിടെ സ്റ്റോക്കിൻ്റെ ഓപ്പണിംഗ് അല്ലേ? സ്റ്റോക്ക് അക്കൗണ്ട് വരച്ചിട്ടുണ്ടല്ലോ, സ്റ്റോക്ക് അസറ്റ് അല്ലേ? അപ്പോൾ അസറ്റിൻ്റെ ഓപ്പണിംഗ് നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. കണ്ട എവിടെ? ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു. സ്റ്റോക്ക് അക്കൗണ്ടിൽ ഡെബിറ്റ്, ബാലൻസ് ബ്രോഡ് ഓൺ സ്റ്റോക്ക് എത്രയാണ്? 7000 രൂപ. ഓക്കെ അല്ലേ? അടുത്ത തുറക്കുന്നേ, അടുത്ത പെറ്റി ക്യാഷ്, ഡെപ്റ്റർ അല്ലേ? അടുത്ത ഡെപ്റ്റേഴ്സ് അല്ലേ? അപ്പോൾ ഡെപ്റ്റർ നമ്മൾ എന്ത് ചെയ്യണം? ഡെപ്റ്ററിൻ്റെ ഓപ്പണിംഗ് നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഡെപ്റ്റർ അസറ്റ് അല്ലേ? അപ്പോൾ ഡെപ്റ്ററിൻ്റെ ഓപ്പണിംഗ് നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? കണ്ടോ, ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് വെച്ചിട്ടുണ്ട്. ഡെപ്റ്ററിൻ്റെ ഓപ്പണിംഗ് എത്രയാണ്? 12,600 ഡെബിറ്റ് ചെയ്തു. ഓക്കെ, എല്ലാത്തിൻ്റെ ഓപ്പണിംഗ് ക്ലോസിംഗ് കൊണ്ട് എഴുതുക. ദെൻ അടുത്ത പെറ്റി ക്യാഷ് 200 അല്ലേ? നമ്മൾ പെറ്റി ക്യാഷ് ഒന്നും വരച്ചിട്ടില്ലല്ലോ, അപ്പം വിട്ടേക്കുക. ഓക്കെ, അടുത്ത ഗുഡ്സ് സെൻഡ് ഫ്രം ഹെഡ് ഓഫീസിൽ നിന്ന് ഗുഡ്സ് വന്നു. ഗുഡ്സ് സ്റ്റോക്ക് കൂടത്തില്ലേ? സ്റ്റോക്ക് കൂടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റോക്കിൻ്റെ ഡെബിറ്റ് ചെയ്യണം. എത്ര സ്റ്റോക്കാണ് വന്നേ? ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എത്ര? ഇത് ഞാനല്ലേ പ്രിപ്പയർ ചെയ്യുന്നത്, അതുകൊണ്ട് എന്ത് ചെയ്യണം? ബ്രാഞ്ചിൽ സ്റ്റോക്ക് എത്തി എന്ന് പറഞ്ഞാൽ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് എഴുതണം. അപ്പം 26,000. ഓക്കെ അല്ലേ? ഇനി പിന്നെന്ത് പറഞ്ഞേക്കുന്നത്? ഗുഡ്സ് റിട്ടേൺ ചെയ്തില്ലേ? നമ്മൾ എന്ത് ചെയ്യുക? യൂഷ്വൽ ചെയ്ത പോലെ തന്നെ ഗുഡ്സ് റിട്ടേൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക. ഗുഡ്സ് സെൻഡ് ടു തിരിച്ച് നമ്മൾ അയക്കുമ്പോൾ 1000 രൂപ ക്രെഡിറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ? ക്ലിയർ? ബ്രാഞ്ച് ചെയ്ത് സ്റ്റോക്ക് കുറഞ്ഞ് നടത്താം. ഓക്കെ, ക്യാഷ് സെയിലും ഉണ്ട്, ക്രെഡിറ്റ് സെയിലും ഉണ്ട്. ഗുഡ്സ് സെയിൽ ചെയ്തു, ക്യാഷിനും വിറ്റു, കടത്തിനും വിറ്റു. അപ്പോൾ എന്ത് സംഭവിക്കും? സ്റ്റോക്ക് കുറയൂലേ? സ്റ്റോക്ക് കുറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ അല്ലേ? സ്റ്റോക്ക് കുറയുന്നു. കണ്ടോ? ഓക്കെ, അക്കൗണ്ട് മാറിപ്പോയി. കണ്ടോ? ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൽ സ്റ്റോക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. സ്റ്റോക്ക് കുറയുമ്പോൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. ഞാൻ വിറ്റു 17,500 വിറ്റു, ക്രെഡിറ്റിന് 28,400 വിറ്റു. ഓക്കെ അല്ലേ? നമുക്ക് ഓൾറെഡി അറിയാം ഒരു 500 സാധനം റിട്ടേൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിൽ നിന്ന് എന്ത് ചെയ്യേണ്ടി വരും? ആ റിട്ടേൺ എമൗണ്ട് കുറയ്ക്കേണ്ടി വരും. ഓക്കെ അല്ലേ? 500 റിട്ടേൺ കസ്റ്റമർ റിട്ടേൺ ചെയ്തിട്ടുണ്ട് നമുക്കറിയാം. അപ്പോൾ അത് നമ്മൾ കുറയ്ക്കേണ്ടി വരും. ഓക്കെ അല്ലേ? ഞാനത് പിന്നെ പറഞ്ഞുതരാം. ഇപ്പം എത്ര രൂപയ്ക്ക് വിറ്റെന്ന് മാത്രം നോക്കുക. 17,500 വിറ്റു, 28,400 വിറ്റു. നമ്മൾ കണ്ടത് മാത്രം പോസ്റ്റ് ചെയ്യുക. ഓക്കെ, റിട്ടേൺ നമ്മൾ കണ്ടിട്ടില്ല എന്ന് വിചാരിക്കുക. ഓക്കെ, അലവൻസ് ടു കസ്റ്റമേഴ്സിന് അലവൻസ് കൊടുത്തു. കസ്റ്റമേഴ്സിന് അലവൻസ് എന്ന് പറയുമ്പോൾ ഡെപ്റ്റേഴ്സ് അല്ലേ? അപ്പോൾ അലവൻസ് 200 രൂപ കുറയ്ക്കുമ്പോൾ ഡെപ്റ്റേഴ്സ് കുറയൂലേ? ഡെപ്റ്റേഴ്സ് കുറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും.
ഡെപ്റ്റേഴ്സ് കുറഞ്ഞ നമ്മൾ എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും. കണ്ടോ, അലവൻസ് എന്ന് പറഞ്ഞ് 200 രൂപ കയറിയുണ്ടോ? ഓക്കെ അല്ലേ, അലവൻസ് 200 രൂപ. ഡെപ്റ്റേഴ്സിന് അലവൻസ് കൊടുത്താൽ ഡെപ്റ്റർ കുറയും. ഡെപ്റ്റർ കുറഞ്ഞ നമ്മൾ എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും. ദ സെയിം ടൈം ഈ ഡെപ്റ്റേഴ്സിന് അലവൻസ് കൊടുക്കുന്ന എനിക്ക് എന്താ, എനിക്ക് എക്സ്പെൻസ് അല്ലേ. അപ്പം എന്ത് ചെയ്യും, ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യും, അലവൻസ് എന്ന് പറഞ്ഞ് 200 രൂപ ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, ക്ലിയർ. ശ്രദ്ധിക്കുക, ഡെപ്റ്റേഴ്സിന് അലവൻസ് കൊടുത്തു. ഡെപ്റ്റേഴ്സിന് അലവൻസ് കൊടുക്കുമ്പം ഡെപ്റ്റർ കുറയും. അത് എന്താണ്, ഹെഡ് ഓഫീസിലെ എക്സ്പെൻസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഡെബിറ്റ് ചെയ്യും. എക്സ്പെൻസ് അക്കൗണ്ട് ബ്രാഞ്ചിൻ്റെ എക്സ്പെൻസ് അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഡെബിറ്റ് ചെയ്യും. കഴിയും. ഇനി അടുത്തത് ഡിസ്കൗണ്ട് ടു കസ്റ്റമർ. കസ്റ്റമേഴ്സിന് ഡിസ്കൗണ്ട് കൊടുത്ത്, കസ്റ്റമേഴ്സിന് ഡിസ്കൗണ്ട് കൊടുക്കുമ്പോഴും ഡെപ്റ്റർ കുറയും, ഡെപ്റ്റേഴ്സ് കുറയും. ഡെപ്റ്റർ കുറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും. ഡെപ്റ്റർ കുറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ വരുന്നു, ഡിസ്കൗണ്ട് എന്ന് എഴുതി 1400 രൂപ പോസ്റ്റ് ചെയ്യുന്നു. ഡിസ്കൗണ്ട് കൊടുക്കുന്നത് നമുക്കൊരു എക്സ്പെൻസ് അല്ലേ, അത് നമ്മൾ എന്ത് ചെയ്യും, എക്സ്പെൻസ് അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഡെബിറ്റ് ചെയ്യും. ഡിസ്കൗണ്ട് 1400. ഓക്കെ, അടുത്തത് ബാഡ് ഡെപ്റ്റ്. 600. ബാഡ് ഡെപ്റ്റ് ഉണ്ടാകുമ്പോഴും ഡെപ്റ്റർ കുറയൂലേ, ബാഡ് ഡെപ്റ്റ് ഉണ്ടാകുമ്പോഴും ഡെപ്റ്റർ കുറയും. അത് നമുക്ക് എന്താണ്, എക്സ്പെൻസ് അല്ലേ, ലോസ് അല്ലേ. അപ്പം എന്ത് ചെയ്യും, എക്സ്പെൻസ് ഡെബിറ്റ് ചെയ്യും. ഓക്കെ അല്ലേ. ബാഡ് ഡെപ്റ്റ് ഉണ്ടാകുമ്പോഴും ഡെപ്റ്റർ കുറയും. കണ്ട, ഡെപ്റ്റർ കുറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും. ദ സെയിം ടൈം നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും. ബാഡ് ഡെപ്റ്റ് 600 രൂപ. ഓക്കെ അല്ലേ. ഓക്കെ, കണ്ടോ. ഇനി ഗുഡ്സ് റിട്ടേൺഡ് ബൈ കസ്റ്റമർ. കസ്റ്റമർ കുറച്ച് ഗുഡ്സ് തിരിച്ചയച്ച്, അപ്പോൾ എൻ്റെ സെയിൽ കുറയൂലേ, എൻ്റെ സെയിൽ കുറയത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും, സ്റ്റോക്ക് അക്കൗണ്ടിൽ ഞാൻ 17,500 രൂപയ്ക്ക് സാധനം ക്യാഷിന് വിറ്റു, 28,400 ക്രെഡിറ്റിന് വിറ്റു. അപ്പോൾ 500 സാധനം തിരിച്ച് വരുമ്പോൾ എന്ത് ചെയ്യണം, അത് ഇത് ലെസ് ചെയ്യണം. സെയിൽസ് റിട്ടേൺ 500 ലെസ് ചെയ്ത് ഔട്ടർ എഴുതി. ഓക്കെ അല്ലേ, ക്ലിയർ. അപ്പോൾ സെയിൽസ് റിട്ടേൺ സംഭവിക്കുമ്പോഴും ഡെപ്റ്റർ കുറയൂലേ. ഞാൻ സാധനം വിൽക്കുമ്പോൾ ഡെപ്റ്റർ കൂടും, വിറ്റ സാധനം തിരിച്ചു വരുമ്പോഴോ ഡെപ്റ്റർ കുറയും. ഡെപ്റ്റർ കുറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും. കണ്ട, ഓക്കെ അല്ലേ, ക്ലിയർ. ഓക്കെ, പിന്നെന്താ പറഞ്ഞേക്കുന്നത്, സാലറി ആൻഡ് വേജസ്, റെൻ്റ് ആൻഡ് റേറ്റ്, സൺട്രി എക്സ്പെൻസ്. 3 നമ്മുടെ എക്സ്പെൻസ് അല്ലേ. അപ്പോൾ എവിടെ പോവും, എക്സ്പെൻസ് അക്കൗണ്ടിൽ പോവും. എവിടെ, നമ്മുടെ ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വെച്ചിട്ടുണ്ട്. ബ്രാഞ്ച് എക്സ്പെൻസ് എവിടെ, സാലറി ആൻഡ് വേജസ്, റെൻ്റ് ആൻഡ് റേറ്റ്, സൺട്രി എക്സ്പെൻസ്. ഇത് 3 എക്സ്പെൻസ്. ഓക്കെ അല്ലേ. അപ്പോൾ ഇവിടെ ഇപ്പം എക്സ്പെൻസിൽ ഡെബിറ്റ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആവണ്ട. ഓരോ ഐറ്റം വായിക്കുക, അത് ഇവിടെയാണോ അത് ഇവിടെയും കൂടി വരുമോ എന്ന് ചിന്തിക്കുക, പോസ്റ്റ് ചെയ്യുക. ദാറ്റ്സ് ഓൾ. എന്നിട്ട് ലാസ്റ്റ് ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടി. ഡെപ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടുമ്പം ഡെപ്റ്റേഴ്സ് കുറയും. ഡെപ്റ്റർ കുറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഡെപ്റ്റർ കുറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഡെപ്റ്റേഴ്സ് കുറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും. കണ്ടോ, സ്റ്റോക്ക് അക്കൗണ്ടാണ്. ക്യാഷ് 28,500 രൂപ ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ അല്ലേ. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക. ക്ലോസിംഗ് ബാലൻസ്, സ്റ്റോക്കിൻ്റെ ക്ലോസിംഗ് ഉണ്ട്, ഡെപ്റ്റേഴ്സിൻ്റെ ക്ലോസിംഗ് ഉണ്ട്, പെറ്റി ക്യാഷിൻ്റെ ക്ലോസിംഗ്. നമ്മൾ പെറ്റി ക്യാഷിൻ്റെ അക്കൗണ്ട് വരച്ചിട്ടില്ല. പക്ഷേ സ്റ്റോക്കിൻ്റെയും ഡെപ്റ്ററിൻ്റെയും വരച്ചിട്ടില്ലേ. സ്റ്റോക്ക് അസറ്റ് അല്ലേ, അസറ്റിൻ്റെ ക്ലോസിംഗ് നമ്മൾ എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും. ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞ് 6,500. അതുപോലെ ഡെപ്റ്ററും അസറ്റ് അല്ലേ, അപ്പോൾ അസറ്റിൻ്റെ ക്ലോസിംഗ് നമ്മൾ എന്ത് ചെയ്യും, ഡെപ്റ്റേഴ്സിൻ്റെ എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ അല്ലേ. ഓക്കെ, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ക്രെഡിറ്റ് സെയിൽ 28,400. ക്രെഡിറ്റ് സെയിൽ നടക്കുമ്പം ഡെപ്റ്റർ കൂടും. ഓക്കെ അല്ലേ, സോറി ഞാൻ വിട്ടുപോയതാണ്. ക്രെഡിറ്റ് സെയിൽ നടക്കുമ്പം 28,400 ക്രെഡിറ്റ് സെയിൽ നടന്നില്ലേ, ആ ക്രെഡിറ്റ് സെയിൽ നടക്കുമ്പം ഡെപ്റ്റർ കൂടൂലേ. ഡെപ്റ്റർ കൂടി നമ്മൾ എന്ത് ചെയ്യും, ഡെബിറ്റ് ചെയ്യും. സെയിൽ 28,400. ഓക്കെ അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഡെപ്റ്റേഴ്സിൻ്റെയും സ്റ്റോക്കിൻ്റെയും ക്ലോസിംഗ് എഴുതി. പെറ്റി ക്യാഷിൻ്റെ ക്ലോസിംഗ് നോക്കിയേ. പെറ്റി ക്യാഷിൻ്റെ ഓപ്പണിംഗ് 200 രൂപ ഉണ്ടായിരുന്നു, ക്ലോസിംഗ് ആയപ്പോൾ ഒരു 100 രൂപയായിട്ട് മാറി. അപ്പോൾ 100 രൂപ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 100 രൂപ ഒരു എക്സ്പെൻസ് ആയിട്ടുണ്ട്. അതൊരു എക്സ്പെൻസ് ആയില്ലേ, പെറ്റി ക്യാഷ് എക്സ്പെൻസ് 100 രൂപ ആയില്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും,
നമ്മൾ എന്ത് ചെയ്യൂടാ, ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ടിൽ പെറ്റി ക്യാഷ് എക്സ്പെൻസ് എന്ന് പറഞ്ഞ് 100 രൂപ പോസ്റ്റ് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ എല്ലാ ഐറ്റമും കൊണ്ട് പോസ്റ്റ് ചെയ്തു. എല്ലാ ഐറ്റംസ് പോസ്റ്റ് ചെയ്ത ശേഷം ആദ്യം സ്റ്റോക്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്യുക. സ്റ്റോക്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്യുക. ഓക്കെ അല്ലേ? ഈ സ്റ്റോക്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പം ഒരു ഫിഗർ, മിസ്സിംഗ് ഫിഗർ വരും, ഒരു ഫിഗർ വരും, ബാലൻസ് ഫിഗർ വരും. അത് നമ്മൾ എന്ത് പോസ്റ്റ് ചെയ്യുന്ന ആലോചിച്ച് നോക്കിയേ. സ്റ്റോക്ക് നോക്കിയാൽ ഓപ്പൺ സ്റ്റോക്ക് ഉണ്ട്, ഗുഡ്സ് അയച്ചു കൊടുത്തുണ്ട്, സെയിൽസ് ഉണ്ട്, ക്ലോസ് സ്റ്റോക്ക് ഉണ്ട്. ഒരു ട്രേഡിംഗ് ആൻഡ് P&L അക്കൗണ്ട് പോലെയല്ലേ? അപ്പോൾ ഇതിൽ കിട്ടുന്ന ബാലൻസിന് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞൂടെ? ഗ്രോസ് പ്രോഫിറ്റ്. ഓക്കെ അല്ലേ? ഡെബിറ്റ് ആണ് കൂടുതലെങ്കിൽ ഗ്രോസ് ലോസ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ ക്രെഡിറ്റ് ബാലൻസ് ആണ്, ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ. അപ്പോൾ ക്രെഡിറ്റ് സൈഡ് കൂട്ടി ഡെബിറ്റ് സൈഡ് കുറച്ചപ്പം ബ്രാഞ്ച് എനിക്കൊരു 19,900 കിട്ടി. 19,900 രൂപ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി. ഈ കിട്ടിയ ഗ്രോസ് പ്രോഫിറ്റ് P&L അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യണ്ടേ? അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം, ബ്രാഞ്ച് P&L എഴുതണം. എന്നിട്ട് ബ്രാക്കറ്റ് ബാലൻസ് ഫിഗർ എന്ന് എഴുതിക്കോ. ഓക്കെ അല്ലേ? ശ്രദ്ധിക്കടാ, ലൈക്ക് ട്രേഡിംഗ് ആൻഡ് P&L അക്കൗണ്ട് പോലെ തന്നെ, ട്രേഡിംഗ് ആൻഡ് P&L അക്കൗണ്ട് പോലെ. കാരണം ഓപ്പൺ സ്റ്റോക്ക് ഉണ്ട്, നമ്മൾ ഗുഡ്സ് അയച്ചതുണ്ട്, സെയിൽ ചെയ്തതുണ്ട്, ക്ലോസ് സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ക്രെഡിറ്റ് സൈഡ് കൂട്ടി ഡെബിറ്റ് സൈഡ് കുറച്ചപ്പോൾ എനിക്ക് 19,900 എന്ത് കിട്ടി? ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി. ആ കിട്ടിയ ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യാനുള്ളതാണ്? P&L അക്കൗണ്ടിൽ പോകേണ്ട ഐറ്റമാണ്. അപ്പോൾ സോ ടു ബ്രാഞ്ച് P&L തന്നെ എഴുതണം. ബ്രാക്കറ്റിൽ ബാലൻസ് ഫിഗർ എന്ന് എഴുതാം. അപ്പോൾ 19,900 നമ്മൾ എന്ത് ചെയ്യണം? P&L അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ഇല്ലേ? ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യണം? P&L അക്കൗണ്ട് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തില്ല. അത് തന്നെ താണ്ടേ P&L അക്കൗണ്ട് എന്ത് ചെയ്യും? ബ്രാഞ്ച് P&L അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട് 19,900. ഓക്കെ അല്ലേ? അപ്പോൾ അത് കഴിഞ്ഞു. ഇവിടെ അടുത്ത ഡെപ്റ്റേഴ്സ് മെത്തേഡിനകത്ത് ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും കൂട്ടിയപ്പോൾ ടാലിയായി. ഓക്കെ, ഡെപ്റ്റേഴ്സിൻ്റെ ക്ലോസിംഗ് ബാലൻസ് തന്നിട്ടുണ്ടായിരുന്നല്ലോ. ഡെപ്റ്റേഴ്സിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ഉണ്ട്, ക്രെഡിറ്റ് സെയിൽ ഉണ്ടായിരുന്നു, എത്ര രൂപ ക്യാഷ് കിട്ടിയതുണ്ട്, ബാഡ് ഡെപ്റ്റ് ഉണ്ട്, എല്ലാ എമൗണ്ടും ഉണ്ട്. അപ്പോൾ രണ്ട് സൈഡും ടാലിയായി. ഓക്കെ അല്ലേ? മിസ്സിംഗ് ഫിഗർ ഒന്നും ഇല്ല. അപ്പോൾ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ടാലിയായി, ക്ലോസ് ആയി. ഇനി ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട്. ബ്രാഞ്ചിൻ്റെ എക്സ്പെൻസ് അക്കൗണ്ട് എന്ന് പറയുമ്പം ഈ ഡെബിറ്റ് സൈഡ് എല്ലാം കൂടി കൂട്ടിയപ്പം ബ്രാഞ്ചിൻ്റെ ടോട്ടൽ എക്സ്പെൻസ് 10,500 രൂപയാണ് ബ്രാഞ്ച് എക്സ്പെൻസ്. കണ്ട? അപ്പോൾ ഇവിടെ ഹെഡ് ഓഫീസിന് ഓരോന്നും കണ്ടുപിടിക്കാൻ പറ്റും. സ്റ്റോക്കിൽ നിന്ന് എത്രയാണ് പ്രോഫിറ്റ് കിട്ടിയത്? നമ്മുടെ സ്റ്റോക്കിൽ 19,900 പ്രോഫിറ്റ് കിട്ടി. ഡെപ്റ്റേഴ്സ് ടാലിയായി. എൻ്റെ ബ്രാഞ്ച് എക്സ്പെൻസ്, അപ്പം ബ്രാഞ്ച് എക്സ്പെൻസ് ആണെന്നിരിക്കുന്നത് 10,500 രൂപയാണ് ബ്രാഞ്ചിൻ്റെ എക്സ്പെൻസ് അയക്കുന്നത്. ബ്രാഞ്ചിൻ്റെ എക്സ്പെൻസ് 10,000. കാരണം ഇങ്ങനെ നമ്മൾ സെപ്പറേറ്റ് അവർക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സെപ്പറേറ്റ് അക്കൗണ്ട് ഉണ്ടാക്കേണ്ടി വരും. ഓക്കെ അല്ലേ? അപ്പോൾ 10,500 രൂപ ബ്രാഞ്ചിൻ്റെ എക്സ്പെൻസ് ഉണ്ടായി. അപ്പം എന്ത് ചെയ്യണം? അത് P&L ഡെബിറ്റ് ചെയ്യണ്ടേ? P&L 10,500 നമ്മൾ എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു. ഒരു ഗ്രോസ് പ്രോഫിറ്റ് 19,900 ഉണ്ട്. അപ്പോൾ 19,900 ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ട്, 10,500 രൂപ എക്സ്പെൻസായി. അപ്പോൾ ബാക്കി 9,400 എന്താണ്? പ്രോഫിറ്റാണ്. ബാക്കി 9,400 എന്താണ്? ബ്രാഞ്ചിൻ്റെ പ്രോഫിറ്റാണ്. ആ 9,400 അല്ലേ നമ്മൾ 3 മെത്തേഡ് ചെയ്തപ്പോഴാണ്ട് ഫൈനൽ അക്കൗണ്ട്സ് മെത്തേഡിനകത്ത് എവിടെ പോയി? ഫൈനൽ അക്കൗണ്ട്സ് മെത്തേഡിനകത്തും 9,400. ഇപ്പം സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് മെത്തേഡ് ചെയ്തപ്പോഴും 9,400. നമ്മൾ ആദ്യം ചെയ്തത് എന്താണ്? ഡെപ്റ്റേഴ്സ് മെത്തേഡ് അല്ലേ? ഡെപ്റ്റേഴ്സ് മെത്തേഡിലും എത്ര തന്നെ? 9,400. 3 മെത്തേഡ് ചെയ്യുമ്പോഴും ഒരേ പ്രോഫിറ്റ് കിട്ടും. പക്ഷെ ചെയ്യുന്ന രീതി വ്യത്യാസമുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങളുടെ ഒരു ഒറ്റ പ്രോബ്ലത്തിന് ഞാൻ 3 മെത്തേഡും പറഞ്ഞത്. ഓക്കെ അല്ലേ? ക്ലിയർ ആയോ? ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലടാ? ഇപ്പം നമ്മളിപ്പോൾ ആലോചിച്ച് നോക്കിയേ, 3 പ്രോബ്ലം ചെയ്തതിനേക്കാളും ബെറ്റർ ഒരു ക്വസ്റ്റ്യൻ തന്നെ 3 മെത്തേഡ് ചെയ്യുന്നതല്ലേ? ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട്, ഇതേ ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിച്ചിട്ട് എന്തോ ഏതെങ്കിലും ഒരു മെത്തേഡ് ചെയ്യാൻ പറയും. സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് ആണെങ്കിൽ ഷുവറായിട്ട് ഉറപ്പിച്ചോ 15 മാർക്ക്. ഇനി ഈ ക്വസ്റ്റിനകത്ത് ഞാൻ ഹെഡ് ഓഫീസായ ഞാൻ ബ്രാഞ്ചിന് ഗുഡ്സ് അയക്കുന്ന ട്രാൻസ്ഫർ പ്രൈസിൻ്റെ കൂടെ എബോ കോസ്റ്റിലാണ്. ട്രാൻസ്ഫർ പ്രൈസ് എബോ കോസ്റ്റിലാണ്. ഓക്കെ അല്ലേ? ക്ലിയർ ആയോ? ഞാൻ അപ്പോൾ ഒരു അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് വരൂലേ? അതിൻ്റെ കുറച്ചുകൂടെ നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ? അത് നമുക്ക് എന്ത് ചെയ്യാം? 2 മെത്തേഡിലും ചെയ്യാം. ഓക്കെ, ക്ലിയർ? എന്തെങ്കിലും ഡൗട്ട് വല്ലതും ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ടിന് ചോദിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോകാവോ? 3 മെത്തേഡും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അൺറിയലൈസ്ഡ് പ്രോഫിറ്റും കൂടിയുള്ള ക്വസ്റ്റ്യൻ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഭയങ്കര സിമ്പിളാണ്. ഓക്കെ, ഇപ്പോൾ ചെയ്ത ക്വസ്റ്റ്യൻ, ഇപ്പം നമ്മൾ ഇതേ ക്വസ്റ്റ്യൻ എന്ത് വരുന്നു? അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കൂടി വരുന്നു. അത്രേ ഉള്ളൂ. അത് എങ്ങനെ ചെയ്യും? സംഭവം കഴിഞ്ഞു. ആ ക്വസ്റ്റ്യൻ നമുക്ക് ഡെപ്റ്റേഴ്സ് മെത്തേഡിലും
സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് മുതൽ ചെയ്ത് നോക്കാം. ഓക്കെ അല്ലേ? അൺറിയലൈസ്ഡിൻ്റെ കാൽക്കുലേഷൻ 2 മുതൽ ചെയ്യാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ ചോദിക്കുക. നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റിലോട്ട് പോയാലോ? പോവാം. നോക്കിയോ, തേർഡ് ക്വസ്റ്റ്യൻ. ഹാരിസൺ ഓഫ് ചെന്നൈ ഹാസ് എ ബ്രാഞ്ച് അറ്റ് ന്യൂഡൽഹി. ഓക്കെ അല്ലേ? ഹാരിസൺ ഓഫ് ചെന്നൈ ഹാസ് എ ബ്രാഞ്ച് അറ്റ് ന്യൂഡൽഹി. ഹാരിസൺ ഓഫ് ചെന്നൈക്ക് ഒരു ചെന്നൈ ഹെഡ് ഓഫീസ് ഉള്ളതിനകത്ത് എവിടെ ബ്രാഞ്ച് ഉണ്ട്? ഡൽഹിയിലൊരു ബ്രാഞ്ച് ഉണ്ട്. ഓക്കെ അല്ലേ? ചെന്നൈ ഹെഡ് ഓഫീസ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു ബിസിനസ്സിന് എവിടെ ബ്രാഞ്ച് ഉണ്ട്? ഡൽഹിയിലൊരു ബ്രാഞ്ച് ഉണ്ട്. ഓക്കെ അല്ലേ? അവിടെ ഞാൻ ഗുഡ്സ് സെൻഡ് ചെയ്യുന്നത് എന്താണ്? 20% എബോ കോസ്റ്റിനാണ് അല്ലേ? കോസ്റ്റിൻ്റെ കൂടെ 20% പ്രോഫിറ്റും കൂടി ആഡ് ചെയ്തിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വരും? എബോ കോസ്റ്റ് അല്ലേ? ട്രാൻസ്ഫർ പ്രൈസ് എബോ കോസ്റ്റ് ആണെങ്കിൽ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് വരും. ആ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് എവിടെ കാണും? അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഓപ്പണിംഗ് സ്റ്റോക്കിൽ കാണും, ഗുഡ്സ് സെൻഡ് ചെയ്യുന്നതിൽ കാണും, ക്ലോസിംഗ് സ്റ്റോക്കിലും കാണും. ഓക്കെ അല്ലേ? അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഓപ്പണിംഗ് സ്റ്റോക്കിൽ കാണും, ഗുഡ്സ് സെൻഡ് ചെയ്യുന്നതിൽ കാണും, എവിടെയും കാണും? ക്ലോസിംഗ് സ്റ്റോക്കിലും കാണും. നമുക്ക് നോക്കാം. ഓക്കെ, ദ ബ്രാഞ്ച് മേക്സ് ബോത്ത് ക്യാഷ് ആൻഡ് ക്രെഡിറ്റ് സെയിൽ. ബ്രാഞ്ച് എക്സ്പെൻസ് ആർ മെറ്റ് പാർട്ട്ലി ഫ്രം ഹെഡ് ഓഫീസ് ആൻഡ് അപ്പോൾ കുറച്ച് ബ്രാഞ്ച് എക്സ്പെൻസ് ഒക്കെ ആര് തന്നെ ചെയ്യുന്നുണ്ട്? ബ്രാഞ്ച് തന്നെ ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? ബ്രാഞ്ച് എക്സ്പെൻസ് ഫുള്ള് ഹെഡ് ഓഫീസ് അല്ല ചെയ്യുന്നത്, കുറച്ച് ഹെഡ് ഓഫീസും ചെയ്യുന്നുണ്ട്, കുറച്ച് എക്സ്പെൻസ് ബ്രാഞ്ച് കയ്യിൽ നിന്നും പോയിട്ടുണ്ട്. ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എക്സ്പെൻസ് ഇൻകേർഡ് ബൈ ദ ബ്രാഞ്ച് എവറി മന്ത് ഈസ് സെൻഡ് ടു ഹെഡ് ഓഫീസ് ഫോർ റെക്കോർഡിംഗ്. ഓക്കെ, ഇവിടെ അടുത്ത പോയിന്റ്സ് നോക്കിയോ. ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എത്രയാണ്? 2 lakh. അപ്പോൾ 2 lakhൻ്റെ സാധനമാണ് ഹെഡ് ഓഫീസ് ബ്രാഞ്ചിന് അയച്ചത്. ആ 2 lakhൻ്റെ കൂടെ എത്ര പെർസെൻറ്റേജ്? 20% കൂടി ആഡ് ചെയ്തിട്ടല്ലേ? അപ്പോൾ 2,40,000 ഹെഡ് ഓഫീസ് ബ്രാഞ്ചിൽ ഗുഡ്സ് അയച്ചേക്കുന്നത്. 2,40,000 ഹെഡ്. അപ്പോൾ 2 lakhൻ്റെ സാധനം 2,40,000 അയക്കുന്നു. 40% എബോ 40% പ്രോഫിറ്റ് കൂടി ചേർത്ത് അയക്കുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ 40% എന്തുണ്ട്? ഒരു അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഉണ്ട് എന്ന് ഓർക്കുക. പക്ഷേ ഗുഡ്സ് റിസീവ്ഡ് ബൈ ബ്രാഞ്ചിൻ്റെ കയ്യിൽ ഗുഡ്സ് റിസീവ് ചെയ്ത് എത്രയാണ്? 2,20,000 എത്തിയിട്ടുള്ളൂ. അപ്പോൾ 20,000 ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് കിടക്കുമല്ലേ? 20,000 ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് അവൻ എന്ത് ചെയ്യും? ക്ലോസ് സ്റ്റോക്കിലൂടെ നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ, പരിപാടി കഴിഞ്ഞു. ഓക്കെ ആടാ. 2,40,000 ഗുഡ്സ് ആണ് ഞാൻ അയച്ചത്, ഇൻവോയ്സ് പ്രൈസിൻ്റെ ഗുഡ്സ്. അവന്മാരുടെ കയ്യിൽ എത്തിയത് 2,20,000 ഇൻവോയ്സ് പ്രൈസാണ് എത്തിയേക്കുന്നത്. അപ്പോൾ 20,000 ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് ഓൺ ദ വേ ആണ്. ഓക്കെ അല്ലേ? 20,000 ഇൻ ട്രാൻസിറ്റ് കിടക്കുകയാണ്, ഇൻ ട്രാൻസിറ്റ്. ഓക്കെ, ക്രെഡിറ്റ് സെയിൽസ് നടന്നിരിക്കുന്നത് എത്രയാണ്? 1,65,000. ക്യാഷ് സെയിൽ 59,000. ക്യാഷ് റെമിറ്റഡ് ടു ഹെഡ് ഓഫീസ്. ക്യാഷ് എത്ര റെമിറ്റ് ചെയ്തേക്കത്തില്ല? ക്യാഷ് റെമിറ്റ് ചെയ്തത് 2,22,500,000 ക്യാഷ് റെമിറ്റ് ചെയ്തിട്ടുണ്ട്. എക്സ്പെൻസ് പെയ്ഡ് ബൈ ഹെഡ് ഓഫീസ് എക്സ്പെൻസ് എത്ര പെയ്ഡ് ചെയ്തിട്ടുണ്ട്? ഹെഡ് ഓഫീസ് എക്സ്പെൻസ് 12,000 rupees എക്സ്പെൻസ് പേ ചെയ്തിട്ടുണ്ട്. ബാഡ് ഡെപ്റ്റ് 750 ആയിട്ടുണ്ട്. ഓക്കെ, സ്റ്റോക്ക്, ഡെപ്റ്റർ, ക്യാഷ് ഇതിൻ്റെ മൂന്നിൻ്റെ ഓപ്പണിങ്ങും ഉണ്ട്, ക്ലോസിങ്ങും ഉണ്ട്. പക്ഷെ സ്റ്റോക്കിൻ്റെ ഓപ്പണിംഗ് കിടക്കുന്ന ക്ലോസിലല്ലേ ഞാൻ അവന് ഗുഡ്സ് അയക്കുമ്പം ഇൻവോയ്സ് പ്രൈസ് 20% എബോവ് കോസ്റ്റിൽ അയച്ചേക്കുന്നത്. അപ്പോൾ ആ പ്രൈസ് തന്നെ റെക്കോർഡ്, ഓപ്പണിംഗ് സ്റ്റോക്കും ആ പ്രൈസിൽ തന്നെ റെക്കോർഡ് ചെയ്യണം. ഓക്കെ ആണോ? ഓക്കെ, ക്ലിയർ. ഷോ നെസറി ലെഡ്ജർ അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. നെസറി ലെഡ്ജർ അക്കൗണ്ട്സ് ആ പേര് തന്നെ ഉണ്ട്. നെസറി ലെഡ്ജർ അക്കൗണ്ട്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ അക്കൗണ്ട്സ് വരും? സ്റ്റോക്ക്, ഡെപ്റ്റർ ഒക്കെ വരില്ലേ?
അപ്പോൾ അത് ആക്ച്വലി സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് മെത്തേഡാണ്. എങ്കിലും നമുക്ക് ഡെപ്റ്റേഴ്സ് മെത്തേഡിലും ചെയ്യാം, സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് മെത്തേഡിലും ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ ഡെപ്റ്റേഴ്സ് മെത്തേഡിലും ചെയ്യാം, സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് മെത്തേഡിലും ചെയ്യാം. ഓക്കെ അല്ലേ? ക്ലിയർ ആടാ? ഇവിടെ ലെഡ്ജർ അക്കൗണ്ട്സ് ആ സിംഗുലർ അല്ല പ്ലൂറലാണ്, അത് ശ്രദ്ധിക്കുക. അപ്പോൾ അക്കൗണ്ട്സ് എന്ന് പറയുമ്പം അക്കൗണ്ട്സ് ഓക്കെ അല്ലേ? അങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് മെത്തേഡ് ചെയ്യണം. ഓക്കെ അല്ലേ? ക്ലിയർ? ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഡെപ്റ്റേഴ്സ് മെത്തേഡിലാണ്. ഡെപ്റ്റേഴ്സ് മെത്തേഡിൽ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് വരുവാണെങ്കിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഡെപ്റ്റേഴ്സ് മെത്തേഡിൽ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് വരുവാണെങ്കിൽ എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും നോക്കാം. ഓക്കെ, ഭയങ്കര സിമ്പിളാണ്, നോക്കാം. ബുക്സ് ഓഫ് ഹയർ ന്യൂ ഡൽഹി ബ്രാഞ്ച് അക്കൗണ്ട്. ബ്രാഞ്ച് ഹെഡ് ഓഫീസ് ചെന്നൈയിലല്ലേ, ബ്രാഞ്ച് ന്യൂ ഡൽഹി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ആയിക്കോട്ടെ. ന്യൂ ഡൽഹി ബ്രാഞ്ച് അക്കൗണ്ട് ഏത് മെത്തേഡാടാ? ഇത് ഡെപ്റ്റേഴ്സ് മെത്തേഡാണേ. ഡെപ്റ്റേഴ്സ് മെത്തേഡാണേ, സോറി. ക്ലിയർ? അത് മെൻഷൻ ചെയ്യാൻ വിട്ടു. ഡെപ്റ്റേഴ്സ് മെത്തേഡാണ്. അപ്പോൾ ഡെപ്റ്റേഴ്സ് മെത്തേഡിൽ ഒരു ബ്രാഞ്ചിൽ ഡെപ്റ്റേഴ്സ് ശ്രദ്ധിക്കുക, ഹെഡ് ഓഫീസ് ബ്രാഞ്ചിൻ്റെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത ഡെപ്റ്റേഴ്സ് മെത്തേഡ് ആണെങ്കിൽ ഇപ്പോൾ ബ്രാഞ്ചിന് എത്ര അക്കൗണ്ട് പ്രിപ്പയർ ചെയ്താൽ മതി? ഒറ്റ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്താൽ മതി. ഏതാ? ബ്രാഞ്ച് അക്കൗണ്ട് മാത്രം പ്രിപ്പയർ ചെയ്താൽ മതി. ആ അക്കൗണ്ടിനകത്ത് അസറ്റ് ആൻഡ് ലൈബിലിറ്റിയും കാണും, എന്നും കാണും. നമ്മുടെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ അറിയാൻ വേണ്ടി ഇൻകവും എക്സ്പെൻസും കാണും. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു അക്കൗണ്ട്. ക്ലിയർ? നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ വായിക്കുക, പോസ്റ്റ് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ഞാൻ കണ്ടത് ഗുഡ്സ് ഞാൻ അയച്ചു കൊടുത്തു. 2 lakhൻ്റെ ഗുഡ്സിന് അയച്ചു. അതിനകത്ത് 20% കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഫസ്റ്റ് അതിന് മുൻപ് കുറേ സ്റ്റോക്കിൻ്റെ ഓപ്പണിംഗ് ഇല്ലേടാ? സ്റ്റോക്കിൻ്റെ ഓപ്പണിംഗ് ഉണ്ട്, ഡെപ്റ്ററിൻ്റെ ഓപ്പണിംഗ് ഉണ്ട്, ക്യാഷ് ഇൻ ഹാൻഡിൻ്റെ ഓപ്പണിംഗ് ഇല്ലേ? ഇത് മൂന്നിൻ്റെയും ഓപ്പണിംഗ് ഇല്ലടാ. അപ്പം അസറ്റിൻ്റെ ഓപ്പണിംഗ് നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. സ്റ്റോക്ക് കോസ്റ്റിൽ കിടക്കുമല്ലേ? ഞാൻ ഗുഡ്സ് അയച്ചു കൊടുത്തത് ഏത് പ്രൈസിലാണ്? ഇൻവോയ്സ് പ്രൈസ് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? 25,000 പ്ലസ് 20% ചെയ്യുമ്പോൾ എത്ര കിട്ടും? 30,000 കിട്ടും. 30,000 രൂപയ്ക്കാണ് ഞാൻ സെൻഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഓപ്പൺ സ്റ്റോക്ക് വാലിഡേറ്റ് ഇൻവോയ്സ് പ്രൈസ് തന്നെ കാണിക്കണം. ഞാൻ ഗുഡ്സ് അയച്ച കോസ്റ്റ് പ്രൈസിലല്ല, ഇൻവോയ്സ് പ്രൈസിലാണ്. അപ്പോൾ ബ്രാഞ്ച് അക്കൗണ്ടിൽ എഴുതുമ്പോൾ ആ ഓപ്പൺ സ്റ്റോക്കും ഇൻവോയ്സ് പ്രൈസ് തന്നെ കാണിക്കണം. ഓക്കെ അല്ലേ? എന്ന് പറയുമ്പം 25,000 ഇൻറ്റു 20% അടിക്കത്തടാ 25, അങ്ങനെ നോക്കണ്ട. 25,000 സാധനം 30,000 അയക്കുമ്പം 5,000 രൂപ ഇൻവോയ്സ് പ്രൈസ് കിടക്കുമല്ലേ? 5,000 രൂപ ഇൻവോയ്സ് പ്രൈസ്. അങ്ങനെ ഡെബിറ്റിൽ ഇൻവോയ്സ് പ്രൈസ് ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്താൽ മതി? ആ 5,000 പിടിച്ച് ക്രെഡിറ്റ് ചെയ്താൽ മതി. ഡെബിറ്റിൽ ഇൻവോയ്സ് പ്രൈസ് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതിനെ പിടിച്ച് എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക. ക്രെഡിറ്റിലുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഡെബിറ്റിൽ ഇടുക. അത്രയുള്ള പരിപാടി. ഓക്കെ അല്ലേ? നമുക്ക് മനസ്സിലായി. സ്റ്റോക്ക് ഞാൻ അയച്ചു കൊടുത്തത് ഇൻവോയ്സ് പ്രൈസിലാണ്, ആയിക്കോട്ടെ. ആ ഇൻവോയ്സ് പ്രൈസ് അയച്ചു കൊടുത്തത് എത്രടാ? 25,000 സ്ഥാനം 30,000 രൂപ അയച്ചു. അപ്പോൾ 5,000 രൂപ അതിനകത്ത് ഇൻവോയ്സ് പ്രൈസ്, ട്രാൻസ്ഫർ പ്രൈസ് ഉണ്ട്, ഇൻവോയ്സ് പ്രൈസ് ഉണ്ട്, അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഉണ്ട്. ഈ 5,000 ഡെബിറ്റ് കിടക്കുമല്ലേ? അപ്പോൾ അതിനെ പിടിച്ച് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അന്നേരം തന്നെ ക്രെഡിറ്റ് ചെയ്യണം. എന്ത്? സ്റ്റോക്ക് റിസർവ് എന്ന് പറഞ്ഞ് 5,000 രൂപ ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ ക്രെഡിറ്റിലുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യുക. അത്രയുള്ള പരിപാടി. ഓക്കെ അല്ലേ? ഇത്രയുള്ള കാൽക്കുലേഷൻ. കൊടുക്കുന്നത് ഇൻവോയ്സ് പ്രൈസ് ആണെങ്കിൽ അതിന് എന്ത് ചെയ്യുക? ഡെബിറ്റിലാണ് നടക്കുന്നതെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുക, ക്രെഡിറ്റിലാണ് നടക്കുന്നത് ഡെബിറ്റ് ചെയ്യുക. അതങ്ങനെ മനസ്സിലാവും? ക്വസ്റ്റ്യൻ മനസ്സിലാവും. ഇവിടെ ഓപ്പൺ സ്റ്റോക്ക് അല്ലേ? ഓപ്പൺ സ്റ്റോക്ക് ഇൻവോയ്സ് പ്രൈസ് ആണല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇൻവോയ്സ് പ്രൈസ് എത്രയാണ്? 5,000 ആണ്. ഡെബിറ്റ് കിടക്കുമല്ലേ? പിടിച്ച് എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് എവിടെ വരുന്നത്? ക്ലോസ് സ്റ്റോക്ക് ക്രെഡിറ്റ് സൈഡിലല്ലേ? ക്ലോസിംഗ് സ്റ്റോക്ക് ക്രെഡിറ്റ് സൈഡിലല്ലേ വരുന്നത്. അപ്പോൾ അത് ഇൻവോയ്സ് പ്രൈസ് നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് കിടക്കുമല്ലേ? ഇൻവോയ്സ് പ്രൈസ് നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. അപ്പം കോസ്റ്റ് പ്രൈസ് ആവും. കറക്റ്റ് നെറ്റ് എഫക്റ്റ് കറക്റ്റ് ആവും. ഓക്കെ, അപ്പോൾ അത് ചെയ്തു. ഡെപ്റ്ററിൻ്റെ ഓപ്പണിംഗ് നമ്മൾ എന്ത് ചെയ്യണം? ഡെപ്റ്ററിൻ്റെ ഓപ്പണിംഗ് ഡെബിറ്റ് ചെയ്തു. ക്യാഷിൻ്റെ ഓപ്പണിംഗ് ഞാൻ എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു. അപ്പം ഡെബിറ്റ് ചെയ്യാനുള്ളതെല്ലാം ഡെബിറ്റ് ചെയ്തിട്ടുണ്ട് ഇല്ലടാ? ഡെബിറ്റ് ചെയ്യാനുള്ളതെല്ലാം ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ? സോറി, അത് മായ്ച്ചോളാം. ഡെപ്റ്റേഴ്സ് മെത്തേഡ്. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഓപ്പണിംഗ് എല്ലാം എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു. ഇനി ഗുഡ്സ് ഞാൻ 2 lakhൻ്റെ ഗുഡ്സും 20% കൂടി ആഡ് ചെയ്താണ് കൊടുക്കുന്നത്. കോസ്റ്റിൻ്റെ കൂടെ 20% കൂടി ചേർത്താണ് കൊടുക്കുന്നത്. അപ്പോൾ 2,40,000 ഗുഡ്സ് ഹെഡ് ഓഫീസ് ബ്രാഞ്ചിന് കൊടുത്തു. ഹെഡ് ഓഫീസ് ബ്രാഞ്ചിന് കൊടുക്കുന്നതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. ഓക്കെ, അത് 2,20,000 അവിടെ എത്തിയിട്ടുള്ളൂ. ഞാൻ എത്ര അയച്ചു കൊടുത്തു? 2,40,000 അയച്ചു കൊടുത്തല്ലോ. ഹെഡ് ഓഫീസ് ബ്രാഞ്ചിന് കൊടുക്കുന്നതൊക്കെ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും.
ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് 2 lakh കോസ്റ്റുള്ള സാധനം 20% പ്രോഫിറ്റും കൂടി ചേർത്ത് 240 rupees ഞാൻ അയച്ചു കൊടുത്തു. 240 ഞാൻ അയച്ചു കൊടുത്തു. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് ക്രെഡിറ്റ് സെയിൽ 1,65,000 ആയിട്ടുണ്ട്. അത് റെക്കോർഡ് ചെയ്യൂ. അത് ബ്രാഞ്ച് കസ്റ്റമർ ട്രാൻസാക്ഷൻ അല്ലേ. ഡെപ്റ്റേഴ്സ് മുതൽ ബ്രാഞ്ച് വിത്ത് ഹെഡ് ഓഫീസിലുള്ള ട്രാൻസാക്ഷൻ മാത്രം റെക്കോർഡ്. ഹെഡ് ഓഫീസ് ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ ഹെഡ് ഓഫീസ് ആൻഡ് ബ്രാഞ്ച് അത് മാത്രം ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് റെക്കോർഡ് ചെയ്യും. ഓക്കെ, അടുത്ത ക്യാഷ് സെയിൽ 59,000 രൂപ വിറ്റപ്പം കിട്ടി. അപ്പം ആ എമൗണ്ട് അവൻ തരേണ്ട എമൗണ്ട് അല്ലേ, ആ എമൗണ്ട് അവനിക്ക് തരേണ്ട എമൗണ്ട് അല്ലേടാ. അപ്പം നോക്കാം, അതെല്ലാം കൂടി ചേർത്ത് ക്യാഷ് റെമിറ്റഡ് ടു ഹെഡ് ഓഫീസ് 2,22,500 rupees അവനിക്ക് എന്തായിട്ടുണ്ട്, ബ്രാഞ്ച് ഹെഡ് ഓഫീസിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ആ ക്യാഷ് സെയിലും കൂടി ഇൻക്ലൂഡ് ആയിരിക്കും ആണ്. അപ്പം എന്ത് ചെയ്യും, ബ്രാഞ്ച് ഹെഡ് ഓഫീസിന് കൊടുക്കുന്നതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, ക്യാഷ് റെമിറ്റൻസ് എത്രയാണ്, 2,22,500. നമ്മളൊരു കാര്യം വിട്ടുപോയി ഗൈസ്, ഞാനിവിടെ ശ്രദ്ധിക്കുക, അത് നിങ്ങൾ ആരും പറഞ്ഞതുമില്ല. അതായത് 2 lakhൻ്റെ സാധനം 2,40,000 കൊടുത്തത്. 2 lakh കോസ്റ്റുള്ള സാധനത്തിൻ്റെ കൂടെ 20% ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പം 2,40,000 കൊടുത്തത്. അപ്പം ഇവിടെ ഗുഡ്സ് അയച്ചു കൊടുത്തതിനകത്ത് ഒരു 40,000 rupees ഒരു അൺറിയലിസ്ഡ് പ്രോഫിറ്റ് ഇല്ലേ. അപ്പോൾ ആ 40,000 rupeesനെ എലിമിനേറ്റ് ചെയ്യണ്ടേ, 40,000 എലിമിനേറ്റ് ചെയ്യണ്ടേ. അപ്പം ഡെബിറ്റ് കിടക്കുന്നതിന് എന്ത് ചെയ്യണം, ക്രെഡിറ്റ് എടുത്തിടണം. ആ ഡെബിറ്റിയുള്ള 40,000 എടുത്ത് എന്ത് ചെയ്യണം, ക്രെഡിറ്റ് കിട്ടും. എന്ത് പേരിൽ, നമ്മൾ ഡെബിറ്റിൽ എന്ത് പേരിലാണ് ഇട്ടേക്കുന്നത്, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്നല്ലേ നമ്മൾ ഇന്നലെ കൺസൈൻറ്റ് പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു. അത് തന്നെ പരിപാടി. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് എന്ത് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന പേര് ലെഡ്ജർ ഹെഡ് മാറാതെ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ. ഈ ഓപ്പൺ സ്റ്റോക്ക് ക്ലോസ് സ്റ്റോക്ക് വരുവാണെങ്കിൽ ആ സ്റ്റോക്ക് റിസർവ് ഒന്ന് മെൻഷൻ ചെയ്യുക. ഓക്കെ ആണോ. ഓക്കെ എടാ. 2 lakhൻ്റെ സാധനം 2,40,000 ഞാൻ കൊടുത്തത്. ആ 2,40,000 ഇൻവോയ്സ് പ്രൈസ് ആണ്. ആ 40,000 rupees ഇൻവോയ്സ് പ്രൈസ് ഡെബിറ്റ് കിടപ്പുണ്ട്. അതിനെ പിടിച്ച് എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ഏത് പേരിൽ തന്നെ, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന പേരിൽ തന്നെ. ഓക്കെ, പറയാൻ വിട്ടുപോയി, സോറി. ക്ലിയർ. ഇനി എക്സ്പെൻസ് പെയ്ഡ് ബൈ ഹെഡ് ഓഫീസ്. എക്സ്പെൻസ് പെയ്ഡ് ബൈ ഹെഡ് ഓഫീസ്. ഹെഡ് ഓഫീസ് ബ്രാഞ്ചിന് എക്സ്പെൻസ് പേ ചെയ്യാൻ ഒരു 12,000 കൊടുത്തില്ലേ. അപ്പോൾ ഹെഡ് ഓഫീസ് ടു ബ്രാഞ്ച് അല്ലേ, എന്ത് ചെയ്യും, ഡെബിറ്റ് ചെയ്യും. ക്യാഷ് 12,000 rupees. ക്ലിയർ. 12,000 rupees. 12,000 rupees. ഓക്കെ അല്ലേ. അത് ക്ലിയർ ആയല്ലോ. ഇനി എന്തോ ചെയ്യേണ്ടടാ, ഇനി എന്തോ ചെയ്യണ്ടേ, ശ്രദ്ധിക്കുക. ഇവിടം വരെ എല്ലാം കഴിഞ്ഞു. ബാഡ് അപ്റ്റ് എടുക്കൂ. ബാഡ് അപ്റ്റ് ബ്രാഞ്ച് കസ്റ്റമറുമായുള്ള ട്രാൻസാക്ഷൻ അല്ലേ, അതിൽ റെക്കോർഡ് ചെയ്യത്തില്ല. ഡെപ്റ്റേഴ്സ് മെത്തഡിൽ റെക്കോർഡ് ചെയ്യത്തില്ല. സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് മുതൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് എടുക്കും. ഓക്കെ അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ അപ്പോൾ അത് കഴിഞ്ഞു. നമ്മൾ അസറ്റിൻ്റെ ഒക്കെ ഓപ്പണിങ് ചെയ്തു. ഇനി ക്ലോസിങ് എഴുതാൻ നേരത്ത് ശ്രദ്ധിക്കണം. ക്ലോസിങ് എഴുതാൻ നേരത്ത് ക്ലോസിങ് സ്റ്റോക്ക് 28,000 ഇല്ലേ, ക്ലോസിങ് സ്റ്റോക്ക് 28,000 ഉണ്ട്. അപ്പോൾ സ്റ്റോക്ക് എഴുതാൻ നേരത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ, സ്റ്റോക്ക് നമുക്ക് 28,000 സ്റ്റോക്ക് ഉണ്ട്. അതിൻ്റെ കൂടെ ഒരു 20,000 സ്റ്റോക്ക് ഇൻ ട്രാൻസിറ്റ് കിടക്കുമല്ലേ. 20,000 സ്റ്റോക്ക് ട്രാൻസിറ്റ് കിടക്കുമല്ലേ. അപ്പോൾ അതും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ എത്ര, 48,000 ആവും. 48,000 ആവും. ശ്രദ്ധിക്കടാ, എങ്ങനെ കണ്ടോ, അതൊക്കെ നടക്കുന്നത്. 2,40,000 അയച്ചു കൊടുത്തു. 2,40,000 അയച്ചു കൊടുത്തു. അതിൽ 2,20,000 അവൻ്റെ കയ്യിൽ എത്തിയിട്ടുള്ളൂ. അപ്പോൾ 20,000 ഇൻ ട്രാൻസിറ്റ് ആണ്. ഇപ്പോൾ ക്ലോസ് സ്റ്റോക്ക് 28 ഉണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര, 48,000 നമ്മുടെ കയ്യിൽ സ്റ്റോക്കായിട്ട് വരും. അപ്പോൾ 48,000. ഈ 48,000 ഇൻവോയ്സ് പ്രൈസ് അല്ലേ. ഈ ശ്രദ്ധിക്കുക, ഞാൻ ഗുഡ്സ് അയച്ചു കൊടുത്തത് ഇൻവോയ്സ് പ്രൈസ് അല്ലേ. ഓക്കെ അല്ലേ. അപ്പം എൻ്റെ കയ്യിരിക്കുന്ന ക്ലോസ് സ്റ്റോക്കിനകത്ത് എന്ത് കാണും, ഇൻവോയ്സ് പ്രൈസ് ആയിരിക്കും. ഒരു അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ 48,000 എന്താണ്, അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഇല്ലേ, സ്റ്റോക്ക് റിസർവ് ഇല്ലേ. അപ്പോൾ ഞാൻ എങ്ങനെ കണ്ടുപിടിക്കൂടാ, ഞാൻ കോസ്റ്റിൻ്റെ കൂടെ കോസ്റ്റ് 100 ആണെങ്കിൽ പ്രോഫിറ്റ് 20% അയച്ചു കൊടുത്തത്. അപ്പോൾ അതിൻ്റെ ഇൻവോയ്സ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 120 ആണ്. ഇപ്പം നമ്മുടെ ഇരിക്കുന്ന 48,000 എന്നത് ഇൻവോയ്സ് പ്രൈസ്. അപ്പോൾ 120 ആണെങ്കിൽ ഇതിലുള്ള ആ സ്റ്റോക്ക് റിസർവിൻ്റെ എമൗണ്ട് എത്ര, ഇൻറ്റു 20 അടിക്കുക. അപ്പോൾ എത്ര കിട്ടും, തെറ്റിയാ, 8,000 rupees എന്ത് കിട്ടും, സ്റ്റോക്ക് റിസർവ് കിട്ടും. ക്രെഡിറ്റിൽ കിടക്കുമല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. കണ്ട, സ്റ്റോക്ക് റിസർവ് ഡെബിറ്റ് ചെയ്തു. ഓക്കെ അല്ലേ, പരിപാടി കഴിഞ്ഞു. ഇനി പിന്നെ എന്തുള്ള ഡെപ്റ്റേഴ്സിൻ്റെ ക്ലോസിങ് എന്ത് ചെയ്യുക,
ക്രെഡിറ്റ് ചെയ്യുക. പിന്നെ ക്യാഷ് ഇൻ ഹാൻഡിൻ്റെ ക്ലോസ് 2,500 ക്യാഷ് ഇൻ ഹാൻഡ് എന്ത് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ക്രെഡിറ്റ് സൈഡ് കൂട്ടി ഡെബിറ്റ് സൈഡ് കുറയ്ക്കുമ്പം നമുക്ക് എന്ത് കിട്ടും, പ്രോഫിറ്റ് കിട്ടും. ഡെബിറ്റ് സൈഡ് കുറയ്ക്കുമ്പോൾ എത്ര, 16,250 രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. 16,250 നമുക്ക് എന്ത് കിട്ടും, പ്രോഫിറ്റ് കിട്ടും. ഓക്കെ അല്ലേ? ഡെപ്റ്റ് ഒന്നുമില്ല, അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഡെബിറ്റ് കിടപ്പുണ്ട്. ഓപ്പൺ സ്റ്റോക്ക് ക്ലോസ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് സ്റ്റോക്ക് റിസർവ് എന്ന് മെൻഷൻ ചെയ്യുക. ഡെബിറ്റ് കിടപ്പുണ്ടെങ്കിൽ ക്രെഡിറ്റ് ഇടുക, ക്രെഡിറ്റ് കിടപ്പുണ്ടെങ്കിൽ ഡെബിറ്റ് ഇടുക. ഗുഡ്സ് സെൻഡ് ചെയ്തതിനകത്താണ് ഉള്ളതെങ്കിൽ ഡെബിറ്റ് ഉള്ളതിൽ അപ്പോഴും ക്രെഡിറ്റ് എഴുതുക. എന്ത് പേര് തന്നെ, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന പേര് തന്നെ. ഓക്കെ അല്ലേ? ഭയങ്കര സിമ്പിളാണ്. എല്ലാവരും തെറ്റിക്കുന്ന ഈ സ്റ്റോക്ക് റിസർവ് ഒക്കെ തോന്നുന്നത് ചെയ്ത് വെക്കും. പിന്നെ കോസ്റ്റിലാണെങ്കിൽ ശ്രദ്ധിക്കുക, നോക്കി ചെയ്യുക. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? ഡെപ്റ്റേഴ്സ് മുതൽ എല്ലാവർക്കും ഓക്കെ ആയോ? ക്ലിയർ അല്ലേ? ഡെപ്റ്റേഴ്സ് മുതൽ ക്ലിയർ അല്ലേ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഡെപ്റ്റേഴ്സ് മെത്തേഡിൽ അൺറിയലൈസ്ഡ് പ്രോഫിറ്റും കൂടി വരുമ്പോഴുള്ള കാൽക്കുലേഷൻ എങ്ങനെയാണ് ഞാൻ പറഞ്ഞു. ഭയങ്കര സിമ്പിളാണ്. ഓപ്പൺ സ്റ്റോക്കിലുണ്ടെങ്കിൽ സ്റ്റോക്ക് റിസർവ് എന്ന പേരിൽ ക്രെഡിറ്റ് ചെയ്യുക. ക്ലോസ് സ്റ്റോക്കിലുണ്ടെങ്കിൽ സ്റ്റോക്ക് റിസർവ് ഡെബിറ്റ് ചെയ്യുക. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിനകത്തുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിൽ ഉണ്ടേ പറ്റൂ, ഉണ്ടെങ്കിൽ അല്ലേ ഓപ്പൺ സ്റ്റോക്കിൽ ക്ലോസ് സ്റ്റോക്കിൽ കാണത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യുമ്പോൾ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യുക. അത്രേ ഉള്ളൂ. ആ പ്രോഫിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഞാൻ പറഞ്ഞു. ഇപ്പം ചെയ്ത് നമ്മൾ ഡെപ്റ്റേഴ്സ് മെത്തേഡാണ്. നമുക്കിനി ചെയ്യാൻ പോകണം എന്താണ്, സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് മെത്തേഡാണ്. സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് മെത്തേഡാണ്. ഓക്കെ അല്ലേ? സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് മെത്തേഡാണ് നമ്മളിപ്പോൾ ഇനി ചെയ്യാൻ പോണ പ്രോബ്ലം. ഈ പ്രോബ്ലം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് മെത്തേഡിൽ ചെയ്യാം. അപ്പോഴും നമുക്ക് ഈ 16,250 രൂപ കിട്ടണം. അപ്പോൾ സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് മെത്തേഡിൽ ചെയ്യുമ്പം ഏതൊക്കെ അക്കൗണ്ട് വരയ്ക്കണം? ഓക്കെ അല്ലേ? ഹെഡ് ഓഫീസിന് അറിയണം, സ്റ്റോക്ക് എത്ര ഉണ്ടെന്ന് അറിയണം, സ്റ്റോക്കിൻ്റെ വാല്യൂഷൻ അറിയണം. അപ്പോൾ സ്റ്റോക്ക് അക്കൗണ്ട് വരയ്ക്കണം. പിന്നെ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടും വരയ്ക്കണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടി പി ആൻഡ് അക്കൗണ്ട് വരയ്ക്കണം. ഓക്കെ, പിന്നെ എക്സ്പെൻസ് അക്കൗണ്ട് വേണമെങ്കിൽ വരയ്ക്കാം, അല്ലെങ്കിൽ പി ആൻഡ് അക്കൗണ്ടിൽ തന്നെ ചെയ്യാം. ഓക്കെ, ഞാൻ ഈ എക്സ്പെൻസ് അക്കൗണ്ട് വരയ്ക്കുകയാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പി ആൻഡ് അക്കൗണ്ടിൽ തന്നെ പോസ്റ്റ് ചെയ്ത് കളിക്കാം. അല്ലെങ്കിൽ പിന്നെന്താ, ക്യാഷിൻ്റെ മൂവ്മെൻറ്റ്സ് അറിയാം, ക്യാഷ് അക്കൗണ്ട് വരയ്ക്കണം. ഓക്കെ അല്ലേ? ഇത്ര ഓക്കെ അല്ലേ? ക്ലിയർ? ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യാൻ പോവാണ്. ഓക്കെ, നോക്കിയോ. അപ്പോൾ എന്ത് ചെയ്യാൻ പോകുന്നു, സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് മെത്തേഡ്. സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് മെത്തേഡ്. ഓക്കെ അല്ലേ? അപ്പോൾ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് വരയ്ക്കണം. ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് വരയ്ക്കണം. 2 ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്. അപ്പോൾ നമ്മൾ വരച്ചിടുക. ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് വരയ്ക്കണം. ക്യാഷിൻ്റെ മൂവ്മെൻറ്റ്സ് അറിയാൻ ക്യാഷ് അക്കൗണ്ട് വരയ്ക്കണം. പിന്നെ ഇവിടെ ഒരു അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് വരുന്നില്ലേ, ആ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് വരുവാണെങ്കിൽ സിമ്പിളാ, ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് വരയ്ക്കുക. ഓക്കെ, എന്താ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഗുഡ്സ് അയക്കുന്ന ട്രാൻസ്ഫർ പ്രൈസിൽ നിന്ന് എബോ കോസ്റ്റ് അല്ലേ, അങ്ങനെ ഒരു അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് വരൂലേ, അങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് വരയ്ക്കണം. ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് കൂടി വരയ്ക്കണം. ഓക്കെ, പിന്നെന്താ, ബ്രാഞ്ചിൻ്റെ എക്സ്പെൻസ് അറിയാൻ വേണ്ടി, ഇത് കുറേ ഉണ്ടല്ലോ, ബ്രാഞ്ചിൻ്റെ എക്സ്പെൻസ് അറിയാൻ വേണ്ടി ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട് വരയ്ക്കണം. പിന്നെ പ്രോഫിറ്റ് ആവുന്ന ലോസ് അറിയാൻ എന്ത് ചെയ്യണം, ഒരു പി ആൻഡ് അക്കൗണ്ട് വരയ്ക്കണം. വേണമെങ്കിൽ ബ്രാഞ്ച് എക്സ്പെൻസ് പി ആൻഡിൽ മെർജ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇവർ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് സെപ്പറേറ്റ് ചെയ്യാം, ഇല്ല നിങ്ങളുടെ യുക്തി പോലെ വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു 6 അക്കൗണ്ട് ഇരിക്കട്ടെ, വഴിക്ക് പോകല്ലേ. അപ്പോൾ എന്തായാലും സ്റ്റോക്കും ഡെപ്റ്ററും വേണം, പി ആൻഡ് എന്തായാലും വേണം. ഓക്കെ, അപ്പോൾ ഇത്ര അക്കൗണ്ട് വരച്ചിട്ടുണ്ടേ. ആർക്കും ഡൗട്ടില്ല? ഡൗട്ടില്ല ഉണ്ടെങ്കിൽ മെസ്സേജ് ഇടുക, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ സ്റ്റോക്ക് അക്കൗണ്ട് വരച്ചിട്ടുണ്ട്. സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് വരെ ചെയ്തപ്പം സ്റ്റോക്ക് അക്കൗണ്ട് വരച്ചു, ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് വരച്ചു, പിന്നെന്താ പി ആൻഡ് അക്കൗണ്ട് വരച്ചു, ക്യാഷ് അക്കൗണ്ട് വരച്ചു, എക്സ്പെൻസ് അക്കൗണ്ട് വരച്ചു. ഇവിടെ ഒരു അൺറിയലൈസ്ഡ് പ്രോഫിറ്റിൻ്റെ കാൽക്കുലേഷൻ ഉണ്ടായതുകൊണ്ട് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഒരു അക്കൗണ്ട് വരച്ചു. ഓക്കെ അല്ലേ? ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്കിനകത്ത് ഒരു അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഇല്ലേ, ഓപ്പണിംഗ് സ്റ്റോക്ക് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഉണ്ട്. ഡെപ്റ്റേഴ്സ് വരും എന്ത് ചെയ്തേ, ആ ഓപ്പണിംഗ് സ്റ്റോക്കിൽ കിടക്കുന്ന ഒരു 5,000 രൂപ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് എന്ത് ചെയ്തു, ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ അത് അവിടെ ക്രെഡിറ്റിന് പകരം ഈ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക. അത്രേ ഉള്ളൂ വിഷയം. ഓക്കെ അല്ലേ? അതുപോലെ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ഡെബിറ്റിലായിട്ടും അല്ലേ, അതിനകത്തൊരു അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഇല്ലേ, അത് നിങ്ങൾ എന്ത് ചെയ്തു, ക്രെഡിറ്റ് ചെയ്തില്ലേ, അത് അവിടെ ക്രെഡിറ്റ് ചെയ്യുന്ന പകരം എന്ത് ചെയ്യുക, അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക. ക്ലോസിംഗ് സ്റ്റോക്കിനകത്ത് എന്തുണ്ടായിരുന്നു, ക്ലോസിംഗ് സ്റ്റോക്ക് ഒരു അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഇല്ലേ,
നിങ്ങൾ സ്റ്റോക്ക് റിസർവ് എന്ന് പറഞ്ഞ് അവിടെ ഡെബിറ്റ് ചെയ്തില്ലേ, അത് അവിടെ ഡെബിറ്റ് ചെയ്യുന്ന പകരം ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ത് ചെയ്യുക, ഡെബിറ്റ് ചെയ്യുക. അത്രയുള്ള പരിപാടി. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഡീറ്റെയിൽ ഞാൻ പറഞ്ഞിടാം. ഈ ക്വസ്റ്റ്യൻ കൂടി വായിക്കുന്നു. ഹാരിസൺ ചെന്നൈ ഹാസ് എ ബ്രാഞ്ച് അറ്റ് ന്യൂഡൽഹി, ഒരു ബ്രാഞ്ച് ഉണ്ട്. അപ്പോൾ ന്യൂഡൽഹി ബ്രാഞ്ച് അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ അല്ലേ. ഞാൻ ഗുഡ്സ് അയച്ചു കൊടുക്കുന്നു, കണ്ടോ. അപ്പോൾ അത് ഡിപ്പെൻഡ് ആണ്, എന്നെ ഡിപ്പെൻഡ് ചെയ്ത് കഴിയുകയാണ്. ഗുഡ്സിനെ അയച്ചു കൊടുത്തു. എത്ര ഗുഡ്സ് അയച്ചു കൊടുത്തു, അത് 20% കോസ്റ്റ് നിന്ന് എബോവ് ആണ് അയച്ചു കൊടുത്തത്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കണം. ദ ബ്രാഞ്ച് മേക്സ് ബോത്ത് ക്യാഷ് ആൻഡ് ക്രെഡിറ്റ് സെയിൽ. ബ്രാഞ്ച് ക്യാഷ് സെയിലും ക്രെഡിറ്റ് സെയിലും നടത്തുന്നുണ്ട്. അവിടെ ബ്രാഞ്ച് എക്സ്പെൻസ് ആർ മെറ്റ് പാർട്ട്ലി ഫ്രം ഹെഡ് ഓഫീസും പാർട്ട്ലി ഫ്രം ബ്രാഞ്ചുമാണ്. ബ്രാഞ്ചിൻ്റെ എക്സ്പെൻസിനകത്ത് കുറച്ച് ബ്രാഞ്ചും ചെയ്യും, കുറച്ച് ഹെഡ് ഓഫീസും ചെയ്യും. ബ്രാഞ്ചും അപ്പം മീറ്റ് ചെയ്യുന്നുണ്ടേ. ഓക്കെ, ക്ലിയർ. നോക്കാം. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. ഞാൻ 2 lakhൻ്റെ ഗുഡ്സ് അയച്ചു കൊടുത്തു. ഓക്കെ, അതിന് മുൻപ് നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്റ്റോക്ക് ഡെപ്റ്റർ ക്യാഷിൻ്റെ ഒക്കെ ഓപ്പണിംഗ് എഴുതിക്കൂടെ. സ്റ്റോക്ക് ഡെപ്റ്റർ ക്യാഷിൻ്റെ ഓപ്പണിംഗ്. സ്റ്റോക്കിൻ്റെ ഓപ്പണിംഗ് 2 lakh അല്ലേ, അത് കോസ്റ്റ് പ്രൈസ് അല്ലേ, ഞാൻ അയച്ചു കൊടുത്ത ഇൻവോയ്സ് പ്രൈസ് അല്ലേ. അപ്പോൾ ഇൻവോയ്സ് പ്രൈസ് അയക്കണ്ടേ, അപ്പോൾ സ്റ്റോക്കിൻ്റെ ഓപ്പണിംഗ് ഡെബിറ്റ് ചെയ്യണം. സ്റ്റോക്കിൻ്റെ ഓപ്പണിംഗ് നമ്മൾ ഡെബിറ്റ് ചെയ്യണം. സ്റ്റോക്ക് അക്കൗണ്ടിൽ പോയിട്ട് ടു ബാലൻസ് ബ്രോഡൺ ഓപ്പൺ സ്റ്റോക്ക് എത്ര 30,000. എങ്ങനെ കിട്ടി, 25,000 പ്ലസ് 20% അല്ലേ. അപ്പോൾ 30,000 കിട്ടിയില്ലേ. അപ്പോൾ ഇവിടെ ഒരു 5,000 രൂപ. ഓക്കെ, ഒരു 5,000 രൂപ പ്രോഫിറ്റ്, അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഇല്ലേ. അപ്പോൾ എന്ത് ചെയ്യണത്, അത് ക്രെഡിറ്റ് അല്ലേ ചെയ്യേണ്ടത്. നമ്മൾ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ത് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്യുക. എന്ത് പേരിൽ, സ്റ്റോക്ക് റിസർവ് എന്ന പേരിൽ. കണ്ട, സ്റ്റോക്ക് റിസർവ് ഓപ്പണിംഗ് എന്ന പേരിൽ 5,000 രൂപ അവിടെ ക്രെഡിറ്റ് ചെയ്യുക. കഴിഞ്ഞ പ്രോബ്ലത്തിൽ എന്തോ ചെയ്തുകൊണ്ടിരുന്നത്, കഴിഞ്ഞ പ്രോബ്ലത്തിൽ എന്തോ ചെയ്തിടാം. കണ്ടേ, ഓപ്പണിംഗ് സ്റ്റോക്ക് 30,000 ആണ്. ആ 30,000 5,000 എന്തോ പ്രോഫിറ്റ് ആണ്, അത് നമ്മളിവിടെ ക്രെഡിറ്റ് ചെയ്തു. ഇതിന് പകരം എന്ത് ചെയ്യുക, ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ത് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്യുക. ഓക്കെ, കഴിഞ്ഞു. ഇനി പിന്നെന്തോ പറഞ്ഞേക്കുന്നത്, ഡെപ്റ്ററിൻ്റെ ഓപ്പണിംഗ്, ക്യാഷിൻ്റെ ഓപ്പണിംഗ് ഇല്ലേ. ഡെപ്റ്ററിൻ്റെ ഓപ്പണിംഗ്, ഡെപ്റ്റർ നമുക്ക് അസറ്റ് അല്ലേ. അപ്പോൾ അസറ്റിൻ്റെ ഓപ്പണിംഗ് നമ്മൾ എന്ത് ചെയ്യും, ഡെപ്റ്റേഴ്സിൻ്റെ അസറ്റിൻ്റെ ഓപ്പണിംഗ് നമ്മൾ എന്ത് ചെയ്യും, ഡെബിറ്റ് ചെയ്യും. 32,750 ഡെബിറ്റ് ചെയ്തു. അടുത്ത ക്യാഷ് നമുക്ക് അസറ്റ് അല്ലേ, അസറ്റിൻ്റെ ഓപ്പണിംഗ് എന്ത് ചെയ്തു, ക്യാഷ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തു. ഓക്കെ, ഓപ്പണിംഗ് നമ്മൾ എഴുതി. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ഇല്ലടാ. ഗുഡ്സ് 2 lakhൻ്റെ ഗുഡ്സ് 20% പ്രോഫിറ്റും കൂടി ചേർത്ത് 2,40,000 ഞാൻ ഗുഡ്സ് അയച്ചു കൊടുത്തേക്കുന്നത്. ബ്രാഞ്ച് 2,40,000 ഗുഡ്സ് അയച്ചടാ. അപ്പം എന്ത് ചെയ്യണം, ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് 2,40,000 എന്ന് എഴുതി. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് 2 lakh. അപ്പോൾ 2 lakhൻ്റെ സാധനം 2,40,000 അയച്ചു കൊടുത്തത്. അപ്പോൾ ഒരു അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഇല്ലേ, 2,40,000. അപ്പോൾ 40,000 അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് അല്ലേ. അപ്പോൾ ഈ ഇതിൽ കിടക്കുന്ന 40,000 നമ്മൾ ക്രെഡിറ്റ് ചെയ്യണ്ടേ. അപ്പോൾ ഇവിടെ ക്രെഡിറ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യൂടാ, ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് പറഞ്ഞ് 40,000 നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. സിമ്പിൾ അല്ലേ, ക്ലിയർ. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് നമ്മൾ എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, ഇനി അടുത്ത് എന്താ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അടുത്ത പറഞ്ഞേക്കുന്നത് എന്താ, ക്രെഡിറ്റ് സെയില് 1,65,000, ക്യാഷ് സെയിൽ എത്രയാണ് 59. അപ്പോൾ സെയിൽ നടക്കുമ്പോൾ സ്റ്റോക്ക് കുറയൂലേ, സ്റ്റോക്ക് കുറയും. സെയിൽ നടക്കുമ്പോൾ സ്റ്റോക്ക് കുറയും. സ്റ്റോക്ക് നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് അക്കൗണ്ട് എന്ത് ചെയ്യണം, കണ്ട സ്റ്റോക്ക് അക്കൗണ്ട് എന്ത് ചെയ്യണം, നമ്മൾ 1,65,000 ക്രെഡിറ്റ് സെയിലാണ്. ഓക്കെ അല്ലേ. 59,000 ക്യാഷ് സെയിലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, 1,65,000 ക്രെഡിറ്റ് സെയിൽ. ക്രെഡിറ്റ് സെയിൽ നടക്കുമ്പോൾ ഡെപ്റ്റർ കൂടും. ക്രെഡിറ്റ് സെയിൽ നടക്കുമ്പോൾ ഡെപ്റ്റർ കൂടും. ഡെപ്റ്റർ കൂടിയ നമ്മൾ എന്ത് ചെയ്യും, ഡെബിറ്റ് ചെയ്യും. അപ്പോൾ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യും, ക്രെഡിറ്റ് സെയിലിന് പകരം ബ്രാഞ്ച് സ്റ്റോക്കിൽ നിന്ന് വരുമല്ലേ. ഇപ്പോൾ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് എഴുതി 1,65,000 എഴുതുക. ഇനി അതുപോലെ ക്യാഷ് സെയിൽ ഒരു 59,000 ക്യാഷ് സെയിലില്ലേ. ക്യാഷ് സെയിൽ നടക്കുമ്പോഴും ക്യാഷ് കൂടത്തില്ലേ, ക്യാഷ് കൂടും. അപ്പോൾ ക്യാഷ് കൂടി നമ്മൾ എന്ത് ചെയ്യും, ക്യാഷ് അക്കൗണ്ടിൽ ബ്രാഞ്ച് സ്റ്റോക്ക് എന്ന് പറഞ്ഞ് ഡെബിറ്റ് ചെയ്യുക. ഓക്കെ, ക്ലിയർ. ഓക്കെ, അടുത്തത് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് രണ്ടും കഴിഞ്ഞു. ഓക്കെ, അത് രണ്ടും കഴിഞ്ഞു. അടുത്തതാ ക്യാഷ് റെമിറ്റഡ് ടു ഹെഡ് ഓഫീസ്. ക്യാഷ് എന്ത് ചെയ്തു, ഹെഡ് ഓഫീസ് റെമിറ്റ് ചെയ്തില്ലേ. ക്യാഷ് ഹെഡ് ഓഫീസിനും റെമിറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ബ്രാഞ്ചിൻ്റെ കയ്യിലിരിക്കുന്ന ക്യാഷ് എന്ത് ചെയ്തു, ഹെഡ് ഓഫീസിന് കൊടുത്തു. അപ്പോൾ ഹെഡ് ഓഫീസിന് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും,
ബ്രാഞ്ചിന് ക്യാഷ് കുറയൂലേ. അപ്പം എന്ത് ചെയ്യണം, ബാങ്ക് റെമിറ്റഡ് ടു ഹെഡ് ഓഫീസ് എന്ന് പറഞ്ഞുകൊണ്ട് 2,22,500 ബ്രാഞ്ചിൻ്റെ ക്യാഷിൽ നിന്ന് ക്യാഷ് എടുത്ത് കിട്ടിയ ക്യാഷ് എടുത്ത് ആർക്ക് കൊടുത്തു, ഹെഡ് ഓഫീസിന് കൊടുക്കുമ്പോൾ ബ്രാഞ്ചിൻ്റെ ക്യാഷിൽ നിന്ന് കുറയും. അപ്പോൾ ക്രെഡിറ്റ് ചെയ്യുക. പരിപാടി കഴിഞ്ഞു. ഓക്കെ, ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ഓക്കെ, എക്സ്പെൻസ് പെയ്ഡ് ബൈ ഹെഡ് ഓഫീസ്. ഹെഡ് ഓഫീസ് എക്സ്പെൻസ് പേ ചെയ്തു. ഓക്കെ അല്ലേ. പിന്നെ അപ്പോൾ ഹെഡ് ഓഫീസിൻ്റെ എക്സ്പെൻസ് അല്ലേ, അപ്പോൾ എക്സ്പെൻസ് ആയില്ലേ. എക്സ്പെൻസ് നമ്മൾ എന്ത് ചെയ്യൂടാ, എക്സ്പെൻസ് നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ പറയാം. എക്സ്പെൻസ് നമ്മൾ എന്ത് ചെയ്യും? എക്സ്പെൻസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും. ക്യാഷ് ഹെഡ് ഓഫീസ് എക്സ്പെൻസ് 12,000 rupees. 12,000 rupees. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ. ഹെഡ് ഓഫീസിൻ്റെ എക്സ്പെൻസ് നമ്മൾ എന്ത് ചെയ്യും? P&L അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യും. അടുത്ത ഒരു ബാഡ് ഡെപ്റ്റ് ഉണ്ടായില്ലേ, 750 rupees ബാഡ് ഡെപ്റ്റ് ഉണ്ടാകുമ്പോൾ ഡെപ്റ്റർ കുറയൂലേ. ബാഡ് ഡെപ്റ്റ് ഉണ്ടാകുമ്പം ഡെപ്റ്റർ കുറയും. ഓക്കെ, ബാഡ് ഡെപ്റ്റ് ഉണ്ടാകുമ്പോൾ ഡെപ്റ്റർ കുറയും. നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും. ബാഡ് ഡെപ്റ്റ് ഉണ്ടാകുമ്പോൾ ഡെപ്റ്റർ കുറയും. ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തു. ദ സെയിം ടൈം നമുക്ക് ലോസ് ഇടാം. അത് നമ്മൾ എക്സ്പെൻസിലാണ് കാണിക്കേണ്ടത്. ഇവന്മാരത് ഞാൻ പറഞ്ഞില്ലേ, ഈ 2 അക്കൗണ്ടും വേണമെങ്കിൽ മെർജ് ചെയ്യാം. ഈ 2 അക്കൗണ്ടും മെർജ് ഒറ്റ അക്കൗണ്ട് ആക്കാം, കുഴപ്പമൊന്നുമില്ല. ഈ 750 എക്സ്പെൻസ് ഇട്ടാലും തെറ്റൊന്നുമില്ല. അതിന് പകരം അവന്മാർ P&L ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഞാൻ കഴിഞ്ഞ പ്രോളത്തിൽ ഇങ്ങനെ പഠിപ്പിച്ചു, ഈ പ്രോളത്തിൽ നിന്ന് ഇങ്ങനെ പഠിപ്പിക്കുന്നത് വിചാരിക്കരുത്. ഇത് ഈ 750 വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബ്രാഞ്ച് എക്സ്പെൻസ് ഡെബിറ്റ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇപ്പോൾ ഇവന്മാർ ഇവിടെ എന്ത് ചെയ്യണം, P ഇവിടെ ഡെബിറ്റ് ചെയ്തേക്കണം. ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, രണ്ടും ഒന്ന് തന്നെയാണ്. ഓക്കെ, ക്ലിയർ. 750 rupees. ഓക്കെ, ക്ലിയർ. അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പിന്നെന്ത് പറഞ്ഞേക്കുന്നത്? ഇനി ക്ലോസിംഗ് അല്ലേ. സ്റ്റോക്കിൻ്റെ ക്ലോസിംഗ് 28,000 ഉണ്ട്. നമുക്കറിയാം സ്റ്റോക്കിൻ്റെ ക്ലോസിംഗ് 48,000 ആണ്. എങ്ങനെ മനസ്സിലായി? സ്റ്റോക്കിൻ്റെ ക്ലോസിംഗ് 48,000 ആണ് സ്റ്റോക്കിൻ്റെ ക്ലോസിംഗ്. കാരണം എന്താ, ഒരു 20,000 ഇൻ ട്രാൻസിറ്റ് കിടക്കുമല്ലേ, പിന്നെ ഇപ്പോൾ 28,000 ഇല്ലേ. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 48,000 ആണ് ഉള്ളത്. രണ്ടായിട്ട് വേണമെങ്കിലും കാണിക്കാം. എന്ത്, ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് എന്ന് കാണിച്ചിട്ട് ക്ലോസ് സ്റ്റോക്ക് കൊണ്ട് ഇതും കാണിക്കുക. അപ്പോൾ ടോട്ടൽ 48,000 അല്ലേ. ടോട്ടൽ 48,000 അല്ലേ. ഈ ഞാൻ ഗുഡ്സ് അയച്ച് കൊടുത്ത് അവന് ഇൻവോയ്സ് പ്രൈസ് അല്ലേ. അപ്പോൾ ഈ കിടക്കുന്ന സ്റ്റോക്കിൻ്റെ വാല്യൂഷനും ഇൻവോയ്സ് പ്രൈസ് അല്ലേ. അപ്പോൾ ഈ 48,000 എന്നത് ഇൻവോയ്സ് പ്രൈസായ 120 കിടക്കുമല്ലേ. അപ്പോൾ അതിൻ്റെ പ്രോഫിറ്റിൻ്റെ എലമെൻ്റ് അറിയാൻ എന്ത് ചെയ്യണം? 20. അപ്പോൾ 8,000 rupees എന്താണ്, അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് അല്ലേ. അത് ക്രെഡിറ്റ് കിടക്കുമല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 8,000 rupees ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യും? ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. ഇത്ര ഓക്കെ അല്ലേ? ഓക്കെ, ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെബിറ്റ് ചെയ്യുന്നു. ക്ലിയർ. ഇപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യുക? ഡെപ്റ്ററിൻ്റെ ക്ലോസിംഗ്, ക്യാഷിൻ്റെ ക്ലോസിംഗ്. ഓക്കെ, ഡെപ്റ്ററിൻ്റെ ക്ലോസിംഗ് നമ്മൾ എന്ത് ചെയ്യണം? ഡെപ്റ്ററിൻ്റെ ക്ലോസിംഗ് ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നു. ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നു. പിന്നെന്താണ്? ക്യാഷിൻ്റെ ക്ലോസിംഗ് ക്യാഷ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നു. എല്ലാം കഴിഞ്ഞല്ലോ, എല്ലാം കഴിഞ്ഞു. ഓക്കെ അല്ലേ. എല്ലാ പരിപാടിയും കഴിഞ്ഞ ശേഷം നമ്മൾ എന്തോ ചെയ്യാൻ പോകുന്നത്? സ്റ്റോക്ക് വാല്യൂഷനാണ്. സ്റ്റോക്ക് നമ്മൾ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ പോവുക. സ്റ്റോക്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ നേരത്ത് ശ്രദ്ധിക്കുക, നമ്മൾ ഓൾറെഡി ഇൻവോയ്സ് പ്രൈസിലാണ് അയച്ചു കൊടുത്തത്. ഇപ്പോൾ സ്റ്റോക്കിനകത്ത് എന്തെങ്കിലും ഡിഫറൻസ് വരുവാണെങ്കിൽ സെയിലിനകത്ത് എന്തെങ്കിലും അഫക്റ്റായി വ്യത്യാസം വരുന്നതായിരിക്കണം. സെയിൽ ചിലപ്പോൾ കൂടി കാണും, ചിലപ്പോൾ കുറഞ്ഞ് കാണും. ഓക്കെ അല്ലേ. നമുക്ക് നോക്കാം. ഇവിടെ സ്റ്റോക്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ നേരത്ത് ക്രെഡിറ്റ് ബാലൻസ് ആണ്. സ്റ്റോക്ക് ക്ലോസ് ചെയ്യാൻ നേരത്ത് ക്രെഡിറ്റ് ബാലൻസ് ആണ്. എത്രടാ? ഒരു 2,000 എന്ത് എക്സസ് സെയിൽ നടന്നുകൊണ്ട് 2,000 കൂടി കിടക്കുകയാണ് അല്ലേ. അപ്പോൾ 2,000 ആണ് വന്നത്. ഈ സ്റ്റോക്കിൽ വന്ന ഡിഫറൻസ് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഉണ്ടായതുകൊണ്ട് ആ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യണം. 2,000 ഇവിടെ ക്രെഡിറ്റ് കിടക്കുമല്ലേ, ഡെബിറ്റ് കിടക്കുമല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യണം? ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ ബ്രാഞ്ച് സ്റ്റോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഇവിടം വരെ ഓക്കെ അല്ലേ. ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ ഇനി ഈ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ എന്ത്? ഗ്രോസ് പ്രോഫിറ്റ് ഓർ ലോസ്. ആ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നതായിരിക്കും എന്ത്? പ്രോഫിറ്റ് ഓർ ലോസ്. ഏത്? ഗ്രോസ് പ്രോഫിറ്റ്. ഇനി ബ്രാഞ്ചിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ബ്രാഞ്ചിൻ്റെ ക്രെഡിറ്റ് സൈഡ് കൂട്ടി ഡെബിറ്റ് സൈഡ് കുറച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി?
39,000 ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി. ഈ ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഈ 39,000 ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ എന്തിവിടെ പി ആൻഡ് എൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റിൽ എഴുതും 39,000. ഇതെങ്ങനെ കിട്ടിയത് മനസ്സിലായല്ലോ? നമ്മൾ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ നിന്നാണ് GP എടുത്തത്. ഇനി ശ്രദ്ധിക്കണം. ഇനി അത് ക്വസ്റ്റിന് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല, നമ്മളത് മനസ്സിലാക്കിയെടുക്കണം. ഇവിടെ ബ്രാഞ്ച് ശ്രദ്ധിക്കുക. ബ്രാഞ്ച് ഡെപ്റ്റേഴ്സിനകത്ത് ബ്രാഞ്ച് ഡെപ്റ്റേഴ്സിൻ്റെ ഓപ്പണിംഗ് ഉണ്ട്, ക്ലോസിംഗ് ഉണ്ട്, ബാഡ് ഡെപ്റ്റ് ഉണ്ട്. ഓക്കെ അല്ലേ? ബ്രാഞ്ച് ഡെപ്റ്റേഴ്സിൻ്റെ ഈ സൈഡാണ് കൂടുതൽ, ഡെബിറ്റ് സൈഡാണ് കൂടുതൽ. ക്രെഡിറ്റ് സൈഡിലാണ് ബാലൻസ് വന്നത്. ഒരു 1 lakh ഡെബിറ്റ് സൈഡ് കൂട്ടി ക്രെഡിറ്റ് സൈഡ് കുറച്ച് ബാലൻസ് ഫിഗർ 1,71,000 വന്നു. ആലോചിച്ച് 1,71,000 ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വന്നു പറഞ്ഞാൽ ഡെപ്റ്റർ കുറഞ്ഞ സിറ്റുവേഷൻ അല്ലേ? നമ്മൾ പറയാം ഡെപ്റ്റേഴ്സ് കൂടി നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. ഡെപ്റ്റേഴ്സ് കുറഞ്ഞ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ ഡെപ്റ്റേഴ്സിൻ്റെ ബാലൻസ് ക്രെഡിറ്റിലാണ് വന്നത്. ഒരു 1,71,000 റുപ്പീസ് എന്ത് വന്നു? ക്രെഡിറ്റ് വന്നു. അപ്പോൾ ഡെപ്റ്റേഴ്സ് കുറയണമെങ്കിൽ ബാഡ് ഡെപ്റ്റ് ആയിരിക്കും. പക്ഷേ ബാഡ് ഡെപ്റ്റ് ഓൾറെഡി ഉണ്ട്. പിന്നെ എപ്പോഴാണ് ഡെപ്റ്റർ കുറയുന്നത്? ക്യാഷ് കിട്ടുമ്പോൾ ഡെപ്റ്റർ കുറയൂലേ? ക്യാഷ് കിട്ടുമ്പം ഡെപ്റ്റർ കുറയും. അപ്പോൾ ഈ 1,71,000 എന്തുവാടാ? ഡെപ്റ്റേഴ്സിൽ നിന്ന് ക്യാഷ് കിട്ടിയാണ്. 1,71,000 ക്യാഷ് കിട്ടിയാണ്. കണ്ടോ? നല്ലൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ള ക്വസ്റ്റ്യൻ അല്ലേ? കണ്ടോ? ഈ 1,71,000 ക്യാഷ് കിട്ടിയാണ്. അപ്പോൾ 1,71,000 ക്യാഷ് കിട്ടിയില്ലേ? അപ്പോൾ ക്യാഷ് കൂടത്തില്ലേ? ക്യാഷ് കിട്ടിയില്ലേ? അപ്പോൾ ക്യാഷ് കൂടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ പോയിട്ട് എന്ത് ചെയ്യണം? ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് 1,71,000 റുപ്പീസ് എഴുതണം. അതെങ്ങനെ കണ്ടുപിടിച്ച് വർക്കിംഗ് ഔട്ടൊന്നുമല്ലോ, അത് ചെയ്യുമല്ലേ, സോറി. 1 lakh അത് എവിടെ നിന്ന് വന്നത്? ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ നിന്നാണ് വന്നത്. ഓക്കെ. ഇനി അപ്പോൾ നമ്മൾ ഏത് അക്കൗണ്ട് കഴിഞ്ഞു? സ്റ്റോക്ക് അക്കൗണ്ട് കഴിഞ്ഞു, ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ടും കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ബ്രാഞ്ച് ക്യാഷ് അക്കൗണ്ടാണ്. ചിലപ്പോൾ ക്യാഷ് അക്കൗണ്ട് ടാലി ആവും, ചിലപ്പോൾ മിസ്സിംഗ് ഫിഗർ വരും. നമുക്ക് നോക്കാം. ഇവിടെയും ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡാണ് കൂടുതൽ. ബ്രാഞ്ചിൻ്റെ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡാണ് കൂടുതൽ. 2,35,000 ഡെബിറ്റ് സൈഡ് ഉണ്ട്. ക്രെഡിറ്റ് സൈഡ് കൂട്ടിയപ്പം ഒരു 10,000 റുപ്പീസ് മിസ്സിങ് വന്നു. 10,000 റുപ്പീസ് ക്രെഡിറ്റ് സൈഡിലാണ് വന്നത്. ക്യാഷിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വരണമെങ്കിൽ ക്യാഷ് കുറയുന്ന സിറ്റുവേഷൻ അല്ലേ? ക്യാഷിൻ്റെ ഡെബിറ്റ് സൈഡ് വരുവാണെങ്കിൽ ക്യാഷ് കൂടി, ക്യാഷിൻ്റെ ക്രെഡിറ്റ് സൈഡ് വരുവാണെങ്കിൽ ക്യാഷ് കുറയുന്ന സിറ്റുവേഷൻ അല്ലേ? അപ്പോൾ 10,000 റുപ്പീസ് ക്രെഡിറ്റ് വന്നു. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്, ഈ 10,000 നിങ്ങൾക്ക് എന്തുമായിട്ട് കാണിക്കണം? ഒരു ഐഡിയ ഇല്ലല്ലോ എന്ന് പറയുക. ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞിട്ടുണ്ട്? കുറച്ച് എക്സ്പെൻസ് ബ്രാഞ്ചും പേ ചെയ്തിട്ടുണ്ട്, കുറച്ച് എക്സ്പെൻസ് ഹെഡ് ഓഫീസ് പേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ബ്രാഞ്ചിൻ്റെ ക്യാഷ് അക്കൗണ്ട് അത് 10,000 റുപ്പീസ് ഷോർട്ട് വന്നു കഴിഞ്ഞാൽ ആ 10,000 റുപ്പീസ് ബ്രാഞ്ച് പേ ചെയ്തായിരിക്കത്തില്ലേ? ബ്രാഞ്ചിൻ്റെ എക്സ്പെൻസ് അല്ലേ? അപ്പോൾ 10,000 റുപ്പീസ് ബ്രാഞ്ച് എക്സ്പെൻസ്. അതെങ്ങനെ മനസ്സിലായി? ക്രെഡിറ്റ് സൈഡിലാണ് കൂടും. അപ്പോൾ ബ്രാഞ്ചിൻ്റെ ക്യാഷ് കുറയണമെങ്കിൽ ബ്രാഞ്ചിന് എക്സ്പെൻസ് ഉണ്ടായി കാണും. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ ഓൾറെഡി അത് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 10,000 റുപ്പീസ് എന്താണ്? ബ്രാഞ്ചിൻ്റെ എക്സ്പെൻസ് ആണ്. അപ്പോൾ എക്സ്പെൻസ് അല്ലേടാ? അപ്പോൾ ഈ 10,000 റുപ്പീസ് ഉറപ്പായിട്ട് എവിടെ വരും? ബ്രാഞ്ച് എക്സ്പെൻസിനകത്ത് 10,000 റുപ്പീസ് വരും. അപ്പോൾ ഹെഡ് ഓഫീസ് ബെയർ ചെയ്ത ഒരു 12,000 രൂപയുണ്ട്. ബ്രാഞ്ചിൻ്റെ ഇതിൽ നിന്ന് ക്യാഷിൽ നിന്ന് വന്ന ഒരു 10,000 റുപ്പീസും ഉണ്ട്. അപ്പോൾ ടോട്ടൽ ബ്രാഞ്ച് എക്സ്പെൻസ് എന്നത് 20,000 റുപ്പീസാണ്. ഇത് വേണമെങ്കിൽ നമുക്കിവിടെ ഡെബിറ്റ് ചെയ്യാമായിരുന്നു. പി ആൻഡ് എൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യാമായിരുന്നു ഡയറക്റ്റായിട്ട്. ഓക്കെ അല്ലേ? അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ ചെയ്തു, കുഴപ്പമൊന്നുമില്ല. ഓക്കെ. ഈ ഹെഡ് ഓഫീസ് ബ്രാഞ്ച് എക്സ്പെൻസ് ഡെബിറ്റ് ചെയ്യാം, പിന്നെ വീണ്ടും 10,000 വേണമെങ്കിൽ ഡെബിറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? ക്ലിയർ? കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ബ്രാഞ്ച് എക്സ്പെൻസിൻ്റെ അക്കൗണ്ട് വരത്തില്ല. ക്ലിയർ? അപ്പോൾ ഇവിടെ ടോട്ടൽ ബ്രാഞ്ച് പി ആൻഡ് നമുക്ക് എത്രയാ? 22,000 ബ്രാഞ്ച് എക്സ്പെൻസ് ആയിട്ടുണ്ട്. നമ്മൾ എന്ത് ഡെബിറ്റ് ചെയ്തു. ഇനി പി ആൻഡ് ക്ലോസ് ചെയ്യാൻ നേരത്ത് നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് 39,000 ഉണ്ട്, ബ്രാഞ്ച് എക്സ് 22,000 ഉണ്ട്, ബ്രാഞ്ച് ബാഡ് ഡെപ്റ്റ് 750 ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇൻകത്തിൽ നിന്ന് എക്സ്പെൻസ് രണ്ടും കൂട്ടി കുറയ്ക്കുമ്പം 60,250 റുപ്പീസ് എന്ത് കിട്ടും? നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് കിട്ടും. ഇത് തന്നെയല്ലേ ഡെപ്റ്റേഴ്സ് മെത്തേഡ് ചെയ്തപ്പോഴും നമുക്ക് കിട്ടിയത്? അതുകൊണ്ട് 60,250 റുപ്പീസ്, സോറി 60,250 റുപ്പീസ്. കണ്ടോ? രണ്ട് മെത്തേഡ് ചെയ്യുമ്പോൾ അപ്പം ട്രാൻസ്ഫർ പ്രൈസിൻ്റെ കൂടെ എന്താണ് പ്രോഫിറ്റ് ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, സ്റ്റോക്ക് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഇത് കമ്പ്യൂട്ട് ചെയ്യുന്നത് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഡെപ്റ്റേഴ്സ് മെത്തേഡ് ആണെങ്കിൽ സിമ്പിളാണ്. ഡെബിറ്റ് ഉള്ളത് ക്രെഡിറ്റ് ചെയ്യുക, ക്രെഡിറ്റ് ഉള്ളത് ഡെബിറ്റ് ചെയ്യുക. പക്ഷേ സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് മെത്തേഡ് വരുമ്പം സ്റ്റോക്കിനകത്ത് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക. പക്ഷേ എവിടെ? പി ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ. ഡെബിറ്റ് ഉള്ളത് പി ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ക്രെഡിറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ?
ക്രെഡിറ്റ് ഉള്ളത് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ? ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. ഇത് ഓക്കെ അല്ലേ? ഇത് ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മളെന്ത് ചെയ്തേ? നമ്മളെന്തോ പഠിച്ചേ? ബ്രാഞ്ച് അക്കൗണ്ട് അല്ലേ? ബ്രാഞ്ച് അക്കൗണ്ടിനകത്ത് നമ്മൾ പ്രധാനപ്പെട്ട 2 ഏരിയ, ഓക്കെ, ഹെഡ് ഓഫീസ് ബ്രാഞ്ചിന് ഗുഡ്സ് അയക്കുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ ബ്രാഞ്ച് എന്തോടാ, ബ്രാഞ്ച് 2 ക്ലാസിഫൈ ചെയ്യും. എന്ത്? ഇൻലാൻഡ് ബ്രാഞ്ച് എന്നും ഫോറിൻ ബ്രാഞ്ച് എന്നും. അത് നമുക്ക് നോക്കണ്ട. ആ ഇൻലാൻഡ് ബ്രാഞ്ചിനെ വീണ്ടും 2 ക്ലാസിഫൈ ചെയ്യും. എന്തുവാ? ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് എന്നും ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച് എന്നും. ഈ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണ് പ്രിപ്പയർ ചെയ്യാൻ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ എന്തുവാ? ആ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് ആ ഹെഡ് ഓഫീസിനെ ഫുള്ളായിട്ട് ആശ്രയിച്ചിരിക്കുകയാണ്. ഓക്കെ അല്ലേ? 100% മാനേജ്മെൻറ്റും കൺട്രോളും ഹെഡ് ഓഫീസിൻ്റെ കയ്യിലാണ്. അപ്പോൾ ഹെഡ് ഓഫീസാണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ആ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി അവർ 3 മെത്തേഡ് ചൂസ് ചെയ്യാം. അതിൽ ഏത് മെത്തേഡ് ചൂസ് ചെയ്യാം. അതിൽ ഫസ്റ്റ് മെത്തേഡാണ് ഡെപ്റ്റേഴ്സ് മെത്തേഡ്. ആ ഡെപ്റ്റേഴ്സ് മെത്തേഡ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ഹെഡ് ഓഫീസിന് ബ്രാഞ്ചിൻ്റെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ മാത്രം അറിയണം, ഫിനാൻഷ്യൽ പൊസിഷനും അറിയണമെങ്കിൽ മാത്രം ഡെപ്റ്റേഴ്സ് മെത്തേഡ് പ്രിപ്പയർ ചെയ്താൽ മതി. കാരണം ആ ഡെപ്റ്റേഴ്സ് മെത്തേഡിൽ എന്താണ്? ബാലൻസ് ഷീറ്റും ഉണ്ട്, ട്രേഡിംഗ് ആൻഡ് PL അക്കൗണ്ട് രണ്ടും കൂടി ചേർത്ത് ഒരു അവീല് പരുവത്തിലുള്ള ഒരു അക്കൗണ്ട്, ഒറ്റ അക്കൗണ്ട്, ബ്രാഞ്ചിൻ്റെ ഒറ്റ അക്കൗണ്ട്. ക്ലിയർ അല്ലേ? അത് എങ്ങനെയാണ് പ്രിപ്പയർ നമ്മൾ പഠിച്ചു. ക്ലിയർ? ആ ഡെപ്റ്റേഴ്സ് മെത്തേഡ് ഹെഡ് ഓഫീസ് ബ്രാഞ്ചിന് വേണ്ടി ഡെപ്റ്റേഴ്സ് മെത്തേഡാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഓൺലി 1 അക്കൗണ്ട്. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഹെഡ് ഓഫീസ് അതിനകത്ത് അസറ്റിംഗ് കാണും, ലൈബിലിറ്റിയും കാണും, ഇൻകവും കാണും, എക്സ്പെൻസും കാണും. കഴിഞ്ഞു. അപ്പോൾ ഹെഡ് ഓഫീസ് ബ്രാഞ്ചിന് അയക്കുന്നതെല്ലാം നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. ബ്രാഞ്ച് ഹെഡ് ഓഫീസിന് അയക്കുന്നതെല്ലാം എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. ആ ഡെപ്റ്റേഴ്സ് മെത്തേഡ് പ്രത്യേകത. ആ ഡെപ്റ്റേഴ്സ് മെത്തേഡിനകത്ത് ഓൺലി ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ ആരൊക്കെ തമ്മിലുള്ള, ഹെഡ് ഓഫീസും ബ്രാഞ്ചും തമ്മിലുള്ളത് മാത്രമേ എടുക്കത്തുള്ളൂ. ബ്രാഞ്ച് വിത്ത് ബ്രാഞ്ച് കസ്റ്റമർ, ബ്രാഞ്ച് വിത്ത് ബ്രാഞ്ച് ക്രെഡിറ്റേഴ്സ് ഇതൊന്നും എന്ത് ചെയ്യത്തില്ല, ഡെപ്റ്റേഴ്സ് മെത്തേഡ് റെക്കോർഡ് ചെയ്യൂല. അതേസമയം സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് മെത്തേഡാണെങ്കിൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഹെഡ് ഓഫീസിന് ഒറ്റ അക്കൗണ്ട് പോരാ, കുറേ കാര്യങ്ങൾ അറിയണം. അപ്പോൾ സ്റ്റോക്ക് അക്കൗണ്ട് വരയ്ക്കും. ആ പേരിൽ തന്നെ ഉണ്ട് സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റർ. അപ്പോൾ സ്റ്റോക്കും വരയ്ക്കണം, ഡെപ്റ്ററും വരയ്ക്കണം. പിന്നെ എക്സ്പെൻസ് എത്രയെന്ന് അറിയണമെങ്കിൽ ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട് വരയ്ക്കണം. പ്രോഫിറ്റ് ആണോ ലോസ് ആണോ അറിയണമെങ്കിൽ ബ്രാഞ്ച് PL അക്കൗണ്ട് വരയ്ക്കണം. പിന്നെ ക്യാഷിൻ്റെ മൂവ്മെൻറ്റ്സ് അറിയണമെങ്കിൽ ബ്രാഞ്ച് ക്യാഷ് അക്കൗണ്ട് വരയ്ക്കണം. അതാണ് നമ്മൾ ലാസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? അവിടെ ഒരു അൺറിയലൈസ്ഡ് പ്രോഫിറ്റിൻ്റെ കാൽക്കുലേഷൻ വരുവാണെങ്കിൽ, ഇപ്പോൾ ഞാൻ അവന് ഗുഡ്സ് അയച്ചത് 20% എബോവ് കോസ്റ്റിനാണ്. അപ്പോൾ അവിടെ ഒരു അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഇല്ലേ? അപ്പോൾ ഈ ഓപ്പണിംഗ് സ്റ്റോക്കിനകത്തൊരു, അതായത് 20,000 കോസ്റ്റ് ആണെങ്കിൽ 5,000 രൂപ പ്രോഫിറ്റ്. അപ്പോൾ ടോട്ടൽ 25,000 രൂപ ഇൻവോയ്സ് പ്രൈസിനാണ് അയച്ചേക്കുന്നത്. ഓക്കെ, ഇൻവോയ്സ് പ്രൈസിനാണ് അയച്ചേക്കുന്നത്. അപ്പോൾ ഒരു 5,000 രൂപ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് അല്ലേ? ആ ഓപ്പണിംഗ് സ്റ്റോക്കിനകത്തുള്ള ആ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. 5,000 രൂപ ക്രെഡിറ്റ്. എന്ത് പേരിൽ? ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന പേരിലല്ല, സ്റ്റോക്ക് റിസർവ് എന്ന പേരിൽ. ഓക്കെ, ഇത് സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് മുതലാണെങ്കിൽ ഈ 5,000 രൂപ ക്രെഡിറ്റ് തന്നെ ചെയ്യണം. ഇവിടെ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുക. ക്ലിയർ? ഇനി ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ആണെങ്കിൽ ഞാനൊരു ഒരു 50,000 രൂപയുടെ ഗുഡ്സ് 10,000 രൂപ ഇൻവോയ്സ് പ്രൈസ് ചേർത്ത് 60,000 രൂപയ്ക്ക് അയക്കുന്നു. അപ്പോൾ ഈ 10,000 രൂപ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് അല്ലേ? ആ 10,000നെ എലിമിനേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പം എന്ത് ചെയ്യൂടാ? എന്ത് പേരിൽ തന്നെ? സ്റ്റോക്ക് റിസർവ് അല്ല, ഗുഡ്സ് സെൻഡ് ടു, അവിടെ ലെഡ്ജർ ഹെഡ് മാറരുത്, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന പേരിൽ തന്നെ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഇത് സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് മെത്തേഡ് ആണെങ്കിൽ ഈ ഇവിടെ 60 തന്നെ പോസ്റ്റ് ചെയ്യണം, സ്റ്റോക്ക് അക്കൗണ്ടിൽ 60 തന്നെ പോസ്റ്റ് ചെയ്യണം. ഈ 10,000 റുപ്പീസ് ക്രെഡിറ്റ് ചെയ്യണം. എവിടെ? ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ഇതും സെയിം ഇത് തന്നെ. ഓക്കെ, ഇനി ക്ലോസിംഗ് സ്റ്റോക്ക് കാണത്തില്ലേ? ക്ലോസിംഗ് സ്റ്റോക്ക് കാണുവാണെങ്കിൽ അവിടെ 5,000 രൂപയുടെ ക്ലോസിംഗ് സ്റ്റോക്കിനകത്ത് ഒരു 1,000 രൂപ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഉണ്ടെന്ന് നിൽക്കുക. അപ്പോൾ ടോട്ടൽ 6,000 രൂപ. ഓക്കെ, സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് മുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ 1,000 രൂപ പിടിച്ച് നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. 1,000 നമ്മൾ ഡെബിറ്റ് ചെയ്യും. എന്ത് പേരുള്ള? സ്റ്റോക്ക് ഓപ്പണിംഗ് സ്റ്റോക്കിനകത്ത് ക്ലോസ് സ്റ്റോക്ക് വരുവാണെങ്കിൽ സ്റ്റോക്ക് റിസർവ് എന്ന് മെൻഷൻ ചെയ്യുക. സ്റ്റോക്ക് റിസർവ് 1,000 രൂപ. ഓക്കെ അല്ലേ? പക്ഷേ സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് മെത്തേഡിലാണെങ്കിലോ
ഈ 1000 രൂപ ഡെബിറ്റ് തന്നെ ചെയ്യണം. ഏത് അക്കൗണ്ടിലാണ്? ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? ക്ലിയർ ആയോടാ? ഓക്കെ. നിങ്ങൾക്ക് ഇവിടെ തിയറി ആയിട്ട് ചോദിക്കാമെങ്കിൽ ബ്രാഞ്ചും ഡിപ്പാർട്ട്മെൻറ്റും ഡിഫറൻസ് ചിലപ്പോൾ ചോദിക്കാം. ഇന്നലെ ഞാൻ കുറേ ഡിഫറൻസ് ഞാൻ പറഞ്ഞായിരുന്നു. കൺസെയിമിൽ കുറേ ഡിഫറൻസ് പറഞ്ഞായിരുന്നു. ഡിഫറൻസ് ഏതെങ്കിലും ഡിഫറൻസ് ചിലപ്പോൾ ചോദിക്കാം. അത് ഏത് ചോദിക്കുന്നത് പറയാൻ പറ്റില്ല. എല്ലാ ഡിഫറൻസും അതിൻ്റെ കോൺസെപ്റ്റ് കാണാപ്പാടം പഠിച്ചു വെക്കരുത്, മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ പെട്ടെന്ന് നമുക്ക് സ്വന്തം ലാംഗ്വേജ് തന്നെ ഒരു 5 പോയിൻറ്റ്സ് എഴുതാൻ പറ്റും. ഓക്കെ അല്ലേ? എന്താ മേജർ ഡിഫറൻസ് പഠിക്കുക. കാരണം നമുക്ക് 5 ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ അല്ലേ? ബ്രാഞ്ചും കൺസെയിൻമെൻറ്റ് എല്ലാം ഉണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. ഇതൊക്കെ അല്ലേ? നമ്മൾ 3 മെത്തേഡും വർക്കൗട്ട് ചെയ്തു. ഓക്കെ, ക്ലിയർ? നമ്മൾ ഒരു ക്വസ്റ്റ്യൻ തന്നെ 3 മെത്തേഡ് വർക്കൗട്ട് ചെയ്തു. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ 2 മെത്തേഡ് വർക്കൗട്ട് ചെയ്തു. എല്ലാവർക്കും ക്ലിയർ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, പറഞ്ഞുതരാം. ഓക്കെ, ചോദിച്ചോ. ഡൗട്ടൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മളിത് ക്വിക്ക് റിവിഷൻ ആണെങ്കിലും ഡീറ്റെയിൽഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു 2 ക്വസ്റ്റ്യനെ നിങ്ങൾക്ക് ചെയ്തോളല്ലോ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വെച്ച് നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻ ചെയ്യാം. ഷുവറായിട്ട് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ സില്ലി ക്വസ്റ്റ്യൻ അല്ല. ഇതേ ക്വസ്റ്റ്യൻ എമൗണ്ട് മാത്രം മാറ്റിയായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് വരുന്നത്. വേറെ വലിയ വ്യത്യാസമൊന്നുമില്ല. ചിലപ്പം ഇതിൽ നിന്ന് ട്രാൻസാക്ഷൻ കുറവായിരിക്കും. ഓക്കെ അല്ലേ? പക്ഷേ ഏത് മെത്തേഡ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഏത് മെത്തേഡ് വേണമെങ്കിലും ചോദിക്കാം എക്സാമിന്. അത്ര വ്യത്യാസമേ ഉള്ളൂ. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ ഒരു ക്വസ്റ്റ്യൻ തന്നെ 3 മുതലും പഠിപ്പിച്ചത്. ഓക്കെ, മിക്കവാറും ട്രാൻസ്ഫർ പ്രൈസിലായിരിക്കും ചാൻസ് കൂടുതൽ. കാരണം അതെല്ലാവരും തെറ്റിക്കും. അതുകൊണ്ട് ട്രാൻസ്ഫർ പ്രൈസ് തന്നെ എന്ത് ചെയ്യും? എക്സാമിന് ക്വസ്റ്റ്യൻ വരും. ഓക്കെ അല്ലേ? ക്ലിയർ? ഇപ്പോൾ ചിലപ്പോൾ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് എന്താണെന്ന് ചോദിക്കാം, 2 മാർക്ക് ക്വസ്റ്റ്യൻ. ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച് എന്താണെന്ന് ചോദിക്കാം. ഓക്കെ, അപ്പം ഏതാ എന്ന് മനസ്സിലാക്കുക. വൈ ഡെബിറ്റിംഗ്, വൈ ക്രെഡിറ്റിംഗ് എന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ചുമ്മാ ഇതിങ്ങനെ വന്നാൽ ഡെബിറ്റ്, ഇങ്ങനെ വന്നാൽ ക്രെഡിറ്റ് എന്ന് മനസ്സിലാക്കി വെച്ചാൽ എക്സാമിന് ചെയ്യുമ്പോൾ മറന്നു പോകും, കൺഫ്യൂഷൻ ആവും. ഓക്കെ അല്ലേ? ഒന്ന് വേർഡ്സ് മാറിയാൽ പോലും കൺഫ്യൂഷൻ ആവും. അതിൻ്റെ റിയൽ കോൺസെപ്റ്റ് പഠിച്ചു വെക്കുക. ഓക്കെ അല്ലേ? ആർക്കും ഡൗട്ടൊന്നും ഇല്ല? ഓക്കെ, അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കേടാ. നെക്സ്റ്റ് സെഷൻ എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും, നമ്മുടെ ലാസ്റ്റ് മൊഡ്യൂൾ. ഓക്കെ, ഓൾറെഡി ഇപ്പം 4 മൊഡ്യൂൾ നമുക്ക് ഇതിൽ നമ്മുടെ ചാനലുണ്ട്, നിങ്ങൾ വാച്ച് ചെയ്യാം. ഓക്കെ, താങ്ക് യു.